ഇപ്പം നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. According to World Health Organization, reproductive health means a total well-being in all aspects of reproduction, that is physical, emotional, behavioral, and social. Therefore, a society with people having physically and functionally normal reproductive organs and normal emotional and behavior interactions among them in all sex-related aspects might be called reproductively healthy. അപ്പോൾ reproductive ഓർഗൻസിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചു. ഇനി എന്താണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന്റെ എയിം എന്താണ് അച്ചീവ് ചെയ്യാൻ നോക്കുന്നുള്ളതാണ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. ടോട്ടൽ വെൽബീയിങ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് റീപ്രൊഡക്ഷൻ. ഫിസിക്കലി ഓരോ വ്യക്തികളും റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി ആയിരിക്കണം, അതായത് അവരുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഹെൽത്തി ആയിരിക്കണം. ഇമോഷണലി റീപ്രൊഡക്റ്റീവ്ലി അവർ ഹെൽത്തി ആയിരിക്കണം, അതായത് റീപ്രൊഡക്ഷൻ റിലേറ്റഡ് ആക്ടിവിറ്റീസിനെ ഒരു ഭയമില്ലാതെ സംശയമില്ലാതെ ഒക്കെ സമീപിക്കാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്നതാണ് ഇമോഷണൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്നത്. ബിഹേവിയറിൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സെക്ഷൽ ക്രൈംസ് ഒക്കെ നടക്കുന്നുണ്ട്. സോ അതൊക്കെ ഒരു പുവർ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെയാണ് കാണിക്കുന്നത്. ബിഹേവിയറലിയും റീപ്രൊഡക്റ്റീവ്ലി നോർമൽ ആയിരിക്കണം. സോ അങ്ങനെ റീപ്രൊഡക്റ്റീവ്ലി നോർമൽ ആയിട്ടൊരു സൊസൈറ്റിയാണ് നമുക്ക് വേണ്ടത്. സോ അങ്ങനെ സൊസൈറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് WHO ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന്റെ എയിം എന്ന് വെച്ചാൽ, ഇപ്പം ഡെഫിനറ്റ്ലി ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഓർഗൻസ് എല്ലാം പെർഫെക്റ്റ് ആയിട്ടിരിക്കുക, ഫങ്ഷൻസ് എല്ലാം നോർമൽ എടുക്കുക. അതിന്റെ കൂടെ ഇമോഷണൽ, ബിഹേവിയറൽ, സോഷ്യൽ ആസ്പെക്ട്സും കൂടെ ഉണ്ട്. സോ അതൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നതാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന്റെ എയിം. India was among the first countries in the world to initiate action plans and programs at the national level to attain total reproductive health as a social goal. These programs are called family planning. They were initiated in 1951. So 1947 ഇൻഡിപെൻഡൻസ് കിട്ടിയ സമയത്ത് ഇന്ത്യയിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരുന്നു. ഫാമിലിയുടെ സൈസ് ഒക്കെ വളരെ വലുതായിരുന്നു. നമ്മുടെ കൺട്രി ആ സമയത്ത് ഫിനാൻഷ്യലി ഒന്നും അധികം ഡെവലപ്ഡും അല്ലായിരുന്നു. സോ ആ സമയത്ത് എന്നാൽ പോപ്പുലേഷൻ ഒരുപാട് ഉണ്ട്, മാത്രമല്ല റേറ്റ് ഓഫ് ഗ്രോത്തും ഭയങ്കര കൂടുതലാണ്. ആ സമയത്ത് പോപ്പുലേഷൻ കൂടുതലാന്ന് മാത്രമല്ല കൂടിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. സോ ആ ലിമിറ്റഡ് റിസോഴ്സ് വെച്ച് പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ത് ചെയ്തു, 1951 ഫാമിലി പ്ലാനിങ് പ്രോഗ്രാം ഇനീഷ്യേറ്റ് ചെയ്തു. സോ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആയിരുന്നു അതിന്റെ സോഷ്യൽ ഗോൾ. ഫാമിലി പ്ലാനിങ് പ്രോഗ്രാം ഇനീഷ്യേറ്റ് ചെയ്തു എന്ന് വെച്ചാൽ പോപ്പുലേഷൻ സൈസ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം. Improved programs covering wider reproduction-related areas are currently in operation under the program Reproductive and Child Healthcare (RCH) programs. ഇപ്പം നമുക്ക് പലപ്പോഴായിട്ട് കേൾക്കാൻ കിട്ടുന്ന ഒരു ടേമാണ് RCH, റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ. അപ്പോൾ ആദ്യം തുടങ്ങിയത് ഫാമിലി പ്ലാനിങ് പ്രോഗ്രാം ആയിരുന്നു. അത് 1951 അത് മെയിൻലി പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലായിരുന്നെങ്കിൽ ഗ്രാജുവലി അതിനകത്ത് പല ആസ്പെക്ട്സ് ഓഫ് റീപ്രൊഡക്ഷൻ കൊണ്ടുവന്നു. പോപ്പുലേഷൻ കൺട്രോൾ മാത്രമല്ല, ഹെൽത്തി ആയിട്ടുള്ള ഒരു കുട്ടിയെ ജനിക്കണം, അമ്മയ്ക്ക് ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കണം, STDs കൺട്രോൾ ചെയ്യണം, എയ്ഡ്സ് പോലത്തെ ഡിസീസ് കൺട്രോൾ ചെയ്യണം, പ്രീനേറ്റൽ, നേറ്റൽ, പോസ്റ്റ് നേറ്റൽ കെയർ എന്ന് പറയും. അതായത് പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പുള്ള കെയർ, പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തുള്ള കെയർ, ഡെലിവറിക്ക് ശേഷം അമ്മയ്ക്ക് കൊടുക്കുന്ന കെയർ, അതേപോലെ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ഇമ്പോർട്ടൻസ്, സെക്ഷൽ അബ്യൂസ്, സെക്സ് റിലേറ്റഡ് ക്രൈംസ് അതിനെയൊക്കെ കൺട്രോൾ ചെയ്യുക. അതേപോലെ തന്നെ കുട്ടികൾക്ക് അവയർനെസ് കൊടുക്കുക. അഡോളസെൻസ് എന്താണ്, അഡോളസെൻസ് എത്തുമ്പോൾ അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്താണ്, അങ്ങനെ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, റിസർച്ച് ആക്ടിവിറ്റീസ്, ഇതൊക്കെ പിന്നീട് ഇന്ത്യ കൊണ്ടുവന്നു. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ കൂടെ ഒരു എയിമായി ഈ ഫാമിലി പ്ലാനിങ്. അപ്പൊ അതിനെ ഫാമിലി പ്ലാനിങ് പ്രോഗ്രാം എന്ന് വിളിക്കാൻ പറ്റത്തില്ലോ, കുറെ കൂടുതൽ റീപ്രൊഡക്ഷൻ ഏരിയാസ് അതിനോട് ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിനെ റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസ് വിളിച്ചു. സോ ഇപ്പൊ ഈ പ്രോഗ്രാംസ് എല്ലാം അറിയപ്പെടുന്നത് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസ് എന്ന പേരിലാണ്. Birth control methods and contraceptives. Such an alarming growth rate could lead to an absolute scarcity of even basic requirements, that is food, shelter and clothing, in spite of significant progress made in those areas. Therefore, government was forced to take up serious measures to check this population growth rate. അപ്പം ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വലിയ പോപ്പുലേഷൻ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ മീറ്റ് ചെയ്യാനുള്ള റിസോഴ്സ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഇല്ല. ആൻഡ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ഭയങ്കര കൂടുതലായിരുന്നു. സോ അങ്ങനെ പോയി കഴിഞ്ഞാൽ പോപ്പുലേഷൻ കൂടി പോകും, നമുക്കുള്ള റിസോഴ്സസ് സഫീഷ്യന്റ് ആവാതെ വരുമെന്ന് കണ്ടിട്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് മനസ്സിലായി എന്തെങ്കിലും ബർത്ത് കൺട്രോൾ മെത്തേഡ്
തുടങ്ങിയേ പറ്റുള്ളൂ. ഫാമിലി പ്ലാനിങ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തേ പറ്റുള്ളൂ. സോ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ആദ്യം ചെയ്തത് എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി റേസിംഗ് ഓഫ് മാരേജബിൾ ഏജ് ഓഫ് ഫീമെയിൽ ടു 18 years and that of male to 21 years and incentives given to couples with small families are two of the other measures taken to tackle this problem. So ഒരു മെത്തേഡ് എന്തായിരുന്നു? ഫീമെയിൽസിന്റെ മാരേജബിൾ ഏജ് കമ്പൽസറിലി 18 ഇയേഴ്സ് കഴിയാതെ ഒരു പെൺകുട്ടിക്ക് വിവാഹം ചെയ്യാൻ കഴിയില്ല. അതുപോലെ മെയിൽസിന് 21 ഇയേഴ്സ് കഴിയാതെയും പറ്റില്ല. അങ്ങനെ മാരേജിന്റെ ഏജ് കൊണ്ടുവന്നു. അതിന്റെ ഒരു മെയിൻ പർപ്പസ് വെച്ചാൽ മുൻപ് ചൈൽഡ് മാരേജസ് ഒക്കെ നടക്കുമായിരുന്നു. പ്യൂബർട്ടി എത്തുമ്പോഴോ ചിലപ്പോൾ അതിന് മുമ്പും ഒക്കെ മാരേജസ് നടക്കുമായിരുന്നു. സോ അങ്ങനെ ഏർലി ഏജിൽ തന്നെ കൺസീവ് ചെയ്യും. അങ്ങനെയാകുമ്പോൾ പിന്നീട് അങ്ങോട്ട് ഒരുപാട് കുട്ടികളുണ്ടാവും, ഫാമിലി സൈസ് കൂടുന്നു. അതുപോലെ തന്നെ ബേസിക് എഡ്യൂക്കേഷൻ ഇല്ലാതെ ഒക്കെ കല്യാണം കഴിക്കേണ്ടി വരുമ്പോൾ അവർക്കും കൂടുതൽ അവയർനെസ് ഇല്ല ഫാമിലി പ്ലാനിങ്ങിനെ പറ്റിയൊന്നും. സോ അതുകൊണ്ടൊക്കെ ഫസ്റ്റ് ചെയ്ത കാര്യമാണ് മാരേജബിൾ ഏജ് കൂട്ടി എന്നുള്ളത്. സോ അതൊരു ബർത്ത് കൺട്രോൾ മെത്തേഡിൽ വരുന്ന ഒരു കാര്യമാണ്. രണ്ടാമത് ഇൻസെന്റീവ്സ് ഗിവൻ ടു കപ്പിൾസ് വിത്ത് സ്മോൾ ഫാമിലീസ്. അതായത് ഈ NCERT-ൽ തന്നെ എഴുതിയേക്കുന്നതാണ് ഒരുപാട് സ്ലോഗൻസ് ഒക്കെ, ഹംദോ ഹമാരേദോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സ്ലോഗൻസ് ഒക്കെ എല്ലായിടത്തും പ്രൊമോട്ട് ചെയ്തു. സോ ആളുകളെ ചെറിയ ഫാമിലി ഉണ്ടാകാൻ വേണ്ടി ഒരു പ്രൊമോഷൻ ക്യാമ്പയിനിങ് പോലെയൊക്കെ നടത്തി. അങ്ങനെ 2 കുട്ടികൾ മാത്രം ഉള്ളവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ കൊടുക്കുക, സ്കോളർഷിപ്പുകൾ കൊടുക്കുക, എവിടെയെങ്കിലുമൊക്കെ ഗവൺമെന്റ് കാര്യങ്ങൾക്ക് ഇളവ് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് അവരെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക. അപ്പൊ എല്ലാവരും അതിലേക്ക് വരുമല്ലോ, 2 കുട്ടികളിൽ എല്ലാവരും നിർത്തുമല്ലോ. സോ അങ്ങനെയൊക്കെയുള്ള പല പ്രൊമോഷൻ മെത്തേഡ്സും കൊടുക്കും. ഇതൊക്കെയാണ് ബർത്ത് കൺട്രോൾ മെത്തേഡ്സ്. അടുത്ത മെയിൻ ബർത്ത് കൺട്രോൾ മെത്തേഡ് എന്ന് പറയുന്നത് കോൺട്രാസെപ്റ്റീവ്സ് ആണ്. അതായത് പ്രഗ്നൻസിയെ പ്രിവെന്റ് ചെയ്യാനുള്ള മെത്തേഡ്സ്. കോയിറ്റസ് നടന്നാലും പ്രഗ്നൻസിയെ പ്രിവെന്റ് ചെയ്യാനുള്ള പല മെത്തേഡ്സ് കൊണ്ടുവന്നു. സോ അതിനെപ്പറ്റി നമ്മൾ നെക്സ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. An ideal contraceptive should be user-friendly, easily available, effective and reversible with no or least side effects. It also should in no way interfere with the sexual drive, desire or sexual act of the user. Contraceptive എന്താണ്? They are methods used to prevent conception, delivery അല്ലെങ്കിൽ pregnancy prevent ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കോൺട്രസെപ്റ്റീവ്സ്. An ideal contraceptive എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല കോൺട്രസെപ്റ്റിന്റെ ഫീച്ചേഴ്സ് ആണ്. ഇറ്റ് ഷുഡ് ബി യൂസർ ഫ്രണ്ട്ലി, ഉപയോഗിക്കുന്ന ആൾക്ക് ഈസിലി ഉപയോഗിക്കാൻ പറ്റണം. അല്ലെങ്കിൽ ആളുകൾ അത് വീണ്ടും വീണ്ടും യൂസ് ചെയ്യത്തില്ല. ആളുകൾക്ക് ഓൾറെഡി ഇത് ഉപയോഗിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം യൂസർ ഫ്രണ്ട്ലി കൂടെ അല്ലെങ്കിൽ ആൾ ഉപയോഗിക്കില്ല. ഈസിലി അവൈലബിൾ ആയിരിക്കണം. റൂറൽ ഏരിയയിലുള്ളവർക്കും സിറ്റീസിലുള്ളവർക്കും ഒക്കെ എളുപ്പം കിട്ടണം. അതുപോലെ തന്നെ ഇഫക്റ്റീവ് ആയിരിക്കണം. റിവേഴ്സിബിൾ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഒരു കപ്പിളിന് ടെമ്പററിലി കുട്ടി വേണ്ടെന്നായിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ കുട്ടി വേണ്ടായിരിക്കും, പിന്നീട് അവർക്ക് വേണം തോന്നുമ്പോൾ റിവേഴ്സിബിൾ ആയിരിക്കണം. അത് പെർമനന്റ്ലി അവരെ പെർമനന്റ് കോൺട്രസെപ്ഷൻ അച്ചീവ് ചെയ്യുന്നതല്ല, ടെമ്പററി ആയിരിക്കണം, റിവേഴ്സിബിൾ ആയിരിക്കണം, വിത്ത് ലീസ്റ്റ് ഓർ നോ സൈഡ് എഫക്ട്സ്. സൈഡ് എഫക്ട്സ് എപ്പോഴും മിനിമം ആയിരിക്കണം. ഏറ്റവും പ്രിഫർ ചെയ്യുന്നത് നോ സൈഡ് എഫക്ട്സ് ആണ്. പിന്നെ ഒരിക്കലും അവരുടെ സെക്ഷൽ ആക്ടിനകത്ത് അത് ഇൻവോൾവ് ആയ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവരുത്. പിന്നെ a wide range of contraceptive methods are presently available, which could be broadly grouped into following categories: natural or traditional, barrier, IUDs, oral contraceptives, injectables, implants and surgical methods. ഇതാണ് പല കാറ്റഗറീസ്. നാച്ചുറൽ മെത്തേഡ്സ് ഉണ്ട്, ബാരിയർ മെത്തേഡ്സ് ഉണ്ട്, IUD മീൻസ് ഇൻട്രായൂട്രൈൻ ഡിവൈസസ്, ഓറൽ കോൺട്രസെപ്റ്റീവ്സ് ഉണ്ട്, ഇൻജെക്റ്റബിൾസ്, ഇംപ്ലാന്റ്സ്, സർജിക്കൽ മെത്തേഡ്സ്. ഓരോന്ന് നോക്കാം. ആദ്യം നാച്ചുറൽ മെത്തേഡ്സ്. ഏത് IUDയെ പറ്റി പഠിക്കുമ്പോഴും നമ്മൾ ഫസ്റ്റ് അതിന്റെ പേര് കേട്ടിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം അത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്. അതായത് നാച്ചുറൽ ആണോ, ബാരിയർ ആണോ, IUD ആണോ എന്നൊക്കെ. രണ്ടാമത് അതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഏത് പ്രിൻസിപ്പിളിലൂടെയാണ് ഈ പെർട്ടിക്കുലർ മെത്തേഡ് കോൺട്രസെപ്ഷൻ തരുന്നത്. 3, അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറയാൻ പറ്റണം. 4, NCERT-ൽ ഡയഗ്രാം ഉണ്ടെങ്കിൽ ആ ഡയഗ്രാം കണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഈ 4ആണ് നമ്മുടെ മെയിൻ എയിം കോൺട്രസെപ്റ്റീവ്സ് മൊത്തം പഠിക്കുമ്പോൾ. സോ ഫസ്റ്റ് നാച്ചുറൽ മെത്തേഡ്സ്. നാച്ചുറൽ മെത്തേഡ്സിൽ വരുന്ന 3 എണ്ണമാണ് പീരിയോഡിക് ആബ്സ്റ്റിനൻസ്, വിഡ്രോവൽ ആൻഡ് withdrawal or coitus interruptus and lactational amenorrhea. Natural methods work on the principle of avoiding chances of ovum and sperms meeting. Ovum and sperm meet ചെയ്യാനുള്ള ചാൻസിനെ ഇല്ലാതാക്കുന്നു. അതാണ് നാച്ചുറൽ മെത്തേഡ്സിന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. ഇനി ഓരോന്നും നോക്കാം. പീരിയോഡിക് ആബ്സ്റ്റിനൻസ്. പീരിയോഡിക് ആബ്സിനൻസ്, പീരിയോഡിക് എന്ന് വെച്ചാൽ പീരിയോഡിക്കലി, ആബ്സിനൻസ് എന്ന് വെച്ചാൽ കോയിറ്റസ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ആബ്സിനൻസ്. സോ പീരിയോഡിക് ആബ്സിനൻസ് ഇസ് വൺ സച്ച് മെത്തേഡ് ഇൻ വിച്ച് couples avoid or abstain from coitus from day 10 to 17 of the menstrual cycle when ovulation could be expected. As chances of fertilization are very high during this period, it is called fertile period. Therefore, by abstaining from coitus during this period, conception could be prevented. സോ നമ്മൾ കഴിഞ്ഞ
ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തില്ലെങ്കിലും മെൻസ്ട്രൽ സൈക്കിളിനെ പറ്റി പറഞ്ഞു പോയായിരുന്നു. ആദ്യം മെൻസ്ട്രൽ ഫേസ് ആണ്, പിന്നെ പ്രോളിഫറേറ്റീവ് ഫേസ് ആണ്, പിന്നെ ഓവുലേഷൻ ആണ്, പിന്നെ സെക്രട്ടറി ഫേസ് ആണെന്ന് പറഞ്ഞു. സോ അറൌണ്ട് 14th ഡേ ഓഫ് ദ മെൻസ്ട്രൽ സൈക്കിളാണ് ഓവുലേഷൻ നടക്കുന്നത്. ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ 14th ഡേ എന്ന് പറയുന്നെങ്കിൽ എക്സാക്ട്ലി 14th ഡേ ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. നോർമൽ ഡ്യൂറേഷൻ ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ 28 ഡേയ്സ് എന്ന് പറഞ്ഞപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്തത് ആവറേജ് ആണ്. ചിലർക്ക് കൂടാം, ചിലർക്ക് കുറയാം. സോ എക്സാക്ട്ലി 14th ഡേ പറയാൻ പറ്റില്ല. 10th ഡേ കഴിഞ്ഞ് തന്നെ എപ്പോൾ വേണേലും ഓവുലേഷന് ചാൻസ് ഉണ്ട്. അതുപോലെ ഓവുലേഷൻ ആയിക്കഴിഞ്ഞാൽ ആ ഓവം 2 ഡേയ്സ് അത് വയബിൾ ആയിരിക്കും. അതായത് 2 ഡേയ്സോളം ഓവം അവിടെ ഫെർട്ടിലൈസിങ് കപ്പാസിറ്റിയോട് കൂടി ഓവിഡക്റ്റിൽ നിൽക്കും. അതിനുശേഷമേ ഉള്ളൂ റിഗ്രഷനും ബാക്കി മെൻസ്ട്രൽ ഫേസിലേക്ക് പോകുന്നതും ഒക്കെ. സോ സെക്രട്ടറി ഫേസിലേക്ക് പോകുന്നതൊക്കെ പിന്നീടാണ്. സോ 2 ഡേയ്സോളം ഓവം അവിടെ ഉണ്ട് താനും. സോ അങ്ങനെ നോക്കുമ്പോൾ 10 to 17 ഓഫ് 14th ഡേ ആണ് ഓവുലേഷൻ എന്ന് പറയുന്നെങ്കിലും 10 to 17 ഡേ ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ ആണ് ഏറ്റവും ഹൈ ചാൻസസ് ഓഫ് കൺസെപ്ഷൻ നടക്കുന്ന പീരീഡ്. സോ അതിനാണ് ഫെർട്ടൈൽ പീരീഡ് അല്ലെങ്കിൽ ഫെർട്ടൈൽ വിൻഡോ എന്ന് പറയുന്നത്. മൊത്തം ഒരു മെൻസ്ട്രൽ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചപ്പോൾ ഇൻസിസ്റ്റ് ചെയ്ത് പഠിച്ചൊരു സെന്റൻസ് ഉണ്ട്, സൈമൾട്ടേനിയസ്ലി ഓവമും സ്പേമും ഒരേ സമയം റീപ്രൊഡക്റ്റീവ് ട്രാക്കിൽ എത്തേണ്ട കാര്യമുണ്ട് ഫോർ ഫെർട്ടിലൈസേഷൻ ടു ഒക്കർ. നോട്ട് ഓൾ കോയിറ്റസ് റിസൾട്ട് ഇൻ പ്രഗ്നൻസി. നമ്മൾ പഠിച്ചു അല്ലെ, കോയിറ്റസ് ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് പ്രഗ്നൻസി ഉണ്ടാവണമെന്നില്ല. ബിക്കോസ് സൈമൾട്ടേനിയസ്ലി മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ് എത്തണം എവിടെ? ഓവിഡക്റ്റിൽ, അറ്റ് ദ സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ എത്തണം. എന്നാൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ. രണ്ടിന്റെയും പ്രസൻസ് അവിടെ വേണം. സോ സ്പേം ഉണ്ട് പക്ഷെ ഓവം ഇല്ല, അല്ലെങ്കിൽ ഓവം ഉണ്ട് പക്ഷെ സ്പേം ഇല്ല എന്ന് പറഞ്ഞിട്ട് നടക്കത്തില്ല. സോ ഇതേ പ്രിൻസിപ്പിളാണ് കോൺട്രസെപ്ഷനിൽ യൂസ് ചെയ്യുന്നത്. ഒരു ഗാമേറ്റ് ഉള്ള സമയത്ത് മറ്റ് ഗാമേറ്റിനെ എത്തിക്കാതിരിക്കുക. അതാണ് ഇവിടുത്തെയും കോൺട്രസെപ്ഷന്റെയും. അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കണമായിരുന്നു. സോ രണ്ടും സൈമൾട്ടേനിയസ്ലി എത്തണമെന്ന് പറഞ്ഞു. സോ പീരിയോഡിക് ആബ്സിനൻസിൽ ഡേ 10 to 17 ഓഫ് മെൻസ്ട്രൽ സൈക്കിളിൽ ഹൈ ചാൻസ് ഫോർ ഫെർട്ടിലൈസേഷൻ ആണ്. കാരണം ഓവുലേഷൻ നടക്കുന്നതും ആ ഓവം അവിടെ വയബിൾ ആയിട്ടിരിക്കുന്ന പീരീഡാണ്. സോ ആ പീരീഡിൽ നാച്ചുറലി കപ്പിൾസ് എന്ത് ചെയ്യും? അങ്ങ് കോയിറ്റസ് അവോയ്ഡ് ചെയ്യും. അതാണ് പീരിയോഡിക് ആബ്സിനൻസ്. സോ അങ്ങനെ പ്രഗ്നൻസിയെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. സോ ദ പ്രിൻസിപ്പിൾ ഇസ് അവോയ്ഡിങ് കോയിറ്റസ് ഡ്യൂറിംഗ് ഡേ 10 to 17 ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ വെൻ ഓവുലേഷൻ കുഡ് ബി എക്സ്പെക്ടഡ്. സോ ചാൻസ് ഓഫ് ഫെർട്ടിലൈസേഷൻ ഇസ് വെരി ഹൈ. അതിനെയാണ് ഫെർട്ടൈൽ പീരീഡ് എന്ന് പറയുന്നത്. Withdrawal or coitus interruptus is another method in which male partner withdraws his penis from vagina just before ejaculation so as to avoid insemination. So female reproductive tractലേക്ക് ഇജാക്കുലേറ്റ് ചെയ്യാതെ ഇരിക്കുന്ന മെത്തേഡാണ് വിഡ്രോവൽ ഓർ കോയിറ്റസ് ഇന്ററപ്റ്റസ്. അപ്പൊ അവിടെ ഇൻസെമിനേഷൻ പ്രിവെന്റ് ചെയ്യാണ്. സ്പേംസ് ആർ നോട്ട് റീച്ചിങ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ട്രാക്ട്. നെക്സ്റ്റ് ഇസ് ലാക്ടേഷണൽ അമനോറിയ. ലാക്ടേഷണൽ എന്ന് പറയുമ്പോൾ അമ്മ കുട്ടിക്ക് മിൽക്ക് കൊടുക്കുന്ന പീരീഡാണ് ലാക്ടേഷൻ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചായിരുന്നു ലാക്ടേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഡെലിവറി കഴിഞ്ഞ ശേഷം കുട്ടിക്ക് മിൽക്ക് കൊടുക്കുന്ന പീരീഡ് ലാക്ടേഷണൽ പീരീഡ്. അമനോറിയ എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് മെൻസ്ട്രേഷൻ ആണ്. പീരിയഡ്സ് ഒരു ലേഡിക്ക് ആബ്സെന്റ് ആയിരിക്കുക, പീരിയഡ് ബ്ലീഡിങ് ആബ്സെന്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ അമനോറിയ എന്ന് പറയുന്നത്. സോ ലാക്ടേഷണൽ അമനോറിയ method is based on the fact that ovulation and therefore the cycle do not occur during the period of intense lactation following parturition. Therefore, as long as the mother breastfeeds the child fully, chances of conception are almost nil. However, this method has been reported to be effective only up to a maximum period of 6 months following parturition. സോ ഡെലിവറിക്ക് ശേഷം ഒരമ്മ കുട്ടിക്ക് മിൽക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പീരീഡിനെയാണ് ലാക്ടേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ആ സമയത്തും പ്രോലാക്റ്റിൻ ഹോർമോൺ, മിൽക്ക് പ്രൊഡക്ഷൻ ഹോർമോൺ, അത് കൂടുതലായിരിക്കും. LH ഹോർമോൺ, ലൂട്ടിനൈസിങ് ഹോർമോണിന്റെ അളവ് കുറവായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഓവുലേഷൻ നടക്കുന്നുണ്ടാവില്ല അമ്മയുടെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ. ഓവുലേഷൻ നടക്കാത്തതുകൊണ്ട് തന്നെ മെൻസ്ട്രുവേഷനും നടക്കുന്നുണ്ടാവില്ല. സോ ഈ ഒരു സമയത്ത് അമനോറിയ ആയിരിക്കും ആ അമ്മ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അമ്മയ്ക്ക് പീരിയഡ്സിന്റെ സൈക്കിൾസിൽ മെൻസ്ട്രുവേഷൻ വരുന്നുണ്ടാവില്ല. സോ ആ ഒരു സമയത്ത് എന്തായാലും ഓവുലേഷൻ നടക്കുന്നില്ല, പീരിയഡ്സും വരുന്നില്ല. സോ ആ സമയത്ത് എന്ത് ചെയ്യും? ആ സമയത്ത് നാച്ചുറലി കപ്പിൾസിന് ഒരു കോൺട്രസെപ്ഷൻ കിട്ടുകയാണ്. സോ ആ സമയത്ത് കോയിറ്റസിൽ എൻഗേജ് ചെയ്താലും എന്തുണ്ടാവില്ല, അത് പ്രഗ്നൻസിയിലേക്ക് പോവില്ല. കാരണം അവിടെ ഓവുലേഷൻ നടക്കുന്നില്ല, പീരിയഡ്സും ഉണ്ടാവുന്നില്ല. സോ ഈ ഒരു ചാൻസിനെ ഉപയോഗപ്പെടുത്തുന്നതിനാണ് അതൊരു കോൺട്രസെപ്ഷൻ എടുക്കുന്നത്. സോ അതിനാണ് ലാക്ടേഷണൽ അമനോറിയ യൂസ്ഡ് ആസ് കോൺട്രസെപ്ഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു പീരീഡിൽ ഓവുലേഷൻ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കൊണ്ട് ആ സമയത്ത് നാച്ചുറലി ഒരു കോൺട്രസെപ്ഷൻ കിട്ടും. ചാൻസസ് ഓഫ് കൺസെപ്ഷൻ ആർ ഓൾമോസ്റ്റ് നിൽ. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് പ്രൊട്ടക്ഷനും ഫ്രം പ്രഗ്നൻസി ആ ഒരു ടൈമിൽ കിട്ടും. സോ ആ ടൈമിനെ നമ്മൾക്കൊരു കോൺട്രസെപ്റ്റീവ് ടൈം എടുത്തിട്ട് അങ്ങനെ അതിനെ ഉപയോഗിക്കുന്നതിനെയാണ് ലാക്ടേഷണൽ അമനോറിയ എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്,
ഇറ്റ് ഈസ് ഇഫക്റ്റീവ് അപ് ടു എ മാക്സിമം പീരീഡ് ഓഫ് 6 months ഓൺലി. 6 monthsന് ശേഷം ഒവുലേഷൻ റീഅക്കർ ചെയ്യാനും മെൻസ്ട്രേഷൻ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലെങ്കിലും ഈ മെത്തേഡിന്റെ ഇഫക്റ്റീവ്നെസ് 6 monthsന് ശേഷം കുറയുകയും ചെയ്യും. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. നാച്ചുറൽ മെത്തേഡ്സിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് പറയുമ്പോൾ, ആസ് നോ മെഡിസിൻസ് ഓർ ഡിവൈസസ് ആർ യൂസ്ഡ് ഇൻ ദീസ് മെത്തേഡ്സ്, സൈഡ് ഇഫക്ട്സ് ആർ ഓൾമോസ്റ്റ് നിൽ. ചാൻസസ് ഓഫ് ഫെയിലിയർ ദോ ഓഫ് ദിസ് മെത്തേഡ് ആർ ഹൈ. ഒരു മെഡിസിനോ എക്സ്റ്റേണൽ ആയിട്ടുള്ള ആപ്ലിക്കേഷനോ ഡിവൈസോ ഒന്നും ഉപയോഗിക്കാതെ നാച്ചുറൽ ആണ്. സോ അതുകൊണ്ട് തന്നെ സൈഡ് ഇഫക്റ്റ് ഒന്നുമില്ല. വേറൊരു ഡിഫിക്കൽട്ടി ഇല്ലാതെ കപ്പിൾസിന് സ്വയം പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം. പക്ഷെ ചാൻസ് ഓഫ് ഫെയിലിയർ എപ്പോഴും ഹൈ ആയിരിക്കും. കാരണം നമ്മൾ എക്സ്റ്റേണൽ ഡിവൈസോ മെഡിസിനോ ഒന്നും യൂസ് ചെയ്യില്ല, നമ്മൾ ചാൻസിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. സോ നാച്ചുറൽ പേര് കേട്ട് ഐഡന്റിഫൈ ചെയ്യണം. പീരിയഡിക് ആബ്സിനൻസ്, വിഡ്രോവൽ ഓർ കോയിറ്റസ് ഇന്ററപ്റ്റസ്, ലാക്ടേഷൻ, ലെമനോറിയ. മൂന്ന് നാച്ചുറൽ മെത്തേഡ്സ് ആണ്. Basic principle of natural method is avoiding chance of ovum and sperm meeting. The principle of periodic abstinence is from day 10 to 17 of menstrual cycle, avoiding coitus because it is a fertile period. Principle of coitus interruptus is male partner withdraws penis from vagina just before ejaculation to avoid insemination. Avoiding insemination, that is the principle. Principle of lactation amenorrhea, based on the fact that ovulation and the cycle do not occur during the period of intense lactation following parturition. And all natural methods in the advantage എന്ന് പറയുന്നത് no side effects and disadvantage എന്ന് പറയുന്നത് chance of failure are high. നെക്സ്റ്റ് ബാരിയർ മെത്തേഡ്. ബാരിയർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഒരു തട എന്നാണ്. സോ ബാരിയർ മെത്തേഡ്. ഇൻ ബാരിയർ മെത്തേഡ്സ് ovum and sperm are prevented from physically meeting with the help of barrier. So physically ovum and sperm ne meet ചെയ്യുന്ന prevent. അതാണ് basic principle of barrier methods. Physically preventing the ovum and sperm from meeting each other. It is available for both males and females. Usually barrier methods കേൾക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ പെട്ടെന്ന് കോണ്ടം ആണ് വരുന്നത്. കോണ്ടം ഫോർ മെയിലിനാണ് വരുന്നത്. സോ അല്ല, ബാരിയർ മെത്തേഡ്സ് ഫീമെയിൽസിന് അവൈലബിൾ ആണ്. സോ ഇറ്റ് ഇസ് അവൈലബിൾ ഫോർ ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് എന്ന് ഓർത്തിരിക്കുക. ഫസ്റ്റ് ബാരിയർ മെത്തേഡ്സിൽ ഫസ്റ്റ് പഠിക്കുന്നത് കോണ്ടമിനെ പറ്റിയാണ്. Condoms are barriers made of thin rubber or latex sheets that are used to cover the penis in male or vagina and cervix in female just before coitus, so that the ejaculated semen would not enter into the female reproductive tract. Made of rubber അല്ലെങ്കിൽ ലാറ്റക്സ് ആണ്. മെയിൽസിലാണെങ്കിൽ പീനിസിനെ കവർ ചെയ്യും, ഫീമെയിൽസിലാണെങ്കിൽ വെജൈന അല്ലെങ്കിൽ സെർവിക്സിനെ കവർ ചെയ്യും ജസ്റ്റ് ബിഫോർ കോയിറ്റസ്. സോ എന്ത് ചെയ്യും, ഇജാക്കുലേഷൻ നടന്നാലും സെമൻ വിൽ നോട്ട് എൻറ്റർ ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്. അതാണ് മെയിൻ പ്രിൻസിപ്പിൾ. നിരോധ് ഇസ് എ പോപ്പുലർ ബ്രാൻഡ് ഓഫ് കോണ്ടം ഫോർ ദ മെയിൽ. സോ ഇൻഡിപെൻഡൻസ് ഒക്കെ കഴിഞ്ഞ സമയത്താണ് നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യുകയും കോൺട്രസെപ്ഷനെ പറ്റിയുള്ള മെത്തേഡ്സ് കൊണ്ടുവരും ഫാമിലി പ്ലാനിങ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ ആ സമയത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫസ്റ്റ് ബ്രാൻഡ് ഓഫ് കോണ്ടം ആണ് നിരോധ്. സോ പേര് കേട്ട് കഴിഞ്ഞാൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നു. Advantages: use of condoms has increased in the recent years due to its additional benefit of providing the user of protecting the user from contracting STIs and AIDS. വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ബാക്കി എല്ലാ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സിനും കോൺട്രസെപ്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അതായത് പ്രഗ്നൻസിയെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുമെങ്കിലും കോണ്ടംസ് ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താ അത്? പ്രൊട്ടക്ടിങ് ദ യൂസർ ഫ്രം കോൺട്രാക്ടിങ് STIs ആൻഡ് AIDS. STI സ്റ്റാൻഡ്സ് ഫോർ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ. അതേപോലെ എയ്ഡ്സ് എന്താ? അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. നമ്മൾ രണ്ട് ഇതിനെപ്പറ്റിയും പിന്നെ ഡിസ്കസ് ചെയ്യും. പക്ഷെ അതിനെ ഇവിടെ പ്രിവെന്റ് ചെയ്യാൻ കോണ്ടം യൂസ് ചെയ്യുന്നുള്ള പോയിന്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു അഡ്വാൻറ്റേജ് ഉള്ള വേറെ ഒരു കോൺട്രസെപ്റ്റീവ് മെത്തേഡും ഇല്ല. ബാക്കി ഒരുപാട് കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് ഉണ്ടെങ്കിലും അതിനൊന്നും ഈ STI സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷനും എയ്ഡ്സും ഒന്നും പ്രിവെന്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിൽ എന്താ സംഭവിക്കുന്നത്? മെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലെ സെക്രീഷൻസും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലെ സെക്രീഷൻസും തമ്മിൽ മീറ്റ് ചെയ്യുന്നില്ല. ഓർഗൻസ് തമ്മിൽ ഫിസിക്കലി ഒരു കോൺടാക്റ്റിൽ വരുന്നില്ല, കാരണം അവിടെ ഒരു ബാരിയർ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ സെക്രീഷൻസ് കാരണം അതിലൂടെയാണല്ലോ സ്പ്രെഡ് ആവുന്നത്. ഡയറക്റ്റ് കോൺടാക്ട് വരുമ്പോഴാണ് STI സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവുന്നത്. സോ അങ്ങനെ ആ ഇൻഫെക്ഷൻസ് തടയാൻ പറ്റുന്നു ബിക്കോസ് ഓഫ് ദി യൂസ് ഓഫ് കോണ്ടംസ്. സോ അതാണ് മെയിൻ അഡ്വാൻറ്റേജ്. അതല്ലാതെ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ കോണ്ടംസ് ആർ ഡിസ്പോസിബിൾ, ക്യാൻ ബി സെൽഫ് ഇൻസർട്ടഡ് ആൻഡ് ദെയർബൈ ഗിവ് പ്രൈവസി ടു ദ യൂസർ. അത് മാത്രമല്ല ഈസിലി അവൈലബിൾ ആണ്, യൂസ് ചെയ്യാൻ ഈസിയാണ്. സോ അതുകൊണ്ട് തന്നെ അവർക്കൊരു ഡോക്ടർ, ഇനി നമ്മൾ പഠിക്കുന്ന മറ്റ് മെത്തേഡ്സ് ഒക്കെ ഡോക്ടറെ അടുത്ത് പോയി ഒരു മെഡിക്കൽ സൂപ്പർവിഷനിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ കോണ്ടംസിന്റെ ഒക്കെ ഒരു സ്പെഷ്യാലിറ്റി ആർക്കാണോ വേണ്ടത് അവർക്ക് സെൽഫ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ പ്രൈവസി കിട്ടും. അതും ഒരു ഐഡിയൽ കോൺട്രസെപ്റ്റീവിന്റെ ഒരു അഡ്വാൻറ്റേജസ് നമ്മൾ പഠിച്ച പോയിന്റ് ആണ്. സോ ബാരിയർ മെത്തേഡിനെ പറ്റി പറയുമ്പോൾ
പ്രിൻസിപ്പിൾ എന്താണ്? പ്രിവെന്റ് sperm and ovum from physically meeting by the use of barriers. കോണ്ടം എന്ന് കേൾക്കുമ്പോൾ അത് ബാരിയർ മെത്തേഡാണ് മനസ്സിലാക്കുക. ഇറ്റ് ഇസ് വോൺ to cover the penis in males and vagina and cervix in females. Nirodhu popular brand of condom for males and advantages in addition to contraception, it protects the user from contacting STIs and AIDS. Also, it gives privacy. It can be self-inserted and disposable. അടുത്തത് ഇമേജ് ഐഡന്റിഫൈ എന്നാണ്. ഇതാണ് കോണ്ടം ഫോർ മെയിൽ. NCERT ഇമേജ് ആണ്. അതേപോലെ ഫീമെയിൽ കോണ്ടം NCERT ഇമേജ് ആണ്. Next, diaphragm, cervical caps, and vaults are also barriers made of rubber that are inserted into the female reproductive tract to cover the cervix during coitus. ഇതൊക്കെ ഫീമെയിൽസ് ഉപയോഗിക്കുന്ന ബാരിയർ മെത്തേഡാണ്. ഡയഫ്രം, cervical cap, vaults. They prevent conception by blocking entry of sperms through the cervix. They are reusable. അവിടെയും സെയിം പ്രിൻസിപ്പിൾ ആണ്. cervix വരെ എത്തത്തുള്ളൂ, അതിനകത്തേക്ക് എത്തത്തില്ല, കാരണം അവിടെ ഒരു ബാരിയർ ഉണ്ട്. സോ അങ്ങനെ entry of sperms preventing. They are also reusable. സ്പെർമിസിഡൽ ക്രീം. സ്പെർമിസിഡൽ എന്ന് പറയുമ്പോൾ സ്പെർമിന്റെ മോട്ടിലിറ്റിയെ കുറയ്ക്കാൻ, സ്പെർമിന്റെ കപ്പാസിറ്റിയെ കുറയ്ക്കാൻ കഴിവുള്ള ക്രീംസ്, ജെല്ലീസ് ആൻഡ് ഫോംസ് ആർ യൂസ്ഡ് അലോങ് വിത്ത് ദ ബാരിയേഴ്സ് ടു ഇൻക്രീസ് ദ കോൺട്രസെപ്റ്റീവ് എഫിഷ്യൻസി. സോ അതിനെ സ്പെർംസിന്റെ എൻട്രിയെ പ്രിവെന്റ് ചെയ്യുകയും ചെയ്യും. മാത്രമല്ല സ്പെർംസുമായിട്ട് കോൺടാക്റ്റിൽ വരുമ്പോൾ, ഈ ക്രീമിന്റെ കോൺടാക്റ്റിൽ വരുമ്പോൾ എന്ത് പറ്റും? സ്പെർംസിന്റെ ഫെർട്ടിലൈസിങ് കപ്പാസിറ്റിയും മോട്ടിലിറ്റി എല്ലാം കുറയും. സോ അങ്ങനെയും സ്പെർംസ് ഇൻകേപ്പബിൾ ഓഫ് ഫെർട്ടിലൈസേഷൻ ആവും. സോ ഡയഫ്രം, cervical cap, vaults ഫീമെയിൽസ് യൂസ് ചെയ്യുന്ന ബാരിയർ മെത്തേഡാണെന്ന് മനസ്സിലാക്കുക. സെർവിക്സിലാണ് ഇടുന്നതെന്ന് മനസ്സിലാക്കുക. ദേ പ്രിവെന്റ് കോൺട്രസെപ്ഷൻ ബൈ ബ്ലോക്കിംഗ് എൻട്രി ഓഫ് സ്പെർംസ്. ഇതാണ് പ്രിൻസിപ്പിൾ. പിന്നെ സ്പെർമിസിഡൽ ക്രീംസ്, ഫോംസ്, ജെല്ലീസ് എപ്പോഴും ബാരിയർ മെത്തേഡ്സിന്റെ കൂടെ യൂസ് ചെയ്യുന്നതാണ് ടു ഇൻക്രീസ് കോൺട്രസെപ്റ്റീവ് എഫിഷ്യൻസി. കുറച്ചുകൂടെ എൻഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്പെർമിസൈഡൽ ആയിട്ടുള്ള ക്രീംസ്, ജെല്ലീസ് ആൻഡ് ഫോംസ്. നെക്സ്റ്റ്, ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്, IUDs. Another effective and popular method is the use of intrauterine devices or IUDs. These devices are inserted by doctors or expert nurses in the uterus through vagina. അതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ നേരത്തെ പഠിച്ചു, ചിലതൊക്കെ സെൽഫ് ഇൻസർട്ടഡ് ആണ്. ഒരു ഐഡിയൽ കോൺട്രസെപ്റ്റീവ് എപ്പോഴും പേഷ്യന്റ് സ്വയം ചെയ്യാൻ പറ്റുന്നതായിരിക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഒരു മെഡിക്കൽ സൂപ്പർവിഷനിൽ തന്നെ നടക്കണം. ഡോക്ടേഴ്സ് അല്ലെങ്കിൽ എക്സ്പേർട്ട് നഴ്സസ് ആണ്. അവര് വെജൈനയിലൂടെ യൂട്രസിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതാണ് ഇൻട്രായൂട്രൈൻ. അപ്പൊ യൂട്രസിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണ് ത്രൂ വെജൈന. These intrauterine devices are presently available as 3 categories. Non-medicated IUDs, example Lippis loop. Copper releasing IUDs, example Copper T, Copper 7, Multilode 375. Hormone releasing IUDs, Progestasert and LNG 20. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പേര് കേട്ട് ഏത് ടൈപ്പ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ലിപ്പിസ് ലൂപ്പ് എന്ന് കേൾക്കുമ്പോൾ ഇറ്റ് ഇസ് നോൺ മെഡിക്കേറ്റഡ് IUD. IUD ആണെന്ന് മനസ്സിലാവണം. ഇൻട്രയൂട്രൈൻ ഡിവൈസ് എന്ന് മനസ്സിലാവണം. അതിൽ തന്നെ നോൺ മെഡിക്കേറ്റഡിന്റെ കാറ്റഗറിയിലാണെന്ന് മനസ്സിലാക്കണം. നോൺ മെഡിക്കേറ്റഡ് എന്ന് വെച്ചാൽ അതൊരു ഡിവൈസ് മാത്രമാണ്, ഒരു ലൂപ്പ് പോലെ ഇരിക്കുന്ന ഡിവൈസ് ആണ്. എസ് ഷേപ്ഡ്, മൾട്ടിപ്പിൾ എസ് ഷേപ്ഡ്, ഒരു കേർവ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ലൂപ്പ് പോലത്തെ ഡിവൈസ് ആണ്. അത് വെജൈനയിലൂടെ യൂട്രസിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. അതിന്റെ ആക്ഷൻ കൊണ്ട്, ആ ഡിവൈസ് അവിടെ ഇരിക്കുന്നത് കൊണ്ട് മാത്രം സ്പെർംസിന്റെ ഫാഗോസൈറ്റോസിസ് കൂടുന്നത്. ഒരുപാട് സ്പെർംസ് അവിടെ എത്തുന്ന സ്പെർംസിനെ എല്ലാം തന്നെ ഒരുപാട് WBCs പ്രൊഡ്യൂസ് ആയിട്ട് യൂട്രൈൻ സെക്രീഷൻസിൽ ഒരുപാട് WBCസിന്റെ ക്വാണ്ടിറ്റി കൂടിയിട്ട് അതെല്ലാം ഈ സ്പെർംസിനെ എന്ത് ചെയ്യുന്നു? ഫാഗോസൈറ്റോസ് ചെയ്ത് അങ്ങ് കില്ല് ചെയ്യുന്നു. സോ അങ്ങനെ സ്പെർംസിന് എത്താൻ പറ്റുന്നില്ല, ഉള്ള സ്പെർംസ് എല്ലാം ഡിസ്ട്രോയിഡ് ആവുന്നു. അടുത്തത് കോപ്പർ റിലീസിങ് IUDs. കോപ്പർ ടി, Copper 7, Multilode 375. കോപ്പർ ടി, Copper 7 എന്ന് കേൾക്കുമ്പോൾ കോപ്പർ റിലീസിങ് IUD എന്ന് മനസ്സിലാവും. Multilode 375 അതുപോലെ കോപ്പർ റിലീസിങ് IUD ആണ്. സോ ഇവരെന്തെയും കോപ്പർ അയോൺസ് റിലീസ് ചെയ്യും. ഈ കോപ്പർ അയോൺസ് റിലീസ് ചെയ്യുന്നത് സ്പെർംസിന് ഭയങ്കരമായിട്ട് ഹാംഫുൾ ആണ്. അതായത് സ്പെർംസിന്റെ മോട്ടിലിറ്റി, അതായത് മൂവ്മെന്റിനെയും ഫെർട്ടിലൈസിങ് കപ്പാസിറ്റിയും കുറയ്ക്കും ഈ കോപ്പർ അയോൺസ്. സോ അങ്ങനെ സ്പെർംസ് എല്ലാം ഡിസ്ട്രോയിഡ് ആയിപ്പോൾ ഉള്ള സ്പെർംസിന് ഫെർട്ടിലൈസ് ചെയ്യാൻ പറ്റാതെ വരും. ഇനി ഹോർമോൺ റിലീസിങ് IUD, അതിന്റെ പേരാണ് പ്രൊജസ്റ്റസേർട്ട് LNG 20. LNG എന്ന് പറയുമ്പോൾ ലെവനോജസ്ട്രോൾ, അതാണ് അതിന്റെ ഫുൾ ഫോം. സോ LNG 20. ഇത് ഈ IUDs നമ്മൾ യൂട്രസിൽ ഇൻസേർട്ട് ചെയ്ത് അത് അവിടെ ഇരുന്നുകൊണ്ട് ഹോർമോൺസിനെ റിലീസ് ചെയ്യും. ആ ഹോർമോൺസിന്റെ ഇൻഫ്ലുവൻസിൽ എന്ത് പറ്റും? യൂട്രസ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ ആയിരിക്കും. അതായത് ഈ ഹോർമോൺസ് ഇങ്ങനെ കൂടി നിൽക്കുന്നതുകൊണ്ട് കാരണം തന്നെ ഒന്നാമത് സ്പെർംസിന്റെ ഫെർട്ടിലൈസേഷൻ കപ്പാസിറ്റി കുറയും, 2 ഫെർട്ടിലൈസേഷൻ നടന്നാലും ഇംപ്ലാന്റേഷൻ നടക്കത്തില്ല യൂട്രസിൽ. ആൻഡ് മേക്സ് ദ സെർവിക്സ് ഹോസ്റ്റൈൽ ടു സ്പെർംസ്. മാത്രമല്ല
സെർവൈക്കൽ മ്യൂക്കസ്, സെർവിക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നാച്ചുറൽ മ്യൂക്കസിന്റെ നേച്ചറിനെ അങ്ങ് മാറ്റും. ഒരു വേറെ നേച്ചറാവും ഈ ഹോർമോൺസിന്റെ ഇൻഫ്ലുവൻസിൽ. അത് കാരണം എന്ത് പറ്റും, സ്പേംസിന് ട്രാവൽ ചെയ്ത് അകത്തേക്ക് എത്താൻ പറ്റത്തില്ല. സോ ഇവരുടെ മെത്തേഡ് ഓഫ് ആക്ഷൻ എന്താണ്? IUDs ഇൻക്രീസ് ഫാഗോസൈറ്റോസിസ് ഓഫ് സ്പേംസ് വിത്തിൻ ദി യൂട്രസ്, സ്പേംസിനെ ഡിസ്ട്രക്ട് ചെയ്യും. The copper ions suppress sperm motility and fertilizing capacity of sperms. കോപ്പർ റിലീസിങ് IUDs കോപ്പർ അയോൺസ് റിലീസ് ചെയ്യും, അത് സ്പേംസിന്റെ മൂവ്മെന്റിനെയും ഫെർട്ടിലൈസേഷൻ കപ്പാസിറ്റിയും സപ്രസിങ്. Hormone releasing IUDs in addition make the uterus unsuitable for implantation and the cervix hostile to sperms. ആ ഹോർമോൺസിന്റെ ഇൻഫ്ലുവൻസിൽ യൂട്രസിൽ ഇംപ്ലാന്റേഷൻ നടക്കത്തില്ല. അതുപോലെ സെർവൈക്കൽ മ്യൂക്കസിന്റെ നേച്ചർ മാറും. സോ ദ സെർവിക്സ് ബിക്കംസ് ഹോസ്റ്റൈൽ ടു സ്പെംസ്. ആ സെർവിക്സ് കടന്നകത്തേക്ക് സ്പെംസിന് എത്താനും കഴിയില്ല. സോ പേര് പഠിച്ചു, ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചു, ആൻഡ് പ്രിൻസിപ്പിൾ പഠിച്ചു. ഇൻ അഡ്വാൻറ്റേജസ്, IUDs are ideal contraceptives for females who want to delay pregnancy or space children. It is one of the most widely accepted methods of contraception in India. മോസ്റ്റ് വൈഡ്ലി നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് കോപ്പറ്റി. അത് TV-യിൽ ആഡിലൂടെ ആയാലും അല്ലാതെ ആയാലും ഏറ്റവും കൂടുതൽ ഫീമെയിൽസ് എസ്പെഷ്യലി കുട്ടികളെ സ്പേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോൺട്രസെപ്റ്റീവ് ആണ് ഈ കോപ്പറ്റി എന്ന് പറയുന്നത്. സോ ഇൻട്രായൂട്രൈൻ ഡിവൈസ് ആണ് മോസ്റ്റ് വൈഡ്ലി അക്സെപ്റ്റഡ് മെത്തേഡ് ഓഫ് കോൺട്രസെപ്റ്റീവ്സ് ഇൻ ഇന്ത്യ. അതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണ്? ഇറ്റ് ഈസ് ഐഡിയൽ ഫോർ ഫീമെയിൽസ് ഹു വോണ്ട് ടു ഡിലേ പ്രഗ്നൻസി ഓർ സ്പേസ് ചിൽഡ്രൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കപ്പിളിന് വിവാഹശേഷം അവർക്ക് ഉടനെ കുട്ടികൾ വേണ്ട, അല്ലെങ്കിൽ ഒരു ഫീമെയിലിന് ഉടനെ കുട്ടികൾ വേണ്ടാൻ തീരുമാനിക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, അവർക്കൊരു IUD, എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ കോപ്പറ്റി, അത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് 5 ഇയേഴ്സത്തേക്ക് കോൺട്രസെപ്ഷൻ ഗ്യാരണ്ടി ആണ്. സോ അത്രയും നാളത്തേക്ക് അവർക്ക് എന്ത് ചെയ്യാം, പ്രഗ്നൻസി ഡിലേ ചെയ്യാം. അതിനിടയ്ക്ക് അവർക്ക് കുട്ടി വേണമെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ. സോ റിവേഴ്സിബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഒരു കുട്ടി ആയി കഴിഞ്ഞ ഒരു കപ്പിളിന് അല്ലെങ്കിൽ ഒരു മദറിന് ഉടനെ തന്നെ നെക്സ്റ്റ് കിഡ് വേണ്ട, സ്പേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അഗെയിൻ IUD ഇൻസേർട്ട് ചെയ്യാം. അതിനുശേഷം 2 വർഷമോ 3 വർഷമോ 4 വർഷമോ അത് കഴിഞ്ഞ് എപ്പോഴാണോ അവർക്ക് നെക്സ്റ്റ് പ്രഗ്നൻസി അവർ ഡിസൈർ ചെയ്യുന്നത് അപ്പോൾ ഡോക്ടറിന്റെ സഹായത്തോടു കൂടി, ഇൻസേർഷനും റിമൂവലും എല്ലാം ഡോക്ടറിന്റെ സഹായത്തോടു കൂടി മാത്രമേ പറ്റത്തുള്ളൂ. സോ അവർക്ക് വീണ്ടും ഹോസ്പിറ്റലിൽ പോയി ഈ IUD റിമൂവ് ചെയ്യാം. യൂഷ്വലി കോപ്പറ്റി ആണ് ഇൻസേർട്ട് ചെയ്യുന്നത്. സോ അത് അവർക്ക് റിമൂവ് ചെയ്യാം. സോ അത് കഴിയുമ്പോൾ വീണ്ടും അവർക്ക് പ്രഗ്നന്റ് ആവുകയും ചെയ്യാം. സോ അത്രയും പീരീഡിലേക്ക് contraception guaranteed ആണ്. So that is the advantage of this intrauterine device. They are ideal for females who want to delay pregnancy or space children. കാരണം once insert ചെയ്ത് കഴിഞ്ഞാൽ for long period of time, up to 5 years വരെയാണ് അത് കോൺട്രസെപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അത്രയും ലോങ് പീരീഡ് ഓഫ് ടൈം ഉള്ളതുകൊണ്ട് തന്നെ പ്രഗ്നൻസി ഡിലേ ചെയ്യാനും കുട്ടികളെ സ്പേസ് ചെയ്യാനും വളരെ ഹെൽപ്ഫുൾ ആണ്. നെക്സ്റ്റ് ഓറൽ കോൺട്രസെപ്റ്റീവ്സ്. അപ്പൊ പേരിന്ന് അറിയാം, ഓറലി എടുക്കുന്ന കോൺട്രസെപ്റ്റീവ്സ് ആണ്. യൂഷ്വലി പിൽസ് ആണത്. ഓറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സ്മോൾ ഡോസസ് ഓഫ് ഐദർ പ്രൊജസ്ട്രോജൻസ് ഓർ പ്രൊജസ്ട്രോജൻ ഈസ്ട്രജൻ കോമ്പിനേഷൻ ഇസ് അനദർ കോൺട്രസെപ്റ്റീവ് മെത്തേഡ് യൂസ്ഡ് ബൈ ഫീമെയിൽസ്. അപ്പൊ പിൽസ് എന്നാണ് യൂഷ്വലി നമ്മൾ അതിനെ പറയാം. എന്താണ് അതിനകത്തെ കോണ്ടന്റ്? അതിനകത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് പ്രൊജസ്ട്രോൺ ഓർ പ്രൊജസ്ട്രോൺ ഈസ്ട്രജൻ കോമ്പിനേഷൻ, ഹോർമോൺസിന്റെ കോമ്പിനേഷൻ. പ്രൊജസ്ട്രോജൻ മാത്രമോ അല്ലെങ്കിൽ പ്രൊജസ്ട്രോജൻ ഈസ്ട്രജൻ കോമ്പിനേഷൻ ആണ്. They are used in the form of tablets, hence popularly called as pills. Pills have to be taken daily for a period of 21 days, starting preferably with the first 5 days of menstrual cycle. After a gap of 7 days during which menstruation occurs, it has to be repeated in the same pattern till the female desires to prevent conception. അപ്പോൾ കോമൺലി പിൽസ് എടുക്കുന്ന ഒരു മെത്തേഡാണ് NCERT പറയുന്നത്. അതായത് ഡെയിലി പിൽസ് എടുക്കുക ഫോർ 21 days. അത് കഴിഞ്ഞ് പീരിയഡ്സ് വരുന്ന സമയത്ത്, അതായത് മെൻസ്ട്രൽ ഫ്ലോ വരുന്ന സമയത്ത് അതിനെ സ്റ്റോപ്പ് ചെയ്യുക. 7 days കഴിക്കാതിരിക്കുക. അഗെയിൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക. സോ അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ലേഡി കോയിറ്റസിൽ എൻഗേജ്ഡ് ആയാലും പ്രഗ്നന്റ് ആവില്ല. സോ അങ്ങനെ കൺസെപ്ഷൻ പ്രിവെന്റ് ചെയ്യാം, പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യാം എന്ന് പറയുന്നത്. സോ ഇതല്ലാതെ പല മെത്തേഡ്സ് ഓഫ് പിൽസ് ഉണ്ട്. ഇപ്പൊ ഈ ഒരു NCERT ഈ ഒരു ഡിസ്ക്രിപ്ഷൻ പറയുന്നുള്ള, അല്ലാതെ ഡെയിലി കഴിക്കാതെ തന്നെ ഉള്ള മറ്റ് ടൈപ്പ് ഓഫ് പിൽസും അവൈലബിൾ ആണ്. They inhibit ovulation and implantation as well as alter the quality of cervical mucus to prevent or retard the entry of sperms. Again, principle ആണ് പറയുന്നത്, ഇമ്പോർട്ടന്റ് ആണ്. They inhibit ovulation. ഈ പിൽസ് എന്തെയും ഓവുലേഷനെ ഇൻഹിബിറ്റ് ചെയ്യും. ആൻഡ് ഇംപ്ലാന്റേഷൻ, അതുപോലെ തന്നെ ഇംപ്ലാന്റേഷനെ പ്രിവെന്റ് ചെയ്യും. സോ ഓവുലേഷനെ ഇൻഹിബിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ സ്പേംസ് എൻ്റർ ചെയ്താലും ഓവത്തിന്റെ പ്രസൻസ് ഉണ്ടാവില്ല. സോ അങ്ങനെ പ്രഗ്നൻസി ഉണ്ടാവില്ല. അതുപോലെ ഇംപ്ലാന്റേഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്ന പറയുമ്പോൾ എന്തെങ്കിലും കാര്യം കൊണ്ട് ഫെർട്ടിലൈസേഷൻ നടന്നാലും ആ സൈഗോട്ട് ഇംപ്ലാന്റഡ് ആവത്തില്ല യുട്രൈൻ വാളിൽ. സോ അങ്ങനെ പ്രഗ്നൻസി ഉണ്ടാവത്തില്ല.
as well as alter the quality of cervical mucus to prevent or retard the entry of sperms. മാത്രമല്ല സെർവിക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നാച്ചുറൽ മ്യൂക്കസിന്റെ നേച്ചറിനെ ഇത് മാറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനത്തെ മ്യൂക്കസിലൂടെ ട്രാവൽ ചെയ്ത് സ്പേംസിനകത്തേക്ക് എൻറ്റർ ചെയ്യാൻ പറ്റത്തില്ല. സോ അങ്ങനെയും സ്പേംസിന്റെ എൻട്രിയെ ബ്ലോക്ക് ചെയ്യും, കൂടാതെ ഓവുലേഷനെയും ഇംപ്ലാന്റേഷനെയും പ്രിവെന്റ് ചെയ്യുകയും ചെയ്യും. Advantages of pills. Pills are effective with lesser side effects and are well accepted by the females. സോ സൈഡ് എഫക്ട്സ് കുറവാണ് പിൽസിന്, അതുകൊണ്ട് തന്നെ ഫീമെയിൽസ് വളരെ പോപ്പുലറായിട്ട് അക്സെപ്റ്റ് ചെയ്തെടുക്കാൻ. സോ പിൽസ് ഫീമെയിൽസിനാണുള്ളത്, അത് ഫീമെയിൽസിന്റെ ഇടയിൽ വൈഡ്ലി അക്സെപ്റ്റഡ് ആണെന്ന് പറയുന്നു. Next, Saheli, the new oral contraceptive for the females, contains a non-steroidal preparation. It is a once-a-week pill with very few side effects and high contraceptive value. Saheli എന്ന് പറയുന്ന ഒരു ഓറൽ കോൺട്രസെപ്റ്റീവ് പില്ലാണ്. സോ നേരത്തെ നിരോധ ഒരു ബ്രാൻഡ് നെയിം പഠിച്ച പോലെ തന്നെ സഹേലി ഒരു ഓറൽ കോൺട്രസെപ്റ്റീവ് പില്ലാണ്. വൺസ് എ വീക്ക് പില്ലാണ്, വീക്ക്ലി വൺസ് ആണ് അത് കഴിക്കേണ്ട ഫ്രീക്വൻസി. വളരെ ഹൈ കോൺട്രസെപ്റ്റീവ് വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പില്ലാണ്. Also, it was developed by scientists at the Central Drug Research Institute, CDRI, Lucknow. Saheli, new oral contraceptive for females, was developed by scientists at Central Drug Research Institute in Lucknow. So, അത് NCERT-യിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ് ആണ്. സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ലക്നോയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് റിസർച്ച് ചെയ്ത് ഈ ഒരു ഓറൽ കോൺട്രസെപ്റ്റീവ് കണ്ടുപിടിച്ചു. സോ ഇന്ത്യയിൽ തന്നെ കണ്ടുപിടിച്ച് നമ്മുടെ പോപ്പുലേഷനിൽ ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ഒരു കോൺട്രസെപ്റ്റീവ് പില്ലാണ് സഹേലി. വൺസ് എ വീക്ക് ഓറൽ കോൺട്രസെപ്റ്റീവ് പില്ലാണ്. നോൺ സ്റ്റെറോയിഡിലാണ്, അതിനകത്ത് കോണ്ടൻസ് സ്റ്റെറോയിഡ്സ് ഒന്നും ഇല്ല, പിന്നെ ഹൈ കോൺട്രസെപ്റ്റീവ് വാല്യൂ തരുന്ന ഒരു പില്ലാണ്. സോ ഓറൽ കോൺട്രസെപ്റ്റീവ്സ് പില്ലെന്ന് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ സഹേലി എന്നുള്ള പേര് കേൾക്കുമ്പോഴോ ഓറൽ കോൺട്രസെപ്റ്റീവ് എന്ന് മനസ്സിലാക്കുക. പ്രൊജസ്റ്റോജൻസ് അല്ലെങ്കിൽ പ്രൊജസ്റ്റോൺ ഈസ്ട്രോജൻ കോമ്പിനേഷൻ ആണ്. മെത്തേഡ് അല്ലെങ്കിൽ മെക്കാനിസം എന്ന് പറയുന്നത് ഇൻഹിബിറ്റ് ഓവുലേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ, ഓൾട്ടർ ദ ക്വാളിറ്റി ഓഫ് സെർവൈക്കൽ മ്യൂക്കസ് ടു പ്രിവെന്റ് എൻട്രി ഓഫ് സ്പെംസ്. അഡ്വാൻറ്റേജസ്, പിൽസ് എപ്പോഴും സൈഡ് എഫക്ട്സ് കുറവാണ് ആൻഡ് വെരി ഇഫക്റ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ ഫീമെയിൽസിന്റെ ഇടയിൽ വളരെ പോപ്പുലർ ആണ്. നെക്സ്റ്റ്, ഇംപ്ലാന്റ്സ്. Progestogens alone or in combination with estrogen can also be used by females as injections or implants under the skin. ഈ പ്രൊജസ്ട്രോൺ ഈസ്ട്രോജൻ കോമ്പിനേഷനെ പിൽസ് ആയിട്ട് കഴിക്കുന്നത് നേരത്തെ പഠിച്ചു. അതുപോലെ തന്നെ ഇത് ഇഞ്ചക്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ സ്കിന്നിനടിയിൽ ഒട്ടിക്കുന്ന പാച്ച്, അതായത് ഇംപ്ലാന്റ് ആയിട്ടോ ഉപയോഗിക്കാം. സോ അതാണ് മെയിൻ കോണ്ടന്റ്, അതായത് സെയിം അവിടുത്തെ കണ്ടന്റ് തന്നെയാണ് പ്രൊജസ്ട്രോൺസ് അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ഈസ്ട്രോജൻ കോമ്പിനേഷൻ. The mode of action is similar to that of pills and effective periods are much longer. ഇത് കുറച്ചുകൂടെ പിൽസ് തരുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ടൈം കോൺട്രസെപ്ഷൻ തരാൻ ഇംപ്ലാന്റ്സിന് പറ്റും. Administration of progesterone or progesterone combination or IUDs within 72 hours of coitus have been found to be very effective as emergency contraceptives, as they could be used to avoid possible pregnancy due to rape or casual unprotected intercourse. ആ പോയിന്റ് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ഇംപ്ലാന്റ്സ് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. ഇംപ്ലാന്റ്സിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് പ്രൊജസ്ട്രോജൻ അല്ലെങ്കിൽ അലോൺ അല്ലെങ്കിൽ പ്രൊജസ്ട്രോജൻ ഈസ്ട്രോജൻ കോമ്പിനേഷൻ ആണ്. അത് പിൽസിന്റെ സെയിം മോഡ് ഓഫ് ആക്ഷൻ, പക്ഷെ കുറച്ചുകൂടെ പീരീഡ് ഓഫ് ടൈം അത് എന്ത് തരും, കോൺട്രസെപ്ഷൻ ആക്ഷൻ തരും എന്നുള്ളതാണ് അതിന്റെ പോയിന്റ്. അഗൈൻ അത് യൂസ് ചെയ്യുന്ന ആരാണ്, ഫീമെയിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ്, ഇഞ്ചക്ഷൻ ആയിട്ട്, ഇംപ്ലാന്റ് അണ്ടർ സ്കിൻ ആയിട്ട് യൂസ് ചെയ്യും. ഇതാണ് ഇംപ്ലാന്റിന്റെ NCERT ഡയഗ്രം, അത് കണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സെയിം മെത്തേഡ് ഓഫ് ആക്ഷൻ ആണ് പിൽസിന്റെ, അതായത് ദേ പ്രിവെന്റ് ഓവുലേഷൻ, പ്രിവെന്റ് ഇംപ്ലാന്റേഷൻ, ഓൾസോ ഓൾട്ടർ ദ ക്വാളിറ്റി ഓഫ് സെർവൈക്കൽ മ്യൂക്കസ് ടു പ്രിവെന്റ് ദ എൻട്രി ഓഫ് സ്പെംസ്. ഓക്കെ, സോ ഇംപ്ലാന്റ്സും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത്രയും പറഞ്ഞതിന് ശേഷം NCERT പറയുന്ന ഒരു പോയിന്റ് ആണ്, ഈ പ്രൊജസ്ട്രോജൻ അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ഈസ്ട്രോജൻ കോമ്പിനേഷൻസ് വിത്തിൻ 72 hours ഓഫ് കോയിറ്റസ് കഴിച്ചാലും എന്ത് തരും, കോൺട്രസെപ്ഷൻ തരും. സോ നമ്മൾ പഠിക്കുന്ന എല്ലാ കോൺട്രസെപ്ഷൻ മെത്തേഡും എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, കോയിറ്റസിന് മുൻപേ യൂസ് ചെയ്യണം. എന്നാലേ കോയിറ്റസ് നടക്കുന്ന സമയത്ത് അത് സ്പേംസിന്റെ ഓവത്തിനെ മീറ്റ് ചെയ്യുന്നതിനെ പ്രിവെന്റ് ചെയ്തിട്ട് പ്രഗ്നൻസിയെ പ്രിവെന്റ് ചെയ്യത്തുള്ളൂ. പക്ഷേ ഈ പ്രൊജസ്ട്രോജൻ അല്ലെങ്കിൽ പ്രൊജസ്ട്രോജൻ ഈസ്ട്രോജൻ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ പിൽസ് അല്ലെങ്കിൽ ഇംപ്ലാന്റ്സ് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ, പിൽസ് അല്ലെങ്കിൽ ഇംപ്ലാന്റ്സ് എന്ത് ചെയ്യാൻ പറ്റും, അതിന് 72 hours ആഫ്റ്റർ കോയിറ്റസ് വരെയും കോൺട്രസെപ്റ്റീവ് ആക്ഷൻ തരാൻ പറ്റും. ഐപിലിന്റെ ഒക്കെ അഡ്വർടൈസ്മെന്റ് ഒക്കെ കണ്ടല്ലോ, അതിനകത്ത് എമർജൻസി കോൺട്രസെപ്റ്റീവ് എന്നൊരു വാക്ക് പറയുന്നുണ്ട്. സോ അതിനാണ് നമ്മൾ എമർജൻസി കോൺട്രസെപ്റ്റീവ് എന്ന് പറഞ്ഞത്. അതായത് ബാക്കി എല്ലാ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സും കൺസെപ്ഷന് മുൻപേ തന്നെ ചെയ്യേണ്ടതാണെങ്കിൽ ഈ എമർജൻസി കോൺട്രസെപ്റ്റീവ്സ് എന്ന് പറയുന്നത് ബാക്കി എല്ലാ കോൺട്രസെപ്റ്റീവ്സും കോയിറ്റസിന് മുൻപ് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട അല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ടതാണെങ്കിൽ എമർജൻസി കോൺട്രസെപ്റ്റീവ്സ് എന്ന് പറയുമ്പോൾ കോയിറ്റസ് കഴിഞ്ഞ് 72 hours കഴിഞ്ഞും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഏതിനൊക്കെ ആ ആക്ഷൻ ഉള്ളൂ,
ഫോർ എക്സാമ്പിൾ ബാരിയർ മെത്തേഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബാരിയർ മെത്തേഡ് എപ്പോഴെങ്കിലും കോയിറ്റസ് കഴിഞ്ഞ് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. സോ ആ ആക്ഷൻ തരുന്നത് രണ്ട് പേരാണ്, ഒന്ന് ഇംപ്ലാന്റ്സ്, മറ്റത് പിൽ, അതായത് പ്രൊജസ്റ്ററോൺ ഈസ്ട്രജൻ കോമ്പിനേഷൻസ് വിത്തിൻ 72 hours ഓഫ് കോയിറ്റസ് യൂസ് ചെയ്താലും ഇഫക്റ്റീവ് ആണ്. സോ അതിനാണ് നമ്മൾ എമർജൻസി കോൺട്രസെപ്റ്റീവ് എന്ന് പറയുന്നത്. ദേ കുഡ് ബി യൂസ് ടു അവോയ്ഡ് പോസിബിൾ പ്രഗ്നൻസി ഡ്യൂ ടു റേപ്പ് ഓർ കാഷ്വൽ അൺപ്രൊട്ടക്റ്റഡ് ഇന്റർകോഴ്സ്. സോ കാഷ്വലി ഒരു അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു കോയിറ്റസ് നടന്നു, അതിനുശേഷമാണ് പ്രഗ്നൻസി വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. സോ അപ്പോൾ വിത്തിൻ 72 hours ഓഫ് കോയിറ്റസ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ അത് കോൺട്രസെപ്ഷൻ പ്രൊവൈഡ് ചെയ്യും. പില്ല് കഴിക്കുക അല്ലെങ്കിൽ ഇംപ്ലാന്റ് യൂസ് ചെയ്യുകയോ ചെയ്യാം. അതേപോലെ റേപ്പ് സംഭവിച്ചു, അവിടെയും ചാൻസ് ഓഫ് പ്രഗ്നൻസി ഉണ്ട്. സോ അവിടെയും കോയിറ്റസിന് മുൻപ് പ്രിവെൻഷൻ യൂസ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് അത്. സോ അവിടെയും വിത്തിൻ 72 hours IPL പോലത്തെ പിൽസ് എടുക്കുക. അതേപോലെ തന്നെ ഇംപ്ലാന്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കോൺട്രസെപ്ഷൻ തരാൻ പറ്റുന്നതാണ് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെറിലൈസേഷൻ. സോ നമ്മൾ നേരത്തെ പറഞ്ഞ ഇംപ്ലാന്റ്സിന്റെ ഒക്കെ അഡ്വാൻറ്റേജ് പറയുമ്പോൾ ഈ ഒരു പോയിന്റും കൂടെ പറയാം, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് പറയുമ്പോൾ അല്ലെ. ആക്ഷൻ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ലോങ്ങർ ആണ്, അതേപോലെ സൈഡ് എഫക്ട്സ് കുറവാണ്, ആൻഡ് ഓൾസോ ദേ ആക്ട് ആസ് എമർജൻസി കോൺട്രസെപ്റ്റീവ്സ് എന്നും കൂടെ പറയാം അഡ്വാൻറ്റേജസ്. നെക്സ്റ്റ് സ്റ്റെറിലൈസേഷൻ. Surgical methods, also called sterilization, are generally advised for male or female partner as a terminal method to prevent any more pregnancy. So, terminal method, terminal എന്ന് പറയുന്നത് ഫൈനൽ ആണ് അല്ലെ, ടു പ്രിവെന്റ് എനി മോർ പ്രഗ്നൻസി. സോ പെർമനന്റ് മെത്തേഡ് ഓഫ് കോൺട്രസെപ്ഷൻ ആണ്. അതുകൊണ്ട് ഫർദർ പ്രഗ്നൻസീസ് നമുക്ക് കംപ്ലീറ്റ്ലി പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം പിന്നെ മറ്റ് കോൺട്രസെപ്റ്റീവ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുവരെ നമ്മൾ പഠിച്ച എല്ലാത്തിനും ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈം ഉണ്ട്. ഇപ്പൊ IUD ആണെങ്കിൽ ഒരു മാക്സിമം 3 to 5 years ഉണ്ട്. പിൽസ് ആണെങ്കിലും അത് വൺസ് ഇൻ എ വീക്ക് അല്ലെങ്കിൽ ഡെയിലി ഡ്യൂറേഷനിൽ കഴിക്കണം. ഇംപ്ലാന്റ്സിനാണെങ്കിലും ഒരു ഡ്യൂറേഷൻ ഉണ്ട്. ബാരിയർ മെത്തേഡ്സ് ഓരോ സമയം യൂസ് ചെയ്യണം, നാച്ചുറൽ മെത്തേഡ്സ് എപ്പോഴും യൂസ് ചെയ്യണം. സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, വൺസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കോൺട്രസെപ്റ്റീവ് മെത്തേഡും വേണ്ട. സോ അതിനെ ഒരു ടെർമിനൽ മെത്തേഡ് ഓഫ് കോൺട്രസെപ്ഷൻ എന്നാണ് പറയുന്നത്. സർജിക്കൽ ഇന്റർവെൻഷൻ ബ്ലോക്സ് ഗാമീറ്റ് ട്രാൻസ്പോർട്ട് ആൻഡ് ദെയർബൈ പ്രിവെന്റ് കോൺസെപ്ഷൻ. സർജിക്കൽ പ്രൊസീജിയർ ആണ്. സോ അഗെയിൻ നമ്മൾ മനസ്സിലാക്കണം, മെഡിക്കൽ സൂപ്പർവിഷനിൽ മാത്രം ചെയ്യുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ്. ഇറ്റ് ബ്ലോക്സ് ഗാമീറ്റ് ട്രാൻസ്പോർട്ട്. ഗാമീറ്റ്സിന്റെ പ്രിൻസിപ്പിൾ ആണ് പറയുന്നത്, ഗാമീറ്റിന്റെ ട്രാൻസ്പോർട്ടിനെ, അതായത് മെയിൽ ഗാമീറ്റ് വാസ് ഡിഫറൻസ് വഴി യൂറിത്രയിലെത്തി അങ്ങനെയാണല്ലോ എജാക്കുലേഷൻ നടക്കുക. അതുപോലെ ഫീമെയിൽ ഗാമീറ്റ് ഓവറിയിൽ നിന്ന് ഓവിഡക്റ്റ് വഴിയാണ് എത്തുന്നത് പുറത്തേക്ക്. സോ ഈ രണ്ട് ട്രാൻസ്പോർട്ടിനെയും പ്രിവെന്റ് ചെയ്യുന്നതാണ് ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റെറിലൈസേഷൻ. Sterilization procedure in the male is called vasectomy and the female it is called tubectomy. In vasectomy, small part of the vas deferens is removed or tied up through small incision on the scrotum, whereas in tubectomy, a small part of the fallopian tube is removed or tied up through small incision in the abdomen or through vagina. So, males വാസ് ഡിഫറൻസിനെയാണ് കട്ട് ചെയ്ത്. സോ വാസ് ഡിഫറൻസിനെ കട്ട് ചെയ്യുന്നത് വാസക്ടമി എന്ന് പറയുന്നു. ഫീമെയിൽസിൽ ഓവിഡക്ട് അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബിനെയാണ് കട്ട് ചെയ്യുന്നത്. സോ ട്യൂബ്, ഫെലോപ്പിയൻ ട്യൂബിനെ കട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ട്യൂബെക്ടമി എന്ന് പറയുന്നു. Advantages and disadvantages. These techniques are highly effective, but their reversibility is very poor. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഹൈലി ഇഫക്റ്റീവ് ആണ്. മോസ്റ്റ് ഓഫ് ദ കപ്പിൾസ് അവർ ഡിസൈർ ചെയ്യുന്ന നമ്പർ ഓഫ് ചിൽഡ്രൻ ആയി കഴിയുമ്പോൾ പെർമനന്റ് സ്റ്റെറിലൈസേഷന് ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഹൈലി ഇഫക്റ്റീവ് ആണ്. അത് കഴിഞ്ഞ് ചാൻസ് ഓഫ് കൺസെപ്ഷൻ ഓൾമോസ്റ്റ് നില്ലാണ്. അതായത് വെരി 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 റെയർ ആയിട്ട് അതിന് ഫെയിലിയർ ഉണ്ടാവുള്ളൂ, അത്രയും ഇഫക്റ്റീവ് ആണ്. പക്ഷെ റിവേഴ്സിബിലിറ്റി ഈസ് വെരി പുവർ. എന്തെങ്കിലും കാര്യം കൊണ്ട് ആ കപ്പിളിന് ഇനി ഒരു കുട്ടി വേണം എന്ന് താല്പര്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഇപ്പൊ കുട്ടി മരിച്ചു, ആ കുട്ടികൾ രണ്ടും മരിച്ചു, അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ റിവേഴ്സിബിലിറ്റി വെരി പുവർ. കാരണം സർജിക്കലി നമ്മൾ പെർമനന്റ്ലി കട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ പിന്നെ അതിന്റെ റിവേഴ്സിബിലിറ്റി, റീകൺസ്ട്രക്ഷൻ ഒക്കെ വളരെ ഡിഫിക്കൽട്ടാണ്. ഡയഗ്രാം ഉണ്ട്, NCERT ഡയഗ്രാം ആണ്, അത് വെച്ച് ഐഡന്റിഫൈ ചെയ്യാം. മെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് നമുക്കറിയാം, ടെസ്റ്റിസിൽ പ്രൊഡ്യൂസ് ആയ സ്പെർം വാസ് ഡിഫറൻസ് വഴി യൂറത്തിലേക്ക് എത്തി ഇങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നത്. സോ ഇവിടെ വെച്ച് വാസ് ഡിഫറൻസ് ഞങ്ങൾ കട്ട് ചെയ്യും. രണ്ട് സൈഡിലും കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്ത എൻഡ്സിനെ അങ്ങ് കെട്ടിവെച്ചു. സോ എന്ത് പറ്റി, ഇവിടെ ആ ഒരു കോണ്ടാക്ട് ഇല്ല, അതായത് ഈ ഒരു ട്രാക്ട് ഇല്ല, ഈ ഒരു പാത്ത് വേയിൽ ഒരു കോണ്ടാക്ട് അല്ലെങ്കിൽ കണക്ഷൻ ഇല്ല. സോ അവിടെ ആ വഴി ബ്ലോക്കായി, അതാണ് ട്രാൻസ്പോർട്ട് ഓഫ് സ്പേംസിനെ ബ്ലോക്ക് ചെയ്തു. സോ ഇനി മുതൽ ബാക്കി എല്ലാ ഗ്ലാൻസിന്റെയും സെക്രീഷൻസ് എവിടേക്ക് വരും, യൂറിത്രയിലേക്ക് വരും. അതായത് സെമൻ പ്രൊഡ്യൂസ് ആവും, പക്ഷെ സെമൻ വിത്തൗട്ട് സ്പേംസ് ആയിരിക്കും, കാരണം സ്പേമിന്റെ ട്രാൻസ്പോർട്ടിനെ ഇവിടെ വെച്ച് ബ്ലോക്ക് ചെയ്തു. ഇതുപോലെ രണ്ട് സൈഡിലും ചെയ്യണം, രണ്ട് വാസ് ഡിഫറൻസും ടൈഡ് ആൻഡ് കട്ട്. സോ അതിനാണ് വാസെക്ടമി എന്ന് പറയുന്നത്. എക്ടമി എന്ന വാക്കിന്റെ അർത്ഥം കട്ടിംഗ് ആണ്. സോ വാസെക്ടമി. അടുത്തത്
ട്യൂബെക്ടമി. ഫീമെയിൽസിൽ നമുക്കറിയാം ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓവം ഫെലോപ്പിയൻ ട്യൂബ് വഴിയാണ് സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷനിലേക്ക് എത്തുന്നത്. സോ അത് മാത്രമല്ല സ്പേംസും വെജനയിലൂടെ സെർവിക്സിലൂടെ യൂട്രസിൽ എൻ്റർ ചെയ്ത് ഫെലോപ്പിയൻ ട്യൂബിലെത്തി അവിടെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. സോ എൻഡ് ഓഫ് ഇവിടെ ഫെലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്തിട്ട് ആ രണ്ട് എൻഡ്സിനെ അങ്ങ് ടൈ ചെയ്തു, നേരത്തെ കണ്ടതുപോലെ തന്നെ. സോ ഇവിടെ ഒരു ഗ്യാപ്പ് വന്നു. സോ ഓവത്തിനും ഈ ഗ്യാപ്പ് പാസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല, സ്പേംസിനും ഈ ഗ്യാപ്പ് പാസ് ചെയ്ത് അകത്തേക്ക് പോകാൻ പറ്റില്ല. സോ ഗ്യാമിറ്റിന്റെ ട്രാൻസ്പോർട്ടിനെ ബ്ലോക്ക് ചെയ്തു, രണ്ട് സൈഡിലും അത് തന്നെ ചെയ്തു. സോ കട്ട് ചെയ്തു ടൈ ചെയ്തു. സോ അങ്ങനെ അവിടെ ആ ഗാമീറ്റ് ട്രാൻസ്പോർട്ടിനെ ബ്ലോക്ക് ചെയ്തു. ദാറ്റ് ഇസ് ട്യൂബെക്ടമി. സോ കട്ടിങ് ആൻഡ് ടൈയിങ് ഓഫ് vas difference is called vasectomy. Cutting and tying of oviduct in females അല്ലെങ്കിൽ fallopian tube in females is called as tubectomy. കോംപ്ലിക്കേഷൻ ഓഫ് കോൺട്രസെപ്റ്റീവ്സ്. സോ ഇനി നമ്മൾ കോൺട്രസെപ്റ്റീവ്സിന്റെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കോംപ്ലിക്കേഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഇറ്റ് നീഡ്സ് ടു ബി എംഫസൈസ് ദാറ്റ് സെലക്ഷൻ ഓഫ് suitable contraceptive method and its use should always be undertaken in consultation with qualified medical professionals. The widespread use of these methods has significant role in checking uncontrolled growth of population. So, uncontrolled growth of population ക്രമാതീതമായി ഒരുപാട് വർദ്ധിച്ചപ്പോഴാണ് നമ്മൾ ഈ കോൺട്രസെപ്റ്റീവ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് അതിന് ഒരുപാട് ഇഫക്റ്റീവ്നെസ് ഉണ്ട്. ഫാമിലി സൈസ് കൺട്രോൾ ചെയ്യാനും അൺവാണ്ടഡ് പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാനും പോപ്പുലേഷൻ കൺട്രോളിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തെങ്കിലും ഇതിനൊക്കെ ഒരുപാട് സൈഡ് ഇഫക്ട്സ് ഉണ്ട്. However, the possible side effects like nausea, abdominal pain, breakthrough bleeding, irregular menstrual bleeding, or even breast cancer, though not very significant, should not be totally ignored. ഒന്നെന്ന് പറയുന്നത് നോസിയ, അതായത് ഒരു വോമിറ്റിംഗ് സെൻസേഷൻ വരും. രണ്ടാമത് അബ്ഡോമിനൽ പെയിൻ, മെയിൻലി ഫീമെയിൽസിനാണ് ഉണ്ടാകുന്നത്. പിൽസ് എടുക്കുമ്പോഴും അതേപോലെ തന്നെ കോപ്പറ്റി പോലത്തെ IUDs ഒക്കെ വെക്കുമ്പോഴും ആണ് മെയിൻലി ഫീമെയിൽസിനാണ് ഈ കോംപ്ലിക്കേഷൻസ് എല്ലാം തന്നെ കാണുന്നത്. സോ അബ്ഡോമിനൽ പെയിൻ. അടുത്തത് ബ്രേക്ക് ത്രൂ ബ്ലീഡിങ്. ബ്രേക്ക് ത്രൂ ബ്ലീഡിംഗ് എന്ന് പറയുന്നത് മെൻസ്ട്രൽ സൈക്കിളിൽ മെൻസ്ട്രൽ പീരിയഡിലല്ലാതെ വരുന്ന ബ്ലീഡിങ്, പീരിയഡ് സമയത്ത് ഉണ്ടാകുന്ന നാച്ചുറൽ ബ്ലീഡിങ് അല്ലാതെ ഉണ്ടാകുന്ന ബ്ലീഡിങ്, അത് കുറച്ചായിട്ടാവാം അല്ലെങ്കിൽ കൂടുതലാവും, പക്ഷെ അങ്ങനെ വരുന്നതിനാണ് ബ്രേക്ക് ത്രൂ ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. അതായത് മെൻസ്ട്രൽ പീരിയഡിലല്ലാതെ, മെൻസ്ട്രൽ ബ്ലീഡിങ് അല്ലാതെ ഉണ്ടാകുന്ന വെജൈനൽ ബ്ലീഡിങ്ങിനെയാണ് ബ്രേക്ക് ത്രൂ ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറഗുലർ മെൻസ്ട്രൽ ബ്ലീഡിങ്, മെൻസ്ട്രൽ സൈക്കിളിൽ ഇറഗുലർ ആവുക, അതിന്റെ ബ്ലീഡിങ്ങിന്റെ എമൗണ്ട് കൂടുകയോ കുറയോ ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ ഡ്യൂറേഷനിലൊക്കെ ഇറഗുലാരിറ്റീസ് വരിക, അതൊക്കെ ഈ ഹോർമോൺസ് ഒക്കെ എടുക്കുന്നതിന്റെ, ഹോർമോണൽ പിൽസ് ഒക്കെ എടുക്കുന്നതിന്റെ സൈഡ് ഇഫക്ട്സ് ആയിട്ട് വരാം. പിന്നെ ഓർ ഈവൻ ബ്രസ്റ്റ് ക്യാൻസറിന്റെ പോസിബിലിറ്റി പോലും കൂടുന്നു. ദോ നോട്ട് വെരി സിഗ്നിഫിക്കൻറ്റ്, ഷുഡ് നോട്ട് ബി ടോട്ടലി ഇഗ്നോർഡ്. ഇപ്പൊ ഇത് എടുക്കുന്നവർക്കെല്ലാം ഇത് വരുന്നു എന്നല്ല, അങ്ങനെയാണെങ്കിൽ ഇതൊന്നും ഇത്ര പോപ്പുലർലി യൂസ് ചെയ്യത്തില്ല, അങ്ങനെയല്ല, ഇതിനൊക്കെ ഒരു സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക. സോ കോംപ്ലിക്കേഷൻസ് പറയുമ്പോൾ നോസിയ, അബ്ഡോമിനൽ പെയിൻ, ബ്രേക്ക് ത്രൂ ബ്ലീഡിംഗ്, ഇറഗുലർ മെൻസ്ട്രൽ ബ്ലീഡിംഗ് ഓർ ഈവൻ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് നോട്ട് ചെയ്യണം. അതേപോലെ തന്നെ സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ കോൺട്രസെപ്റ്റീവ് മെത്തഡ് ഷുഡ് ബി അണ്ടർടേക്കൺ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ക്വാളിഫൈഡ് മെഡിക്കൽ പ്രൊഫഷണൽ. ഏത് ടൈപ്പ് കോൺട്രസെപ്റ്റീവ് വേണം, എസ്പെഷ്യലി മെഡിക്കൽ സൂപ്പർവിഷനിൽ മാത്രം ചെയ്യേണ്ട കോൺട്രസെപ്റ്റീവ് മെത്തഡ്സ് ഒക്കെ മെഡിക്കൽ സൂപ്പർവിഷനിൽ തന്നെ ചെയ്യണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഇസ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. So, medical termination of pregnancy is intentional or voluntary termination of pregnancy before full term. It is also called as induced abortion. Nearly 45 to 50 million MTPs are performed in a year all over the world, which accounts to 1/5 of total number of conceived pregnancies in a year. So, medical termination of pregnancy, MTP, syllabus-ലുള്ള പോയിന്റാണ് അതിന്റെ ഫുൾ ഫോം. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്നാണ്. എന്താണത്? ഇന്റൻഷണൽ ഓർ വോളണ്ടറി ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ബിഫോർ ഫുൾ ടേം. അതായത് ഇപ്പം ഒരുപാട് കേസിൽ കൺസീവ് ആയ എല്ലാവരും പ്രഗ്നൻസിയിലേക്ക് എത്താറില്ല. നാച്ചുറലി തന്നെ അവർക്ക് പല കാരണങ്ങൾ കൊണ്ട് അബോർഷൻ സംഭവിക്കും. ഇത് അതല്ല, നമ്മളായിട്ട് ഇൻഡ്യൂസ് ചെയ്ത ഒരു അബോർഷൻ ക്രിയേറ്റ് ചെയ്യണം. അതായത് മെഡിസിൻ കൊടുത്ത് അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ചെയ്ത് നമ്മൾ ആ ഒരു പ്രഗ്നൻസിയെ അബോർട്ട് ചെയ്യുകയാണ്, അതിന് പ്രഗ്നന്റ് അല്ലാതെ ആക്കുകയാണ്. സോ അവിടെയാണ് ഇതിന് ഇൻഡ്യൂസ്ഡ് അബോർഷൻ. നാച്ചുറൽ ആയിട്ടുള്ള അബോർഷൻസ്, സ്പോണ്ടേനിയസ് ആയിട്ടുള്ള അബോർഷൻസിനെ അല്ല പറയുന്നത്, വോളണ്ടറിലി അല്ലെങ്കിൽ ഇന്റൻഷനലി നമ്മൾ കോസ് ചെയ്യുന്ന അബോർഷൻസിനെയാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് അബോർഷൻ എന്ന് പറയുന്നത്. മെഡിക്കൽ പ്രൊസീജിയേഴ്സിന്റെയോ മെഡിസിന്റെയോ സഹായത്തോടു കൂടി ഒരു പ്രഗ്നൻസിയെ നമ്മൾ അബോർട്ട് ചെയ്യുന്നതിനാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് അബോർഷൻ എന്ന് പറയുന്നത്. സോ ഇൻഡ്യൂസ്ഡ് അബോർഷൻ എന്ന പേര് കേട്ടാലും അത് MTP തന്നെയാണെന്ന് മനസ്സിലാക്കാം.
നിയർലി 45 to 50 million MTPs നടക്കുന്നത്. അതായത് 5 പേര് പ്രഗ്നന്റ് ആയാൽ അതിൽ ഒരാളെങ്കിലും MTP ചെയ്യാറുണ്ട്. അതായത് മെഡിക്കലി അബോർട്ട് ചെയ്ത് കളയാറുണ്ടെന്നാണ് കണക്ക് പറയുന്നത്. Government of India legalized MTP in 1971 with some strict conditions to avoid its misuse. 1971 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ MTP ലീഗലൈസ് ചെയ്തു. സോ ഇല്ലീഗൽ ഒന്നും അല്ല, ഇന്ത്യയിൽ MTP നടക്കാം, പക്ഷെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില കണ്ടീഷൻസ് വെച്ചു. സോ 1971 MTP ലീഗലൈസ് ചെയ്തത്. ഫസ്റ്റ് ടൈം MTP വാസ് ലീഗലൈസ് ഇൻ ഇന്ത്യ ഇൻ ദ ഇയർ 1971. വൈ MTP? എന്തിനാണ് MTP ചെയ്യുന്നുള്ളതാണ്. ഫസ്റ്റ്, ടു ഗെറ്റ് റിഡ് ഓഫ് അൺവാണ്ടഡ് പ്രഗ്നൻസീസ് either due to casual unprotected intercourse, failure of the contraceptive used during coitus and rapes. So ഒരു കപ്പിളിൽ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഇന്റർകോഴ്സ് കഴിഞ്ഞ് പ്രഗ്നന്റ് ആയെന്ന് അറിയുമ്പോൾ ആ പ്രഗ്നൻസി അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അവിടെ അവർക്ക് വോളണ്ടറി ആയിട്ട് അബോർഷൻ ചെയ്യാം. സോ അത് MTP ആണ്. രണ്ടാമത്, ഫെയിലിയർ ഓഫ് കോൺട്രസെപ്റ്റീവ് യൂസ് ഡ്യൂറിങ് കോയിറ്റസ്. ഏതെങ്കിലും ഒരു കോൺട്രസെപ്റ്റീവ് മെത്തേഡ് യൂസ് ചെയ്തു, പക്ഷെ പിന്നീടാണ് അറിയുന്നത് പ്രഗ്നന്റ് ആയി, അതായത് ആ കോൺട്രസെപ്റ്റീവ് മെത്തേഡ് ഫെയിൽ ആയി. അങ്ങനെയുള്ള കണ്ടീഷനിൽ അവർക്ക് പ്രഗ്നന്റ് ആവാൻ ഇന്റൻഷൻ ഇല്ലായിരുന്നു, കോൺട്രസെപ്ഷൻ യൂസ് ചെയ്തതാണ്, പക്ഷെ അത് ഫെയിൽ ആയി എന്നുള്ള കണ്ടീഷനിൽ ഇനി അത് പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാതിരിക്കാൻ വേണ്ടി അബോർട്ട് ചെയ്യാം. മൂന്നാമത്, റേപ്സിന്റെ കണ്ടീഷൻസിൽ പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ അത് അങ്ങനെ ഒരു കുട്ടിയുടെ ബർത്ത് ആ ഗേളിന്റെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു കണ്ടീഷനിൽ അവിടെ MTP മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ചെയ്യാം. പിന്നെ MTPs are also essential in certain cases where continuation of pregnancy could be harmful or even fatal either to mother or fetus or both. കുട്ടിക്ക് സീരിയസ് ആയിട്ടുള്ള ജനറ്റിക് അബ്നോർമാലിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഡിസീസസ് ഉണ്ട്. അത് കാരണം തന്നെ ഈ കുഞ്ഞ് സർവൈവ് ചെയ്യത്തില്ല. അഥവാ ജനിച്ചാലും അതിന് സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് കോംപ്ലിക്കേഷൻസ് ഉള്ള കുട്ടിയായിരിക്കും. അല്ലെങ്കിൽ ഈ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുന്നത് അമ്മയുടെ ഹെൽത്ത് റിസ്കിനെ കൂട്ടുന്നു. അല്ലെങ്കിൽ ഈ കുട്ടി ഡെഡ് ബോൺ ആവാനുള്ള സാധ്യത. ഡെഡ് ബോൺ എന്ന് വെച്ചാൽ മരിച്ച കുട്ടി ജനിക്കുക, അതാണ് ഡെഡ് ബോൺ അല്ലെങ്കിൽ സ്റ്റിൽ ബോൺ എന്ന് പറയുന്നത്. മരിച്ചിട്ടായിരിക്കും കുട്ടി പുറത്തേക്ക് വരിക. അങ്ങനെ, അതായത് ഈ കുട്ടി എന്തായാലും മരിക്കും എന്നൊരു സാധ്യത ഉണ്ടാകുമ്പോഴൊക്കെ എന്ത് ചെയ്യും, MTPയിലേക്ക്, അതായത് മെഡിക്കലി തന്നെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ പ്രഗ്നൻസി അങ്ങ് ഇൻഡ്യൂസ്ഡ് അബോർഷൻ ചെയ്ത് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ചെയ്യും. റിസ്ക്സ് ഓഫ് MTP. റിസ്ക് എന്തൊക്കെയാണ്? MTPs are considered relatively safe during first trimester, that is up to 12 weeks of pregnancy. Second trimester abortions are much more riskier. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഫീറ്റൽ ഡെവലപ്മെന്റ് പഠിച്ചു. നമുക്ക് പ്രഗ്നൻസിയെ 3 ട്രൈമസ്റ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. ആദ്യത്തെ 3 മാസം, പിന്നത്തെ 3 മാസം, നെക്സ്റ്റ് 3 മാസം. സോ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് ഫസ്റ്റ് 3 months അല്ലെങ്കിൽ 12 weeks. അതുവരെയുള്ള അബോർഷൻസ് എല്ലാം തന്നെ കുറച്ചുകൂടെ സേഫ് ആണ്, റിസ്ക് കുറവാണ് അമ്മയുടെ ഹെൽത്തിന്, ചാൻസ് ഓഫ് ബ്ലീഡിങ്ങും ഒക്കെ വളരെ കുറവാണ്. സെക്കൻഡ് ട്രൈമസ്റ്റർ അബോർഷൻസ് ആർ മസ്റ്റ് മോർ റിസ്കർ. സെക്കൻഡ് ട്രൈമസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ കുട്ടിയുടെ ഡെവലപ്മെന്റ് ഒക്കെ കുറച്ചുകൂടെ കൂടി, സോ അത് ചെയ്ത് കഴിഞ്ഞുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ വളരെ കൂടുതലാണ്. സോ അതാണ് ഒരു റിസ്ക്. അമ്മയുടെ ഹെൽത്തിന് എപ്പോഴും ഒരു റിസ്ക് ആണ് MTP, ആ പ്രൊസീജിയർ. Another dangerous trend is the misuse of amniocentesis to determine the sex of unborn child. Frequently, if the fetus is found to be female, it is followed by MTP. This is totally against what is legal. വേറൊരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കപ്പിൾസ് ഡോക്ടറുടെ അടുത്ത് പോയിട്ട് ആംനിയോസെന്റസിസ് എന്ന് പറയുന്ന ഒരു സെക്സ് ഡിറ്റർമിനേഷൻ, ആംനിയോസെന്റസിസ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ചെയ്ത് കുട്ടിയുടെ സെക്സ് എന്താണെന്ന് അറിയാം. ആംനിയോസെന്റസിസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്, ഒരു പ്രൊസീജിയർ ചെയ്തതിലൂടെ കുട്ടിയുടെ സെക്സ് എന്താണെന്ന് അറിയാൻ പറ്റും. അങ്ങനെ ഫീമെയിൽ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഫീമെയിൽ ചൈൽഡിനെ പ്രിഫർ ചെയ്യാത്തത് കൊണ്ട് എന്ത് ചെയ്യും, അവരപ്പം തന്നെ വേറെ ഡോക്ടറിനെ കണ്ടിട്ട് പോയി അബോർട്ട് ചെയ്യും. സോ അങ്ങനെ സെക്സ് എന്താണെന്ന് അറിഞ്ഞിട്ട് നമ്മളിപ്പോൾ MTPയുടെ കണ്ടീഷൻസ് പഠിച്ച എന്തൊക്കെയാണ്, അൺപ്രൊട്ടക്റ്റഡ് ഇന്റർകോഴ്സ് അല്ലെങ്കിൽ റേപ്പ്, അതും അല്ലെങ്കിൽ റിസ്ക്, ഈ പറയുന്ന കാരണങ്ങളൊന്നുമില്ലാതെ ഫീമെയിൽ ഫീറ്റസ് ആയതുകൊണ്ട് മാത്രം, വേറെ പ്രത്യേകിച്ച് റിസ്കോ കാര്യങ്ങളോ ഒന്നുമില്ല അമ്മയ്ക്കോ കുട്ടിക്കോ, പക്ഷെ ഫീമെയിൽ ആണെന്ന് അറിയുമ്പോഴത്തേക്കും ആ ഫാമിലി ഫീമെയിൽ ചൈൽഡിനെ പ്രിഫർ ചെയ്യാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, അബോർട്ട് ചെയ്ത് കളി. അതിനെയാണ് ഫീമെയിൽ ഫീറ്റിസൈഡ് എന്ന് പറയുന്നത്. സോ ഫീമെയിൽ ഫീറ്റിസൈഡ് ഒരു കാലത്ത് ഭയങ്കരമായിട്ട് കൂടുതലായിരുന്നു. കാരണം പ്രഗ്നന്റ് ആവുമ്പോൾ തന്നെ കുട്ടിയുടെ സെക്സ് അറിയാനുള്ള ടെസ്റ്റ് ഉണ്ട്, അത് ചെയ്യുന്നു. ഫീമെയിൽ എന്ന് അറിഞ്ഞ ഉടനെ MTP ചെയ്യുന്നു. കാരണം ഇന്ത്യയിലെ അബോർഷൻ ലീഗലും ആണ്. സോ അങ്ങനെ ഒരുപാട് ഫീമെയിൽ ഫീറ്റിസൈഡ്സ് നടന്നു. സോ അതും കൂടെ കൊണ്ടാണ് നേരത്തെ പഠിച്ചപ്പോൾ പറഞ്ഞു, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലീഗലൈസ് ചെയ്തു, അതായത് ലീഗലി അതിനുള്ള പെർമിഷൻ കൊടുത്തു 1971, എങ്കിലും കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് വെച്ചു. സോ എന്തിനാണ് ലീഗലി അതിനെ അലൗ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അൺപ്രൊട്ടക്റ്റഡ് ഇന്റർകോഴ്സ്, അതേപോലെ തന്നെ റേപ്പ്, അതുപോലെ തന്നെ ഫെയിൽഡ് കോൺട്രസെപ്റ്റീവ്, അതുപോലെ തന്നെ ഹാംഫുൾ ഹെൽത്ത് കണ്ടീഷൻ ഒക്കെ ഉള്ളപ്പോൾ MTP അലൗ ചെയ്യാതിരിക്കാൻ പറ്റില്ല. എന്നാൽ എന്തുകൊണ്ടാണ് സ്ട്രിക്ട് കണ്ടീഷൻ വെച്ചത്?
കാരണം സെക്കൻഡ് ട്രൈമസ്റ്ററിലൊക്കെ MTP ഒരുപാട് റിസ്ക് ആണ് അമ്മയ്ക്ക്. ആ പ്രൊസീജിയറിലൂടെ അമ്മയുടെ ഹെൽത്തിന് സീരിയസ് ഇൽ ഇഫക്ട്സോ അല്ലെങ്കിൽ അമ്മ മരിച്ചു പോകാനോ വരെ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ MTP ചെയ്ത് കുട്ടിയുടെ സെക്സ് അറിഞ്ഞിട്ട് സെക്സ് സെലക്റ്റീവ് ആയിട്ടുള്ള അബോർഷൻസ്, ഫീമെയിൽ ആണെന്ന് അറിഞ്ഞാലുള്ള അബോർഷൻസും ചെയ്യുന്നുണ്ട്. സോ അതിനെ പ്രിവെന്റ് ചെയ്യാനാണ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് വെച്ചത്. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അമെൻമെന്റ് ആക്ട് 2017. സോ എന്തൊക്കെയാണ് ഈ വെച്ച കണ്ടീഷൻസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെയാ, ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ് അബോർഷൻ അലൗ ചെയ്യുന്നത്. അപ് ടു 12 വീക്സ് ഓഫ് പ്രഗ്നൻസി ആണ് അലൗ ചെയ്യുന്നത്. എപ്പോഴും ഡോക്ടറിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പം ഒരുപാട് അല്ലാതെ ആൾക്കാരും മറ്റ് മെഡിസിൻസ് ഒക്കെ ഡോക്ടറുടെ ഒന്നും പോകണ്ട, അല്ലാത്ത മെഡിസിൻസ് ഒക്കെ വെച്ച് ചെയ്യാം, അല്ലാതെ പ്രൊസീജിയേഴ്സ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇല്ലീഗലാണ്. ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ എല്ലാം ചെയ്യാം. പ്രൈവറ്റിൽ ചെയ്യുന്നെങ്കിൽ അതിന് പെർമിഷൻ വേണം. ഗവൺമെന്റിന്റെ പെർമിഷൻ ഉള്ള ഹോസ്പിറ്റൽസിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് നിയമനങ്ങൾ കൊണ്ടുവന്നതിലേക്ക് ഇതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഈ ആക്ടിനെ 2017 ഒരു അമെൻമെന്റ് കൊണ്ടുവന്നു, കുറച്ച് ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നു. അതെന്താണെന്ന് NCERT കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ദിസ് ആക്ട്, എ പ്രഗ്നൻസി മേ ബി ടെർമിനേറ്റഡ് ഓൺ സർട്ടൻ കൺസിഡർഡ് ഗ്രൗണ്ട്സ് within first 12 weeks of pregnancy on the opinion of one registered medical practitioner. If the pregnancy has lasted more than 12 weeks but fewer than 24 weeks, two registered medical practitioners must be of the opinion formed in good faith that the required ground exists. അതായത് 12 ആഴ്ച വരെ, അതായത് 3 മാസം വരെ ചെയ്യുന്ന MTPക്ക് ഒരു ഡോക്ടറിനെ കണ്ട് ആ ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ എടുത്ത് ആ ഡോക്ടറിന്റെ പെർമിഷനോട് കൂടി ഒപ്പീനിയനോട് കൂടി വേണം ചെയ്യാൻ. അതായത് ഈ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ എന്തുകൊണ്ട് പറ്റില്ല എന്നുള്ളതിന് ഒരു വാലിഡ് റീസൺ ഡോക്ടറുടെ കൺസൾട്ടേഷനോട് കൂടി ഡോക്ടറുടെ അപ്രൂവലോട് കൂടി വേണം ചെയ്യാൻ. 12 വീക്സ് കഴിഞ്ഞ്, അതായത് ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിഞ്ഞു എന്നാൽ സെക്കൻഡ് ട്രൈമസ്റ്റർ കഴിഞ്ഞിട്ടില്ല, അതായത് 3 മുതൽ 6 മാസം വരെ അല്ലെങ്കിൽ 12 to 24 വീക്സ് വരെ ആണെങ്കിൽ അവിടെയും അബോർഷൻ ചെയ്യാം, വേണമെങ്കിൽ MTP ചെയ്യാമെന്ന് ഒരു അമെൻമെന്റ്, ഒരു ചേഞ്ച് വന്നു. പക്ഷെ അവിടെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് 2 ഡോക്ടേഴ്സിന്റെ അപ്രൂവൽ, അല്ലെങ്കിൽ 2 ഡോക്ടേഴ്സിനെ കണ്ട് അവരുടെ അപ്രൂവൽ എടുത്തിരിക്കണം. അതുണ്ടെങ്കിൽ മാത്രമേ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ അബോർഷൻസ് നടക്കുള്ളൂ. മാത്രമല്ല, the grounds for such termination of pregnancies are the continuation of pregnancy would involve a risk to the life of pregnant women or grave physical or mental injury. So ഇങ്ങനെ ഒരു കണ്ടീഷൻ ആയിരിക്കണം. അതായത് ഈ പ്രഗ്നൻസി സെക്കൻഡ് ട്രൈമസ്റ്റർ ആയി എങ്കിൽ പോലും ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ മദറിന്റെ ഹെൽത്തിന് സീരിയസ് ആയിട്ടുള്ള റിസ്ക് ഉണ്ട്, സീരിയസ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള മെന്റൽ ഹെൽത്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, റേപ്പ് കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഒരു പ്രഗ്നൻസി ആണ്, അത് സെക്കൻഡ് ട്രൈമസ്റ്റർ ആണെങ്കിൽ പോലും അതിന് ഗവൺമെന്റ് അബോർട്ട് ചെയ്യാൻ അലൗ ചെയ്യും, MTP ചെയ്യാൻ അലൗ ചെയ്യും. ബിക്കോസ് അത് ആ കുട്ടിയുടെ ബർത്ത് എന്ന് പറയുന്ന ആ ലേഡിക്ക് ഒരുപാട് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. There is substantial risk in the child. If the child were born, it would suffer from such physical or mental abnormalities as to be seriously handicapped. അല്ലെങ്കിൽ കുട്ടിക്ക് സീരിയസ് ആയിട്ടുള്ള ജനറ്റിക് ഡിഫക്ട്സ് ഉണ്ട്, അത് നമ്മൾ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഐഡന്റിഫൈ ചെയ്ത്, അല്ലെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്ത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ, പക്ഷെ അന്നേരം MTP ചെയ്യാൻ പറ്റില്ല. ഇങ്ങനൊരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ കുട്ടി സീരിയസ്ലി ഹാൻഡിക്യാപ്ഡ്, ഒരുപാട് ഹാൻഡിക്യാപ്ഡ്, സിവിയർ ആയിട്ടുള്ള അബ്നോർമാലിറ്റീസും ഡിസ്കംഫർട്ടും ഉണ്ടായിരിക്കും ആ കുട്ടിക്ക് ഒരു നോർമൽ ലൈഫ് ജീവിക്കാൻ. സിവിയർ ജനറ്റിക് ഡിസോർഡേഴ്സ് ഒക്കെ ആയിരിക്കും. ഒരുപക്ഷെ ആ കുട്ടി ഈ ഡിസോർഡേഴ്സ് കാരണം ഒരുപാട് കാലം ജീവിച്ചിരിക്കില്ല. അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് വരുമ്പോഴും സെക്കൻഡ് ട്രൈമസ്റ്റർ അബോർഷൻസ് അലൗ ചെയ്തു. സോ ആദ്യം പറഞ്ഞ MTP ആക്ടിൽ 1971 ലീഗലൈസ് ചെയ്യുമ്പോൾ അപ് ടു 12 വീക്സ് ആയിരുന്നു MTP അലൗ ചെയ്തിരുന്നത്. അതും ഡോക്ടറിനെ ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഡോക്ടറുടെ ഒപ്പീനിയനോടെ ചെയ്യാൻ പറ്റുള്ളൂ. 2017 അതിനെ ആക്ടിനെ ഒന്ന് മോഡിഫൈ ചെയ്തു, ഒന്ന് അമെൻഡ് ചെയ്തു. അമെൻമെന്റിൽ പറയുന്നു വിത്തിൻ 12 വീക്സ് ഓഫ് പ്രഗ്നൻസി MTP ചെയ്യാം, പക്ഷെ അവിടെയും ഒരു ഡോക്ടറുടെ ഒപ്പീനിയൻ വേണം. ഡോക്ടർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. MTP ചെയ്യാൻ അപ്രൂവൽ കിട്ടിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. 12 to 24 വീക്സിനിടയിൽ അബോർഷൻ ചെയ്യണമെങ്കിൽ അവിടെ 2 ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്ത് 2 ഡോക്ടേഴ്സിന്റെ ഒപ്പീനിയൻ വേണം, അപ്രൂവൽ വേണം. മാത്രമല്ല, അമ്മയ്ക്ക് സീരിയസ് ഫിസിക്കൽ ഓർ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്ന സാഹചര്യം, അല്ലെങ്കിൽ കുട്ടിക്ക് സിവിയർ ഡിസീസ് അല്ലെങ്കിൽ അബ്നോർമാലിറ്റി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മാത്രമേ അത് അലൗ ചെയ്യത്തുള്ളൂ. സോ ഇത്രയും കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് പറഞ്ഞതിന് ശേഷമാണ് MTP പറയുന്നത്. സോ ഒരിക്കലും എന്താ പറയുക, കോൺട്രസെപ്ഷന് പകരം ആയിരിക്കരുത് MTP. ഒരിക്കലും MTP അല്ല ഫസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. എപ്പോഴും നല്ലപോലെ ആലോചിച്ചെടുത്ത് കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ഐഡിയൽ. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കോൺട്രസെപ്റ്റീവ് മെത്തേഡ് ഫെയിൽ ആയി എന്ന് വരുമ്പോൾ മാത്രമാണ് MTPയിലേക്ക് പോകുന്നത്. അല്ലാതെ ഗവൺമെന്റ് അതിന് എൻകറേജ് ചെയ്യുന്നു, പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം
അമ്മയ്ക്കും ഒക്കെ ഒരുപാട് റിസ്ക് ഉള്ള കാര്യമാണ് MTP. എങ്ങാണ് ആ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിക്കും, അതുപോലെ കണ്ടിന്യൂ ചെയ്യുന്നില്ലെങ്കിൽ അമ്മയ്ക്കും ഒക്കെ ഒരുപാട് റിസ്ക് ഉണ്ടാക്കുന്ന കാര്യമാണ് MTP. സോ അത് ഫൈനൽ ഓപ്ഷനാണ്. അത് അത്രയും സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻ വരുമ്പോൾ മാത്രം ചെയ്യേണ്ട കാര്യമാണ്. ആൻഡ് ചെയ്യുമ്പോൾ ഡോക്ടറുടെ സൂപ്പർവിഷനോട് കൂടി അലൗ ചെയ്യുന്ന സെന്റേഴ്സിൽ മാത്രം ചെയ്യാം. നെക്സ്റ്റ് ആംനിയോസെന്റസിസ്. അപ്പൊ MTP പറ്റി പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചൊരു പോയിന്റ് ആണ്, സിലബസിലുള്ള പോയിന്റ് ആണ് ആംനിയോസെന്റസിസ്. Amniocentesis is the aspiration of amniotic fluid from the amniotic cavity and is most common invasive fetal testing procedure. എന്താ ചെയ്യുന്നത് വെച്ചാൽ, പ്രഗ്നന്റ് ആയിരിക്കുന്ന അമ്മയുടെ വയറ്റിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലേ, കുട്ടി അംബിലിക്കൽ കോഡ് വഴി പ്ലാസിന്റയിലേക്ക് കണക്കിനാണ് പ്ലാസിന്റയാണ് നറിഷ്മെന്റ് കൊടുക്കുന്നത്. കൂടാതെ തന്നെ കുട്ടി അംബിലിക്കൽ ആംനിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞൊരു ഫ്ലൂയിഡിലാണ് കുഞ്ഞ് ലൈ ചെയ്യുന്നത്, കുഞ്ഞ് കിടക്കുന്നത് ഈ ഫ്ലൂയിഡിലാണ്. ഈ ഫ്ലൂയിഡും ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യാനും വേസ്റ്റ് പ്രോഡക്ട്സ് എക്സ്ചേഞ്ച് ചെയ്യാനും അതേപോലെ തന്നെ ഒരു ഷോക്ക് അബ്സോർബർ ആയിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. കുട്ടിക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാനും ബോഡി ലൂബ്രിക്കേറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഫ്ലൂയിഡ് ആംനിയോട്ടിക് ഫ്ലൂയിഡ്. സോ the baby lies in the womb in the fluid called as amniotic fluid. Amniotic cavity എന്ന് പറഞ്ഞ ക്യാവിറ്റി ഉണ്ട്. ആ ക്യാവിറ്റിയുടെ അകത്ത് ആംനിയോട്ടിക് ഫ്ലൂയിഡിലാണ് കുട്ടി ഇരിക്കുന്നത്. സോ ഫ്ലൂയിഡ് റപ്ചറായി അല്ലെങ്കിൽ ഈ മെംബ്രെയിൻ റപ്ചർ ചെയ്തിട്ട് വേണം നമുക്ക് ഇപ്പോൾ കുട്ടിയെ പുറത്തെടുക്കാൻ. സോ ഫ്ലൂയിഡ് ലീക്കായി, ഫ്ലൂയിഡ് പോയി എന്നൊക്കെ പറയുമ്പോൾ ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡിനെയാണ് ഉദ്ദേശിക്കുന്നത്. സോ ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡ് എന്ത് ചെയ്യും, ഒരു ഇൻവേസീവ് പ്രൊസീജിയർ, ഒരു കുത്തിയെടുക്കും, ഈ ഫ്ലൂയിഡ് കുത്തിയെടുക്കും. It is an invasive technique. It is usually performed to diagnose or exclude fetal aneuploidy or other fetal genetic, biochemical or infectious risk. അതായത് ഈ ഫ്ലൂയിഡിനകത്ത് എന്തുണ്ട്, കുട്ടിയുടെ DNA കണ്ടന്റ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അത് എടുത്ത് അനലൈസ് ചെയ്താൽ നമുക്ക് കുട്ടിക്ക് എന്തെങ്കിലും ജനറ്റിക് അബ്നോർമാലിറ്റി ഉണ്ടോ, എന്തെങ്കിലും ക്രോമസോമൽ അബ്നോർമാലിറ്റി ഉണ്ടോ എന്നൊക്കെ മനസ്സിലാവാൻ പറ്റും. സോ വളരെ ഏർലി ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഡിസീസ് ഉണ്ടെങ്കിൽ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും മെഡിക്കൽ ഇന്റർവെൻഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ഇല്ല, ഇതൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് MTPയിലേക്ക് വേണമെങ്കിലും പോകാം. സോ ഇറ്റ് ഈസ് എ പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് മെത്തേഡ്. പ്രീനേറ്റൽ ഡയഗ്നോസിസ് enables diagnosis of a broad spectrum of chromosomal abnormalities, gene disorders, X-linked conditions, neural tube defects and infections to be made before birth of fetus. അതുപോലെ ജനറ്റിക് ഡിസോർഡേഴ്സ് പോലെ തന്നെ ഇൻഫെക്ഷൻസും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഈ ടെസ്റ്റ് വഴി. പക്ഷേ another dangerous trend is the misuse of amniocentesis determine sex of the unborn child. ഇതിനകത്ത് നമുക്ക് കുട്ടിയുടെ DNA കോണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ ക്രോമസോമൽ അനാലിസിസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് XX ആണോ XY ആണോ എന്നും കൂടെ അറിയാൻ പറ്റും. അതായത് XX ആണെങ്കിൽ ഫീമെയിലും സെക്സ് ക്രോമസോംസ് XY ആണെങ്കിൽ മെയിൽ ആണെന്ന് അറിയാൻ പറ്റും. സോ അങ്ങനെ സെക്സും കൂടെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഫ്രീക്വന്റ്ലി ഇഫ് ദ ഫീറ്റസ് ഇസ് ഫൗണ്ട് ടു ബി ഫീമെയിൽ ഇറ്റ് ഇസ് ഫോളോഡ് ബൈ MTP. അങ്ങനെ ചെയ്യുമ്പോൾ ഫീമെയിൽ ഫീറ്റസ് ആണ് അറിവ് കിട്ടിക്കഴിഞ്ഞാൽ പാരന്റ്സ് എന്തിലേക്ക് പോകും, MTPയിലേക്ക്. അവരൊരു ഹോസ്പിറ്റലിൽ ചെന്ന് എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് അല്ലെങ്കിൽ പൈസ കൊടുത്താലും ഒരു ഇൻഡ്യൂസ്ഡ് അബോർഷൻ ചെയ്യും. ദിസ് ഇസ് ടോട്ടലി അഗെയിൻസ്റ്റ് വാട്ട് ഇസ് ലീഗൽ. ഇത് ഇല്ലീഗലാണ്. സോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാസ് ഇമ്പോസ് സ്റ്റാറ്റുറ്ററി ബാൻ ഓൺ ആംനിയോസെന്റസിസ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആംനിയോസെന്റസിനെ ബാൻ ചെയ്തേക്കാണ്. സോ ഇന്നത്തെ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ട് ഈ ഒരു പോയിന്റ്, അതായത് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ ഈ പോയിന്റ് NCERT ഇല്ലാത്തതാണ്. എന്താണ് പ്രൊസീജിയർ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയാം. ഈ അണ്ടർലൈൻ ചെയ്തേക്കുന്ന രണ്ട് സെന്റൻസും NCERT അത് ഇമ്പോർട്ടന്റ് ആണ്. സോ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് എങ്ങനെയാ പ്രൊസീജിയർ ചെയ്യുന്ന, ഒരു നീഡിൽ വെച്ച് ഈ ഫ്ലൂയിഡ് കുത്തിയെടുക്കുന്നു. ഫ്ലൂയിഡിനകത്ത് ക്രോമസോം കോണ്ടന്റ് DNA കോണ്ടന്റ് ഉണ്ട്, അത് അനലൈസ് ചെയ്യുന്നു. അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ മൊത്തം അറിയാൻ പറ്റും. എന്തെങ്കിലും ക്രോമസോമൽ അബ്നോർമാലിറ്റി ഉണ്ടോ, സെക്സ് ലിങ്ക്ഡ് അല്ലെങ്കിൽ X ലിങ്ക്ഡ് ഡിസീസ് ഉണ്ടോ, അതേപോലെ തന്നെ ഇൻഫെക്ഷൻ ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുന്നു. സോ അതിന്റെ കൂടെ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ക്രോമസോം അനാലിസിസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സെക്സ് ക്രോമസോംസ് XX ആണോ XY ആണോ എന്ന് അറിയാൻ പറ്റും. സെക്സ് ഡിറ്റർമിൻ ചെയ്യാനും പറ്റും. സോ അതിന്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ സെക്സ് അറിഞ്ഞതിന് പാരന്റ്സ് ഇത് അൺവാണ്ടഡ് ആയിട്ട് ആംനിയോസെന്റസിസ് ചെയ്യുകയും സെക്സ് എന്താണെന്ന് അറിയുകയും ഫീമെയിൽ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇൻഡ്യൂസ് അബോർഷൻ ചെയ്യുകയും ചെയ്യും. സോ ഇത് ഇല്ലീഗലാണ്. ഫീമെയിൽ ഫീറ്റസൈഡ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആംനിയോസെന്റസിസിനെ ബാൻ ചെയ്തേക്കാണ്. ബാൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ സെറ്റപ്പിൽ ഒരു ഡോക്ടറിന് ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ആംനിയോസെന്റസിസ് ചെയ്യാം. പക്ഷെ അതല്ലാതെ പാരന്റ്സിന് പോയി അവരുടെ വില്ല് അനുസരിച്ച് സെക്സ് അറിയാൻ വേണ്ടി ആംനിയോസെന്റസിസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാസ് ഇമ്പോസ്ഡ് സ്റ്റാറ്റുറ്ററി ബാൻ ഓൺ ആംനിയോസെന്റസിസ്. NCERT പ്രകാരം അത് ബാൻ ചെയ്തേക്കാന്നാണ് പറഞ്ഞേക്കുന്നത്. സോ അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. പക്ഷെ അല്ലാതെ നമുക്കിപ്പം ഒരു ഡയഗ്നോസിന് വേണ്ടി ചെയ്യാൻ പറ്റും, അല്ലാതെ സെക്സ് ഡിറ്റർമിനേഷന് വേണ്ടി ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ പേർപ്പസ് ഒരിക്കലും സെക്സ് ഡിറ്റർമിനേഷൻ അല്ല. ക്രോമസോം സ്റ്റഡി ചെയ്ത് അസുഖം ഉണ്ടോ ഒരു പ്രീനേറ്റൽ ഡയഗ്നോസ് ചെയ്യാന്നുള്ളതാണ് ആംനിയോസെന്റസിന്റെ പേർപ്പസ്. പക്ഷെ അതിൽ കൂടെ സെക്സ് അറിയാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ട് ആൾക്കാർ അതിനെ മിസ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ബാൻ ചെയ്തിരിക്കുന്നത്. Next is sexually transmitted infections, STIs.
നേരത്തെ STDs എന്നായിരുന്നു പറഞ്ഞത്, സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്നായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ, STIs എന്നാണ് പറയുന്നത്. Infections or diseases which are transmitted through sexual intercourse are collectively called sexually transmitted infection or venereal diseases, VD, or reproductive tract infection. So, സെക്ഷൽ കോൺടാക്റ്റിലൂടെ മെയിൽ പാർട്ട്ണറിൽ നിന്ന് ഫീമെയിൽ പാർട്ട്ണറിലേക്കോ ഫീമെയിൽ പാർട്ട്ണറിൽ നിന്ന് മെയിൽ പാർട്ട്ണറിലേക്കോ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇൻഫെക്ഷൻസിനെയാണ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ ഓർ STI എന്ന് പറയുന്നത്. STI, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ ഓർ വെനറിയൽ ഡിസീസ്. വെനറിയൽ ഡിസീസ് എന്നൊരു ടേമും ഇതിന് പറയാറുണ്ട്. മുൻപ് ഒരുപാട് യൂസ് ചെയ്തിരുന്ന ടേമാണ് ഇപ്പോഴും ചില ടെസ്റ്റ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ചില ഡോക്ടേഴ്സിന്റെ ഒക്കെ ഡെസിഗ്നേഷന്റെ കൂടെ ഡെർമറ്റോളജി ആൻഡ് VD, വെനറിയൽ ഡിസീസ് എന്നാണ് എഴുതാറ്. സോ വെനറിയൽ ഡിസീസ് സ്റ്റാൻഡ്സ് ഫോർ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. പിന്നെ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയും. റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻ ആ പേരിൽ നിന്ന് തന്നെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ എങ്ങനെ സെക്ഷൽ ട്രാൻസ്മിഷൻ വഴി. സോ അതിന് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ആർ ഓൾസോ കോൾഡ് റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻ. അങ്ങനെ സെക്ഷലി ട്രാൻസ്മിറ്റ് ആവുന്ന ഒരു ഇൻഫെക്ഷൻ എവിടെയായിരിക്കും മോസ്റ്റ്ലി കോസ് ആവുന്നത്? റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ, മെയിൽ ജെനൈറ്റൽ ട്രാക്ട് അല്ലെങ്കിൽ ഫീമെയിൽ ജെനൈറ്റൽ ട്രാക്റ്റിൽ. സോ അതുകൊണ്ടാണ് അതിനെ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഗൊണോറിയ, സിഫിലിസ്, ജെനൈറ്റൽ ഹെർപ്പിസ്, chlamydiasis, genital warts, trichomoniasis, hepatitis B, and of course, the most discussed infection recent years, HIV leading to AIDS are some of the common STIs. So, gonorrhea, syphilis, ഇതൊക്കെ ബാക്ടീരിയ കോസ് ചെയ്യുന്ന ബാക്ടീരിയൽ ഡിസീസ് ആണ്. ഹെർപ്പിസ് എന്ന് പറയുന്നത് വൈറൽ ഡിസീസ് ആണ്. ക്ലമൈഡിയാസിസ് അഗെയിൻ ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. ജെനൈറ്റൽ വാട്സ് ഒരു അഗെയിൻ വൈറൽ ഡിസീസ് ആണ്. ട്രൈക്കോമോണൈസിസ് എന്ന് പറയുമ്പോൾ അതൊരു പ്രോട്ടോസോൺ കോസ് ചെയ്യുന്ന ഡിസീസ് ആണ്. ഹെപ്പറ്റൈറ്റിസ് B അതൊരു വൈറൽ ഡിസീസ് ആണ്. എയ്ഡ്സ് അറിയാലോ, അതൊരു വൈറൽ ഡിസീസ്. ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള STIs. അതിൽ എയ്ഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. HIV ഇൻഫെക്ഷൻ ഇസ് ദ മോസ്റ്റ് ഡേഞ്ചറസ്. HIV എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. വേറൊന്നും ഡിസീസിനെ പറ്റിയും ഡീപ്പായിട്ട് അറിഞ്ഞില്ലെങ്കിലും HIV ഫുൾ ഫോം അറിഞ്ഞിരിക്കണം. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് HIV. എയ്ഡ്സ് എന്ന് പറയുന്നത് അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. HIV ആണ് വൈറസ്, അത് കോസ് ചെയ്യുന്ന അസുഖമാണ് എയ്ഡ്സ്. HIV എയ്ഡ്സ് പലരും തിരിച്ചു മറിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. HIV എന്താണ്? വൈറസ് ആണ്. HIV ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന അസുഖമാണ് എയ്ഡ്സ്. HIV ഈസ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഈ വൈറസിന് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന അസുഖമാണ് അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. അത് നമ്മുടെ അക്വയർഡ് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയാണ് എഫക്ട് ചെയ്യുന്നത്. സോ അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ലിംഫോസൈറ്റ്സിനെയൊക്കെ എഫക്ട് ചെയ്ത് ഇമ്മ്യൂൺ ഡെഫിഷ്യൻ്റ് ആവും, ഇമ്മ്യൂണിറ്റി കുറയും. അങ്ങനെ പല പല അസുഖങ്ങൾ വന്നിട്ടാണ് ഒരു സിൻഡ്രോമായി മാറുന്നത്. സോ അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറയും. ഓക്കെ, സോ ഇത്രയും ഡിസീസിൽ ഏറ്റവും ഡേഞ്ചറസ് ആണ് HIV. HIV ഫുൾ ഫോമും പഠിച്ചു, അതുപോലെ തന്നെ എയ്ഡ്സിന്റെ ഫുൾ ഫോമും പഠിച്ചു. സം ഓഫ് ദി ഇൻഫെക്ഷൻസ് ലൈക്ക് hepatitis B and HIV can also be transmitted by sharing of injection needles, surgical instruments, etc. with infected persons, transfusion of blood, or from an infected mother to fetus. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സെക്ഷൽ കോൺടാക്ട് വഴി മെയിൽ പാർട്ട്ണറിൽ നിന്ന് ഫീമെയിൽ പാർട്ട്ണറിലേക്കോ ഫീമെയിൽ പാർട്ട്ണറിൽ നിന്ന് മെയിൽ പാർട്ട്ണറിലേക്കോ ട്രാൻസ്മിറ്റ് ആവുന്ന ഇൻഫെക്ഷൻ. ഇങ്ങനെ നമ്മൾ HIV ഹെപ്പറ്റൈറ്റിസ് B പറയുമെങ്കിലും ഹെപ്പറ്റൈറ്റിസ് ബിക്കും HIV മറ്റ് മെത്തേഡ്സ് ഓഫ് ട്രാൻസ്മിഷനും ഉണ്ട്. ബ്ലഡിലൂടെ, ബോഡി ഫ്ലൂയിഡ്സിലൂടെയും ട്രാൻസ്മിറ്റ് ആവാം. ഫോർ എക്സാമ്പിൾ, ഒരാൾ യൂസ് ചെയ്ത് ഇഞ്ചക്ഷൻ നീഡിൽ തന്നെ മറ്റൊരാൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ആളുടെ ബ്ലഡിലുള്ള വൈറസ് മറ്റൊരാളുടെ ബോഡിയിലേക്ക് പോകും. അതേപോലെ തന്നെ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് സ്റ്റെറിലൈസ് ചെയ്യാതെ ഒരാൾക്ക് യൂസ് ചെയ്ത ഇൻസ്ട്രുമെന്റ് മറ്റേ ആൾക്ക് യൂസ് ചെയ്താലും അവിടെയും ആ ആളുടെ ബോഡിയിലെ സെക്രീഷൻസ് മറ്റേ ആളുടെ ബോഡിയിലേക്ക് എത്തി, അതിലൂടെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവും. അതേപോലെ തന്നെ ബ്ലഡ് ട്രാൻസ്മിഷൻ, ഡയറക്റ്റ് ഇൻഫെക്റ്റഡ് ആളുടെ ബ്ലഡ് വൈറസോടുകൂടി അൺഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്ക് കൊടുത്ത് അങ്ങനെയും സ്പ്രെഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇൻഫെക്റ്റഡ് മദറിൽ നിന്ന് കുട്ടിയിലേക്ക്, അതിനെ വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ എന്ന് പറയും. സോ പ്രഗ്നന്റ് മദർ അറ്റ് ദ ടൈം ഓഫ് പ്രഗ്നൻസി മദറിന് HIV ഹെപ്പറ്റൈറ്റിസ് B ഉണ്ടെങ്കിൽ അത് ഡയറക്ട്ലി ബ്ലഡിലൂടെ കുട്ടിക്കും വരാം. സോ അങ്ങനെ ട്രാൻസ്മിഷൻ നടക്കാം. സോ ഹെപ്പറ്റൈറ്റിസ് ബിക്കും HIV അതർ മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ ഉണ്ടെന്നും കൂടെ ഓർക്കുക. സോ all are sexually transmitted disease, but HIV and hepatitis B have other modes of transmission also. Apart from sexual contact, they can be transmitted by sharing of injection needles, surgical instruments, etc. Important point ആണ്. Next, though all persons are vulnerable to these infections, incidents are reported to be very high among persons in the age group of 15-24 years. ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ് വരാം. എങ്കിലും ഒരു പീക്ക് ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഏജ് ഗ്രൂപ്പ്, ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഏജ് ഗ്രൂപ്പ് 15-24 years ആണ്. Early symptoms of most of these are minor and include itching, fluid discharge,
സ്ലൈറ്റ് പെയിൻ, സ്വെല്ലിംഗ് എക്സെട്ര ജെനൈറ്റൽ റീജിയൻ. സോ ഇതിന്റെയൊക്കെ സിംറ്റംസ് പറയുന്നത് ജെനൈറ്റൽ റീജിയനിൽ പേഷ്യന്റ് ഒരു ചൊറിച്ചിൽ അനുഭവപ്പെടും, അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് ഡിസ്ചാർജ്, അബ്നോർമൽ ആയിട്ടുള്ള ഡിസ്ചാർജ്, അതുപോലെ തന്നെ ചെറിയായിട്ടുള്ള പെയിനോ സ്വെല്ലിംഗോ ഒക്കെയാണ്. Infected females may often be asymptomatic, hence may remain undetected for long. So ഫീമെയിൽസിന്റെ കേസിൽ ഈ സിംറ്റംസ് ഒക്കെ അത്ര പ്രോമിനന്റ് ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ സിംറ്റംസേ ഉണ്ടാകത്തില്ല. സോ അങ്ങനെ അവരറിയത്ത് പോലുമില്ല ഡിസീസ് ഉണ്ട്. സോ അൺഡിറ്റക്റ്റഡ് ഫോർ ലോങ്. സോ ഫീമെയിൽസിന്റെ കാര്യത്തിലാണ് അത് കൂടുതൽ എടുത്ത് പറയുന്നത്. ദേ മേ ബി asymptomatic, hence remain undetected for long. Absence or less significant symptoms in early stages of infection and social stigma attached to STIs deter the infected persons from going for timely detection and proper treatment. So ഈ ഏർലി സ്റ്റേജ് സിംറ്റംസ് ഒന്നാമത് ഭയങ്കര മൈനർ ആണ്. STIs അല്ലാതെയും ഒരു ആൾക്ക് ഇച്ചിങ്ങും അതുപോലെ തന്നെ സ്ലൈറ്റ് ആയിട്ടുള്ള സ്വെല്ലിങ്ങും പെയിനും ഒക്കെ ഉണ്ടാകും. സോ STI ആണ് പേഷ്യന്റ് പോലും ഐഡന്റിഫൈ ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും, കാരണം സിംറ്റംസ് അത്രയ്ക്ക് തന്നെ ലെസ് സിഗ്നിഫിക്കന്റ് ആണ്. അതുപോലെ തന്നെ ഫീമെയിൽസ് ആണെങ്കിൽ സിംറ്റംസ് ചിലപ്പോൾ ഉണ്ടാകത്ത പോലും ഇല്ല. അത് മാത്രമല്ല ഒരു സോഷ്യൽ സ്റ്റിഗ്മ ഉണ്ട്. ഒരാളൊരു STI കാരണം ഡോക്ടറിനെ പോയി കണ്ട ഡോക്ടർ എന്ന് വിചാരിക്കും, വേറെ ആരെങ്കിലും അത് അറിയുമോ, അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജഡ്ജ് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ഫിയർ കാരണം ആളുകൾ എന്ത് ചെയ്തില്ല, ട്രീറ്റ്മെന്റ് എടുക്കത്തില്ല. അങ്ങനെ ട്രീറ്റ്മെന്റ് എടുക്കാതെ ഇരിക്കുമ്പോൾ എന്ത് പറ്റും, ഡിസീസ് കൂടും, കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. വാട്ട് ആർ ദ കോംപ്ലിക്കേഷൻസ്? കോംപ്ലിക്കേഷൻസ് ഇൻക്ലൂഡ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ്, PIDs. അബ്രിവിയേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ്, PIDs. അബോർഷൻ, അതെങ്ങാനും അവർക്ക് ഫ്യൂച്ചറിൽ മറ്റ് പ്രഗ്നൻസി ഉണ്ടായത് അബോർഷനിലേക്ക് പോകും, അല്ലെങ്കിൽ സ്റ്റിൽ ബർത്ത്, സ്റ്റിൽ ബോൺ അല്ലെങ്കിൽ ഡെഡ് ബോൺ. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് മരിച്ച കുട്ടിയായിരിക്കും പുറത്തേക്ക് ഡെലിവറി ചെയ്ത് വരുന്നത്. അടുത്തത് എക്ടോപിക് പ്രഗ്നൻസി. എക്ടോപിക് എന്ന് പറഞ്ഞാൽ യൂട്രസിലാണ് നോർമലി പ്രഗ്നൻസി നടക്കുന്നത്. യൂട്രസ് അല്ലാതെ വേറെ ഏത് സ്ഥലത്ത് ഇംപ്ലാന്റേഷൻ നടന്ന പ്രഗ്നൻസി ആണ് നമ്മൾ അതിനെ എക്ടോപിക് പ്രഗ്നൻസി. സോ ഇംപ്ലാന്റേഷൻ അറ്റ് എനി പാർട്ട് അതർ ദാൻ ദ യൂട്രസ് ഇസ് കോൾഡ് എക്ടോപിക് പ്രഗ്നൻസി. അത് അബോർട്ടായി പോവുകയോ ഡെവലപ്മെന്റ് നടക്കത്തില്ല. ഇൻഫെർട്ടിലിറ്റി, അതായത് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ സെക്സ്വൽ ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ ഓർഗൻസിനൊക്കെ സീരിയസ് ആയിട്ടുള്ള അബ്നോർമാലിറ്റീസ് വരികയും അത് കാരണം ഫീമെയിൽസിലാണെങ്കിൽ ഓവത്തിന്റെ പ്രൊഡക്ഷൻ എഫക്ട് ചെയ്യും, അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ ബുദ്ധിമുട്ടായിരിക്കും. മെയിൽസിലാണെങ്കിൽ സ്പേം കൗണ്ട് കുറയുകയൊക്കെ ചെയ്തിട്ട് ഇൻഫെർട്ടിലിറ്റി ആൻഡ് ഈവൻ ക്യാൻസർ ഓഫ് ദ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്. സോ ഇതാണ് കോംപ്ലിക്കേഷൻ ഓഫ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്. അത് ടൈംലി ഡിറ്റക്ട് ചെയ്ത് ടൈംലി ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, abortion, stillbirth, ectopic pregnancy, infertility, or even cancer of the reproductive tract. One could be free of these infections by following simple principles given below. Avoid sex with unknown partners or multiple partners. Always try to use condoms during coitus. In case of doubt, one should go to a qualified doctor for early detection and to get complete treatment if diagnosed with infection. So ഇതിന്റെ പ്രിവെൻഷൻ മെത്തേഡ്സ് ആണ് ഇവിടെ പറയുന്നത്. ഒന്ന്, അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്. യൂഷ്വലി മൾട്ടിപ്പിൾ സെക്സ് പാർട്ട്നേഴ്സ് ഉള്ളവരിലാണ് ഇത് കണ്ടുവരുന്നത്. സോ അൺനോൺ പാർട്ട്നേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾ സെക്സ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള കോയിറ്റസ് അവോയ്ഡ് ചെയ്യുക. രണ്ടാമത്, ഓൾവേസ് ട്രൈ ടു യൂസ് കോണ്ടംസ് ഡ്യൂറിങ് കോയിറ്റസ്. അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. നമ്മൾ കോണ്ടം പഠിച്ചപ്പോഴും അതിന് അഡീഷണൽ ആയിട്ട് കോൺട്രസെപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കൂടാതെ ഒരു ഫീച്ചർ ഉണ്ട്. എന്താണ് അത്? സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസിനെയും എയ്ഡ്സിനെയും പ്രിവെന്റ് ചെയ്യും. സോ ഇറ്റ് ഈസ് വെരി വെരി യൂസ്ഫുൾ ഈ ഒരു കാര്യത്തിൽ. പിന്നെ ഇൻ കേസ് ഓഫ് ഡൗട്ട് വൺ ഷുഡ് ഗോ ടു ക്വാളിഫൈഡ് ഡോക്ടർ. സോ സിംറ്റംസ് ഒക്കെ വളരെ മൈനർ ആയിരിക്കും, പക്ഷെ എന്തെങ്കിലും ഒരു സിംറ്റം കാണുകയാണ് ആൻഡ് അതിലൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ആസ് ഏർലി ആസ് പോസിബിൾ ഡോക്ടറിനെ കാണുകയും കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു HIV ഈസ് മോസ്റ്റ് ഡേഞ്ചറസ് അല്ലെ. HIV ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറഞ്ഞു. HIV ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. അത് കോസ് ചെയ്യുന്ന ഡിസീസ് ആണ് അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ഏറ്റവും ഡേഞ്ചറസ് ആണ് HIV. അതുപോലെ തന്നെ HIV ഹെപ്പറ്റൈറ്റിസ് ബിക്കും അതർ മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ ഉണ്ട്. അതായത് അല്ലാതെയും ബൈ ഷെയറിംഗ് ഓഫ് നീഡിൽസ്, സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ സ്പ്രെഡ് ആവും. സെക്ഷൽ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ അല്ലാതെ. കൂടാതെ ഒരു പോയിന്റ് ഉണ്ട്, HIV ഹെപ്പറ്റൈറ്റിസ് ബി ഒഴിച്ച് ബാക്കി എല്ലാ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്, അതായത് ഈ ഗുണോറിയ, സിഫിലിസ്, ക്ലമൈഡിസ് ഇതൊക്കെ തന്നെ കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റും. നേരത്തെ അറിഞ്ഞ് ഏർലി ഡിറ്റക്ഷൻ ചെയ്ത് കറക്റ്റ് ആയിട്ട് മെഡിസിൻസ് ഒക്കെ എടുത്താൽ കംപ്ലീറ്റ് ക്യൂർ കിട്ടുന്ന കണ്ടീഷൻസ് ആണ് ബാക്കിയെല്ലാം. HIV ഹെപ്പറ്റൈറ്റിസ് ബിക്ക് കംപ്ലീറ്റ് ക്യൂർ അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ബാക്കിയെല്ലാം കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണ്. ആ ഒരു പോയിന്റും കൂടെ നോട്ട് ചെയ്യുക. സോ അതൊക്കെ കൊണ്ടാണ് നമ്മൾ HIV മോസ്റ്റ്ലി ഡേഞ്ചറസ് എന്ന് പറയുന്നത്. വന്നു കഴിഞ്ഞാൽ ഭയങ്കര സിവിയർ ആണ്, കംപ്ലീറ്റ് ക്യൂർ അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, സെക്ഷൽ ട്രാൻസ്മിറ്റഡ് അല്ലാതെ മറ്റ് മോഡ്സിലൂടെ സ്പ്രെഡ് ആവുകയും ചെയ്യും. സോ അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു കണ്ടീഷനാണ് HIV. നെക്സ്റ്റ്, ഇൻഫെർട്ടിലിറ്റി.
A large number of couples all over the world, including India, are infertile. That is, they are unable to produce children in spite of unprotected sexual cohabitation. Inability to conceive or produce children even after 2 years of unprotected sexual cohabitation is called ഇൻഫെർട്ടിലിറ്റി. ഇൻഫെർട്ടിലിറ്റി നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ വന്ധ്യത. സോ അതിന്റെ ഡെഫിനേഷൻ എന്താണ് പറയുന്നത് നോക്കാം. ഇൻഎബിലിറ്റി ടു കൺസീവ് ഓർ പ്രൊഡ്യൂസ് ചിൽഡ്രൻ ഈവൻ ആഫ്റ്റർ 2 years ഓഫ് അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ കോഹാബിറ്റേഷൻ. ഒരു കപ്പിള് 2 years അല്ലെങ്കിൽ അതിൽ കൂടുതലോ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ട് കോയിറ്റസ് ചെയ്തു, അല്ലെങ്കിൽ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ട് സെക്ഷൽ കോഹാബിറ്റേറ്റ് ചെയ്തു, എന്നിട്ടും അവർക്ക് കൺസീവ് ആവാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കൺസീവ് ആയിട്ട് അത് പ്രഗ്നൻസിയിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ ഡെലിവറിയിലേക്ക് എത്തുന്നില്ല, അതിനിടയ്ക്ക് എന്തെങ്കിലും അബോർഷനിൽ സംഭവിച്ച് കുട്ടികളാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കണ്ടീഷനെ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയും. സോ കുറെ കണ്ടീഷൻസ് ഉണ്ട് അതിനകത്ത്. ഒന്നെന്ന് പറയുന്നത് ഇൻഎബിലിറ്റി ടു കൺസീവ് ഓർ പ്രൊഡ്യൂസ് ചിൽഡ്രൻ. സോ കൺസെപ്ഷൻ നടക്കുന്നില്ല, പ്രഗ്നൻസി നടക്കുന്നില്ല, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകുന്നില്ല. രണ്ട്, ഈവൻ ആഫ്റ്റർ 2 years, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ് ടു 2 years വരെ, അത്രയും പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞിട്ടും ഒരു കൺസെപ്ഷൻ നടക്കുന്നില്ലെങ്കിലാണ് നമ്മൾ അതിനെ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുക. ഓഫ് അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ കോഹാബിറ്റേഷൻ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലേ നമുക്ക് ഇതിനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഇൻഫെർട്ടിലിറ്റി. The reasons could be many: physical, congenital diseases, drugs, immunological, or even psychological. In India, often female is blamed for the couple being childless, but more often than not, the problem lies in the male partner. So, physical ആയിട്ട് ആ ഓർഗൻസിന് എന്തെങ്കിലും ഡിഫക്റ്റ്, സ്ട്രക്ചറൽ ഡിഫക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ കാരണം, അബ്നോർമാലിറ്റി ഓഫ് ദ ഓർഗൻസ് കാരണം ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാം, അല്ലെങ്കിൽ പ്രഗ്നൻസി ഒക്കെ നടക്കാതെ വരാം, അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ നടക്കാതെ വരാം. പിന്നെ കൺജനൈൽ, ജനറ്റിക്കലി തന്നെ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ട്, ജനറ്റിക്കലി തന്നെ സ്പേം കൗണ്ട് കുറവാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻ ആകുമ്പോഴും വരാം. അതുപോലെ ഡിസീസസ്, മറ്റെന്തെങ്കിലും അസുഖം കാരണം ഒരാളുടെ എന്താ റീപ്രൊഡക്റ്റീവ് കേപ്പബിലിറ്റി കുറയാം, അല്ലെങ്കിൽ ആളുടെ ഗാമീറ്റോജെനിസിസിനെ അത് എഫക്ട് ചെയ്യാം, ഫെർട്ടിലൈസിങ് കപ്പാസിറ്റി എഫക്ട് ചെയ്യാം. അങ്ങനെ. അടുത്തത് ഡ്രഗ്സിന്റെ യൂസ്. അത് ചിലപ്പോൾ ഏതെങ്കിലും അസുഖത്തിന്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഡ്രഗ്സിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഒരാളുടെ റീപ്രൊഡക്റ്റീവ് എബിലിറ്റി കുറയുന്നോ ഗാമീറ്റിന്റെ കൗണ്ട് കുറയുന്നോ ആവാം, അല്ലെങ്കിൽ അല്ലാത്തുള്ള ഡ്രഗ് അബ്യൂസ് കാരണം ഡെഫിനറ്റ്ലി ഇതിനെയൊക്കെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെയൊക്കെ എഫക്ട് ചെയ്യും, ആളുടെ വിറലിറ്റി കുറയുകയും ചെയ്യും. പിന്നെ ഇമ്മ്യൂണോളജിക്കൽ, അതായത് സർട്ടൻ ഇൻഫെക്ഷൻസ് കാരണം ഇതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് എബിലിറ്റി എഫക്ട് ചെയ്യും. അതുപോലെ സൈക്കോളജിക്കൽ റീസൺസ് കാരണം ഒരു കപ്പിളിന് കോഹാബിറ്റേറ്റ് ചെയ്താലും ചിലപ്പോൾ കുട്ടികൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. സോ മോസ്റ്റ്ലി ഫീമെയിൽ പാർട്ട്നേഴ്സിനാണ് കുഴപ്പം എന്ന് പറഞ്ഞിട്ട് ഫീമെയിൽ പാർട്ട്നേഴ്സിനെ ബ്ലെയിം ചെയ്യുന്നതൊക്കെ നമ്മുടെ കൺട്രിയിൽ കോമൺ ആയിട്ടുണ്ട്. പക്ഷെ രണ്ടുപേർക്കും ഇഷ്യൂസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. Specialized healthcare units, infertility clinics could help in diagnosis and corrective treatment of some of these disorders and enable these couples to have children. So, എന്താണ് ഇതെന്ന് ഡയഗ്നോസ് ചെയ്യും, എന്താണ് ഒരു കപ്പിളിന്റെ പ്രശ്നം എന്ന് ഡയഗ്നോസ് ചെയ്യും, അത് മനസ്സിലാക്കി കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുകയും ചെയ്യുന്ന ക്ലിനിക്സിനെയാണ് നമ്മൾ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്സ് എന്ന് പറയുന്നത്. സ്പെഷ്യലൈസ്ഡ് ഹെൽത്ത് കെയർ യൂണിറ്റ്സ് ആണ് ഇൻഫെർട്ടിലിറ്റിയിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. എന്താണ് ഈ കപ്പിളിന് കുട്ടികൾ ഉണ്ടാകാനുള്ള പ്രോബ്ലം എന്ന് മനസ്സിലാക്കി അതിനെ ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്ന സെന്റേഴ്സ് ആണ്. ഹവർ, when such corrections are not possible, the couple should be assisted to have children through certain special techniques, commonly known as assisted reproductive technology, ART. സോ ആദ്യം നമ്മുടെ എടുത്തെത്തുന്ന കപ്പിളിന് തറവായിട്ടുള്ള മെഡിക്കൽ എക്സാമിനേഷൻ ചെയ്ത് എന്ത് റീസൺ കൊണ്ടാണ് കുട്ടി ഉണ്ടാവുന്നത് ഐഡന്റിഫൈ ചെയ്ത്, ചിലപ്പോൾ അവർക്ക് മെഡിസിൻസ് കൊടുത്തായിരിക്കും, ചിലപ്പോൾ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി വല്ലതും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ അവർക്ക് കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ തന്നെ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാം. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തിട്ടും കുട്ടികളാവുന്നില്ല എന്നുണ്ടെങ്കിൽ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി യൂസ് ചെയ്യാം. അതായത് സ്പെഷ്യൽ ടെക്നിക്സിലൂടെ ആ കപ്പിളിനെ കൺസീവ് ചെയ്യാൻ പറ്റും. സോ സ്പെഷ്യൽ ടെക്നിക്സ് ടു കൺസീവ് ആർ കോൾഡ് ആസ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി, ART, ആർട്ട്, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി. അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ അബ്രീവിയേഷൻ എന്താണെന്ന് അറിയണം, അതിനുശേഷം അതിന്റെ പ്രൊസീജിയർ എന്താണെന്ന് അറിയണം. സോ IVF, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. In vitro fertilization outside the body in almost similar conditions as that in the body. In vitro എന്ന വാക്കിന്റെ അർത്ഥം ലാബില്, അതായത് ബോഡിക്ക് പുറത്ത് എന്നാണ് അർത്ഥം. സോ ബോഡിക്ക് പുറത്ത് ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിനാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ IVF എന്ന് പറയുന്നത്. നോർമലി ഫെർട്ടിലൈസേഷൻ എവിടെ നടക്കുന്നത്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റില്, ഫെലോപ്പിയൻ ട്യൂബില്, ബോഡിക്ക് അകത്ത് ആണ് നടക്കുന്നത്. പക്ഷെ ബോഡിക്ക് പുറത്ത് മെയിൽ ഗാമീറ്റിനെയും ഫീമെയിൽ ഗാമീറ്റിനെയും എടുത്തു വെച്ചിട്ട് ബോഡിയിലെ പോലത്തെ സിമിലർ കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ട് ഒരു മെയിൽ ഗാമീറ്റിനെയും ഫീമെയിൽ ഗാമീറ്റിനെയും പുറത്ത് വെച്ച് ഫ്യൂസ് ചെയ്യുന്നതിനാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ പറയുന്നത്. സോ ഒരു ലാബിൽ
മെയിൽ ഗാമീറ്റിനെയും ഫീമെയിൽ ഗാമീറ്റിനെയും എടുത്ത് ബോഡിയിലുള്ള അതേ ഐഡിയൽ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചറും pH ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് വെളിയിൽ വെച്ച് ഫ്യൂസ് ചെയ്യിപ്പിക്കുന്നതാണ് നമ്മൾ IVF അല്ലെങ്കിൽ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അടുത്തത് എംബ്രിയോ ട്രാൻസ്ഫർ ET. എംബ്രിയോ ട്രാൻസ്ഫർ ET, ട്രാൻസ്ഫർ ഓഫ് എംബ്രിയോ ടു ഫീമെയിൽ റിപ്രഡക്റ്റീവ് ട്രാക്ട്. അങ്ങനെ വെളിയിലൊരു മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ് നമ്മൾ ഫെർട്ടിലൈസ് ചെയ്യിപ്പിച്ചു, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. അത് കഴിയുമ്പോൾ സൈഗോട്ട് ഫോം ആയി. ആ സൈഗോട്ടിനെ നമ്മൾ ഒന്നെങ്കിൽ ഫീമെയിൽ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ ആ സൈഗോട്ട് അവിടുന്ന് ഡിവൈഡ് ചെയ്ത് എംബ്രിയോ ആയി എംബ്രിയോയുടെ ഏതെങ്കിലും ഒരു സെൽ സ്റ്റേജിൽ നമ്മൾ അതിനെ ഫീമെയിൽ റിപ്രഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതാണ് എംബ്രിയോ ട്രാൻസ്ഫർ ET. എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നെങ്കിൽ എംബ്രിയോ ട്രാൻസ്ഫർ ET എന്ന് പറയും. അല്ലെങ്കിൽ സൈഗോട്ടിനെ ട്രാൻസ്ഫർ ചെയ്യുന്നെങ്കിൽ സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ, സിഫ്റ്റ് എന്ന് പറയും. സിഫ്റ്റ്, സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. Zygote or early embryos with up to 8 blastomeres could be transferred into fallopian tube. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു, ഈ സൈഗോട്ട് ഡിവൈഡ് ചെയ്തുണ്ടാകുന്ന ഡോട്ടർ സെൽസിനെ നമ്മൾ ബ്ലാസ്റ്റോമിയർ എന്ന് പറയും. അതിന് 2 സെൽ, 4 സെൽ, 8 സെൽ, 16 സെൽ, അങ്ങനെ പല സ്റ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞു. 8 to 16 സെൽ സ്റ്റേജിനെ മോറില എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു. കുറച്ചുകൂടെ കഴിയുമ്പോൾ അതിനെ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് വിളിക്കും. ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് ഫൈനലി യൂട്രസിലെത്തി യൂട്രൈൻ വോളിൽ ഇംപ്ലാന്റ് ആവുന്നൊക്കെ പഠിച്ചു. സോ നമ്മൾ വെളിയിൽ ഫെർട്ടിലൈസ് ചെയ്യിപ്പിക്കുന്നു, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. അത് സൈഗോട്ടിനെ അങ്ങനെ തന്നെ സൈഗോട്ട് സ്റ്റേജിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിനെ സിഫ്റ്റ് എന്ന് പറയും, സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ഇല്ല, അത് കുറച്ചുകൂടെ ഡിവൈഡായി 8 സെൽസിൽ കൂടുതലായി കഴിഞ്ഞ് നമ്മൾ അതിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ എംബ്രിയോ ട്രാൻസ്ഫർ ET എന്ന് പറയും. സൈഗോട്ട് ആണെങ്കിൽ അതിനെ ഫെലോപ്പിയൻ ട്യൂബിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എംബ്രിയോ ആണെങ്കിൽ നമ്മൾ അതിനെ യൂട്രസിലേക്കായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ അതിന് ഇൻട്രാ യുട്രൈൻ ട്രാൻസ്ഫർ എന്ന് പറയും, IUT, ഇൻട്രാ യുട്രൈൻ ട്രാൻസ്ഫർ. എംബ്രിയോസ് വിത്ത് 8 or more than 8 blastomeres are transferred into the uterus. Next, gamete intrafallopian transfer, GIFT, GIFT, gamete intrafallopian transfer. Transfer of an ovum collected from donor into fallopian tube of another female who cannot produce one but can provide suitable environment for fertilization and further development is another method attempted. So, ഒരു ഫീമെയിലിന് ഒരു ഹെൽത്തി ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു ഫീമെയിലിന് ഓവം പ്രൊഡ്യൂസ് ചെയ്യാനേ പറ്റുന്നില്ല, പക്ഷെ ബാക്കിയെല്ലാ റീപ്രൊഡക്റ്റീവ് ഓർഗൻസും ഓക്കെയാണ്, അവർക്ക് ഫെർട്ടിലൈസേഷൻ ചെയ്യാനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷനുള്ള കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, ഇംപ്ലാന്റേഷനുള്ള കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, ബാക്കിയൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, പക്ഷെ അവർക്ക് ഹെൽത്തി ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഓവം പ്രൊഡ്യൂസ് ചെയ്യാനേ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ഓവം ഡോണറെ നമ്മൾ ഫൈൻഡ് ചെയ്യും, അതായത് ഓവം ഡൊണേറ്റ് ചെയ്യുന്ന ആൾ. എന്നിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വലിൽ നിന്ന് ഓവം എടുത്തിട്ട് ഈ ഫീമെയിലിന്റെ, നമ്മൾ ആദ്യം പറഞ്ഞ ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത ഫീമെയിലിന്റെ ഓവിഡക്റ്റിലേക്ക് ഇഞ്ചർ ചെയ്യും. സോ അതിനെയാണ് ഗാമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഗാമീറ്റിനെ, അതായത് ഓവത്തിനെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക്, അതാണ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ ചെയ്യുന്നു ഒരു ഹെൽത്തി ഡോണറിൽ നിന്ന്. ഓക്കെ, സോ ഗാമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫറിന്റെ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ, അത് പഠിച്ചതിന് ശേഷം പിന്നെ കൺഫ്യൂഷൻ ആവരുത്. ഗാമീറ്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന ഓവം മാത്രമാണ്, ഗിഫ്റ്റ് ഓവം അങ്ങനെ തന്നെ പറഞ്ഞ് പഠിക്കാം. അത് പിന്നീട് കൺഫ്യൂഷൻ വരും. അത് ഗാമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ, അതായത് ഇനി സ്പേമിനെ ഡയറക്റ്റ്ലി ഓവിഡക്റ്റിൽ കൊണ്ട് വെക്കുന്നതാണോ അതോ ഓവത്തിന് വെക്കുന്നതാണോ എന്ന് പിന്നെ കൺഫ്യൂഷൻ ആവരുത്. സോ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഓവം ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ഒരു ഹെൽത്തി ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത ലേഡിയുടെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക്, ഓവിഡക്റ്റിലേക്ക് ഒരു ഡോണറിന്റെ ഓവത്തിന് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് ഗിഫ്റ്റ്, ഗാമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അടുത്തത് AI, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. AI, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. Semen collected either from husband or a healthy donor is artificially introduced either into the vagina or into the uterus. Insemination എന്താന്ന് നമ്മൾ പഠിച്ചു, ട്രാൻസ്ഫർ ഓഫ് മെയിൽ ഗാമീറ്റ് ഫ്രം മെയിൽ റിപ്രൊഡക്റ്റീവ് ട്രാക്ട് ടു ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ട്രാക്ട്. അതിനെ ആർട്ടിഫിഷ്യലി ചെയ്യുകയാണ്, അതായത് കോയിറ്റസിലൂടെ അല്ലാതെ മെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലുള്ള സ്പേംസിനെ എടുത്തിട്ട് അതിനെ ഇൻജെക്ട് ചെയ്യാണ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക്. അതിനെ വെജൈനയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ യൂട്രസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അത് എവിടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതിനനുസരിച്ച് മാറും. എനിവേ ദിസ് പ്രോസസ് ഇസ് കോൾഡ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. സോ ആർട്ടിഫിഷ്യലി നമ്മൾ മെയിൽ ഗാമീറ്റിനെ മെയിൽ റിപ്രൊഡക്റ്റീവ് ട്രാക്റ്റിനെ എടുത്ത് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സോ ദാറ്റ് ഇസ് കോൾഡ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. Next, IUI, intrauterine insemination. IUI, intrauterine insemination. The semen collected from either the husband or healthy donor is artificially introduced into the uterus. നേരത്തെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ പറഞ്ഞു മെയിൽ ഗാമീറ്റിനെ കളക്ട് ചെയ്തതിനെ വെജനലിലേക്കോ യൂട്രസിലേക്കോ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ അത് യൂട്രസിലേക്കാണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ.
Next, intracytoplasmic sperm injection, specialized procedure to form an embryo in a laboratory in which sperm is directly injected into the ovum. Intracytoplasmic sperm injection, ICSI. ഇൻട്രാസൈറ്റോപ്ലാസ്മിക്, സോ സൈറ്റോപ്ലാസമിലേക്ക് സ്പേം ഇഞ്ചക്ഷൻ, സ്പേമിനെ ഇഞ്ചെക്ട് ചെയ്യുന്നു. എന്തിന്റെ സൈറ്റോപ്ലാസമിലേക്ക് ആയിരിക്കും സ്പേമിനെ ഇഞ്ചെക്ട് ചെയ്യുന്നത്? ഓവത്തിന്റെ സൈറ്റോപ്ലാസമിലേക്ക്. അതിപ്പോ ലാബിലെല്ലാം ചെയ്യാൻ പറ്റില്ല, നമുക്ക് പുറമെ നിന്നുകൊണ്ട് കറക്റ്റ് ഓവത്തിന്റെ സൈറ്റോപ്ലാസത്തിലേക്ക് ഒരിക്കലും സ്പേമിനെ ഒന്നും ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റില്ല. സോ ഒരു ലബോറട്ടറി സെറ്റപ്പിൽ സ്പേമിനെയും ഓവത്തിനെയും എടുത്തിട്ട് സ്പേമിനെ എടുത്ത് ഓവത്തിന്റെ സൈറ്റോപ്ലാസത്തിലേക്ക് ഡയറക്ട്ലി ഇഞ്ചെക്ട് ചെയ്യുന്ന പ്രൊസീജിയറാണ് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. സോ അതും IVF-ൽ മാത്രമേ നടക്കുള്ളൂ, അല്ലെ, ഒരിക്കലും അകത്തും ചെയ്യാൻ പറ്റില്ല. സോ ബോഡിക്ക് അകത്ത് നടക്കത്തില്ല. സോ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ പ്രൊസീജിയറിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റ്സ് എടുത്ത് ഡയറക്ട്ലി അതിന് ഒരു എൻവയൺമെന്റ് പ്രൊവൈഡ് ചെയ്ത് ഡയറക്ട്ലി സ്പെർമവും നോർമലി പോലെ തന്നെ ഫെർട്ടിലൈസ് ചെയ്യുന്നതാണ് വെറും ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ബോഡിയിലെ പോലത്തെ സാഹചര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു പുറമെ ലബോറട്ടറിയിൽ, എന്നിട്ട് സ്പെർമിനും ഓവത്തിനും തനിയെ തന്നെ ഫെർട്ടിലൈസ് ചെയ്യാൻ നമ്മൾ അലൗ ചെയ്യുന്നു. സോ അതാണ് നോർമൽ IVF. പക്ഷെ അതിന് പകരം നമ്മൾ സ്പെർമിനെ എടുത്ത് ഡയറക്ട്ലി ഓവത്തിന്റെ സൈറ്റോപ്ലാസത്തിലേക്ക് ഇഞ്ചർ ചെയ്യുന്നത്. നമ്മൾ പഠിച്ചല്ലോ, സ്പെർമിന് ഒരു പെരിവിറ്റലൈൻ മെംബ്രെയിൻ ഉണ്ട്, സോണ പെലുസിൻ ഉണ്ട്, അതിനെയൊക്കെ ബ്രേക്ക് ചെയ്താണ് സ്പെർം അകത്തേക്ക് പോകുന്നത്. ആ പ്രൊസീജിയറിനൊന്നും അലൗ ചെയ്യാതെ ഡയറക്ട്ലി നമ്മൾ സ്പെർമിനെ ഫീമെയിൽ ഗാമറ്റിലേക്ക്, അതായത് ഓവത്തിന്റെ സൈറ്റോപ്ലാസത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നതിനാണ് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പെർം ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് ജനറൽ പ്രൊസീജിയേഴ്സ്. ഇനി ഇതൊക്കെ എവിടെ ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നുള്ളത് നോക്കും. കൂടാതെ ഒരു പോയിന്റ് ഉണ്ട്, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്താണ്? ഫെർട്ടിലൈസേഷൻ ഔട്ട്സൈഡ് ദ ബോഡി ഇൻ ഓൾമോസ്റ്റ് സിമിലർ കണ്ടീഷൻസ്. അപ്പൊ അതുപോലെയുള്ള ഒരു വാക്കാണ് ഇൻ വൈവോ ഫെർട്ടിലൈസേഷൻ. ഇൻ വൈവോ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ദ ബോഡി, നോർമൽ ആയിട്ട് ബോഡിക്കുള്ളിൽ നടക്കുന്ന, ഹ്യൂമൻ ബോഡിക്കുള്ളിൽ നടക്കുന്ന ഫെർട്ടിലൈസേഷൻ ആണ് ഇൻ വൈവോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഇൻ വിട്രോ എന്ന് പറഞ്ഞാൽ ഇൻ ലാബ് എന്നാണ് അർത്ഥം. സോ ലാബിൽ എക്സ്റ്റേണൽ കണ്ടീഷൻസിൽ നടക്കുന്നതാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. ഇൻ വൈവോ എന്ന് പറയുമ്പോൾ ഇൻസൈഡ് ദ ഹ്യൂമൻ ബോഡി നോർമലി നടക്കുന്ന ഫെർട്ടിലൈസേഷൻ ആണ്. ഇനി ഇതൊക്കെ എപ്പോൾ ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നുള്ളത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കാം. അതായത് ഏത് സാഹചര്യത്തിലായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. അതിനുവേണ്ടി നേരത്തെ ക്ലാസ്സിൽ പഠിച്ച കുറച്ച് കാര്യങ്ങളൊന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ പഠിച്ചു, റീപ്രൊഡക്റ്റീവ് ഇവന്റ്സിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: പ്രീ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്. പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് പറയുമ്പോൾ ഫെർട്ടിലൈസേഷന് മുൻപ് നടക്കുന്ന ഇവന്റ്സ്, അതായത് ഗമീറ്റോജെനസിസ് ആൻഡ് ഗാമീറ്റ് ട്രാൻസ്ഫർ. മെയിൽ പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയുന്ന ടെസ്റ്റിസ് ആണ്. ടെസ്റ്റിസ് സ്പെർമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഫീമെയിൽ പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയുന്ന ഓവറിയാണ്. ഓവറി ഓവത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതാണ് ഗാമീറ്റോജെനസിസ്. ഗാമീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ നിന്ന് സ്പെർം മെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ നിന്ന് യൂറിത്രയിലേക്ക് എത്തുകയും ടെസ്റ്റിസിൽ നിന്ന് യൂറിത്രയിലേക്ക് എത്തുക. അതുപോലെ തന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓവം ഇൻഫണ്ടിബുലത്തിലൂടെ ആംപുലയിലെത്തി ഓവിഡക്റ്റിന്റെ ആ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന പാർട്ടിലെത്തുന്നതിനാണ് ഗാമീറ്റ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അടുത്തത് ഇൻസെമിനേഷൻ. ഇൻസെമിനേഷൻ എന്ന് പറയുമ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലുള്ള സ്പെർം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് എത്തുന്ന ആ പ്രോസസ്സാണ് ഇൻസെമിനേഷൻ. ഇത്രയാണ് ഫെർട്ടിലൈസേഷന് മുൻപ് നടക്കേണ്ട കാര്യങ്ങൾ. അടുത്തത് ഫെർട്ടിലൈസേഷൻ, അതായത് ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ എത്തിയ സ്പെർം ഇൻസെമിനേഷൻ വഴി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ എത്തിയ സ്പെർം ട്രാവൽ ചെയ്ത് ഓവിഡക്റ്റിൽ എത്തുന്നു. അവിടെ ഓവമുണ്ട്. സോ രണ്ടോടെ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്, സിൻഗാമി ഓർ ഫെർട്ടിലൈസേഷൻ. അടുത്തത് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് നടക്കുന്ന ഇവന്റ്സ് അതെന്തൊക്കെയാണ്? ആ സൈഗോട്ട് ഫോം ചെയ്ത സൈഗോട്ട് ഡിവൈഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ മൂവ് ചെയ്യുന്നു. ഓവിഡക്റ്റിൽ നിന്ന് മൂവ് ചെയ്ത് ഫെലോപ്പിയൻ ട്യൂബിലേക്ക് യൂട്രസിലേക്ക് എത്തുന്നു. യൂട്രസിന്റെ വോളിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു. അതിന് നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് പറയും. അപ്പോഴാണ് പ്രഗ്നൻസി സ്റ്റാർട്ടായി നമ്മൾ പറഞ്ഞു. അതിനുശേഷം അവിടെ ഇംപ്ലാന്റഡ് ആയിട്ടുള്ള ആ ബ്ലാസ്റ്റോസിസ്റ്റ് ഡെവലപ്പായി ഒരു ഫീറ്റസ് ആവുന്ന പ്രോസസ്സ്, അതിനാണ് നമ്മൾ ജെസ്റ്റേഷൻ എന്ന് പറയുന്നത്, ഡെവലപ്മെന്റൽ പീരീഡ്. അതിനുശേഷം ഡെലിവറി നടക്കുന്നത്, അതിന് നമ്മൾ പാർച്ചുറേഷൻ എന്ന് പറയും. സോ ഇത്രയാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്. അതുപോലെ തന്നെ ഡെലിവറി ആയ കുട്ടീനെ അമ്മ നോക്കുന്നത് ലാക്ടേഷൻ, അത് നമുക്കിവിടെ വേണ്ട. സോ ഇത്രയാണ് ഇവന്റ്സ്. സോ ഈ ഇവന്റ്സ് എല്ലാം ഒന്ന് റിവൈസ് ചെയ്യുന്നതിനാന്ന് വെച്ചാൽ എന്തൊക്കെ ഇവന്റ്സ് ഉണ്ടെന്നൊന്നും അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഏത് ഇവന്റ് ബ്ലോക്ക് ആവുമ്പോൾ അല്ലെങ്കിൽ ഏത് ഇവന്റിൽ ബുദ്ധിമുട്ട് വരുമ്പോൾ ഏത് മെത്തേഡ് ചെയ്യാം എന്ന് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സോ ഇനി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യമേ ഗമീറ്റോജെൻസ്, അതായത് ഒരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ ഓവം പ്രൊഡ്യൂസ് ആവുന്നില്ല, ആ ലേഡിക്ക് ഹെൽത്തി ആയിട്ടുള്ള ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഓവമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമ്മൾ എന്ത് ചെയ്യും? വേറെ ഒരു കുഴപ്പമില്ല, അവർക്കൊരു ഓവം പ്രൊഡ്യൂസ് ചെയ്ത മാത്രം മതി, അല്ലെങ്കിൽ ഒരു ഓവം പ്രൊവൈഡ് ചെയ്താൽ മാത്രം മതി എക്സ്റ്റേണലി. അങ്ങനെ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? മറ്റൊരു ഹെൽത്തി ആയുള്ള സ്ത്രീയുടെ ബോഡിയിൽ നിന്ന് ഒരു ഹെൽത്തി ഓവം എടുത്ത്
ഈ പറഞ്ഞ സ്ത്രീയുടെ ഓവിഡക്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആ മെത്തഡാണ് ഗാമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. അവിടെയാണ് ഗാമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്. Transfer of ovum collected from donor into fallopian tube of another female who cannot produce one but can provide suitable environment for fertilization and further development. അടുത്തത് മെയിൽസിൽ ഇതേ പ്രശ്നം ഉണ്ടാവണം. അതായത് ഒരു മെയിലിന് സ്പേം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, ബാക്കി കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്യും. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറയുമ്പോൾ ഒരു ആ ആൾക്ക് സ്പേം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡോണറിനെ ഫൈൻഡ് ചെയ്തിട്ട് ഹെൽത്തി ഡോണറിന്റെ സ്പേമിനെ എന്ത് ചെയ്യും? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്കിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അത് യൂട്രസിലേക്കാവാം, വെജൈനയിലേക്കാവാം. യൂട്രസിലേക്കാണെങ്കിൽ നമ്മൾ അതിനെ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ എന്നുകൂടി പറയും. ഓക്കെ, സോ artificial insemination, semen collected from the husband or healthy donor is artificially introduced to vagina or uterus. Intrauterine insemination, semen collected either from husband or healthy donor is artificially introduced into uterus. ഈ കേസിൽ നമ്മൾ പറഞ്ഞ കേസ് എന്താണ്? ഗമീറ്റോജെനസിസ് പറ്റുന്നില്ല ആർക്ക്? മെയിൽ പാർട്ട്ണർ അല്ലെങ്കിൽ ഹസ്ബൻഡ്. അതുകൊണ്ട് തന്നെ ഡോണറിന്റെ സ്പേമിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനിലൂടെ. ഇനി അത് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, ഗാമറ്റോജെനസിസ് കഴിഞ്ഞു. അടുത്തത് ഇൻസെമിനേഷൻ ആണ് ബുദ്ധിമുട്ട്. അതായത് മെയിൽ പാർട്ട്ണറിന്റെ ഗാമിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഇൻസെമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ സ്പേംസിന് മോട്ടിലിറ്റി ഇല്ല. സ്പേംസ് ഹെൽത്തി ഒക്കെ തന്നെയാണ്, നോർമൽ ഷേപ്പ് ആൻഡ് സൈസ് ഒക്കെ തന്നെയാണ്, പക്ഷെ അതിന് സ്വയം ട്രാവൽ ചെയ്ത് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ട്രാക്കിലേക്ക് എത്താൻ പറ്റില്ല, ഇൻസെമിനേഷൻ നടക്കില്ല. അവിടെയും നമ്മൾ എന്ത് ടെക്നിക്ക് യൂസ് ചെയ്യും? ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. അവിടെ എന്ത് ചെയ്താൽ മതി? ഈ ഹെൽത്തി ആയിട്ടുള്ള സ്പേംസിനെ നമ്മൾ തന്നെ എങ്ങനെയെങ്കിലും ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ട്രാക്കിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. കാരണം സ്പേംസ് ഹെൽത്തിയാണ്, പക്ഷെ അതിന് സ്വയം ട്രാവൽ ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ഇല്ലാതെ, അല്ലെങ്കിൽ ഇൻസെമിനേഷൻ നടക്കുന്നത്. സോ നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നു? ആ മെയിൽ ഗാമീറ്റിനെ എടുത്തിട്ട് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ട്രാക്കിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. സോ അവിടെയും ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചൂസ് ചെയ്യാം. ഗമീറ്റോജെനസിസിൽ മെയിൽ പാർട്ട്ണറിന് ഗാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ഡോണറിന്റെ മെയിൽ ഗാമീറ്റ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ട്രാക്കിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. മെയിൽ പാർട്ട്ണറിന്റെ ഗാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ ഇൻസെമിനേറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ മെയിൽ പാർട്ട്ണറിന്റെ ഗാമീറ്റ് തന്നെ നമ്മളെടുത്ത് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ട്രാക്കിലേക്ക് ആർട്ടിഫിഷ്യലി ഇൻസെമിനേറ്റ് ചെയ്യും. അടുത്തത് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷനിൽ വരുന്ന ബുദ്ധിമുട്ട്, അതായത് മെയിലും ഫീമെയിൽ ഗാമീറ്റും ഫ്യൂസ് ആവുന്നില്ല, എന്തെങ്കിലും കാരണം കൊണ്ട് മെയിലും ഫീമെയിൽ ഗാമീറ്റ്സിന് ഫ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു എക്സ്റ്റേണൽ കണ്ടീഷൻസിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സിനെ ഫ്യൂസ് ചെയ്യിപ്പിക്കും. അതിനാണ് എന്ത് പറയുന്നത്? ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ ഔട്ട്സൈഡ് ദ ബോഡി ഇൻ ഓൾമോസ്റ്റ് സിമിലർ കണ്ടീഷൻസ് ആസ് ദാറ്റ് ഇൻ ദ ബോഡി. ഫെർട്ടിലൈസേഷൻ അവിടെ നടക്കാൻ ബുദ്ധിമുട്ടും. സോ മെയിൽ ഗാമീറ്റിനെ നമ്മൾ മെയിൽ ബോഡിയിൽ നിന്ന് എടുക്കുന്നു, ഫീമെയിൽ ഗാപ്പിനെ ഫീമെയിൽ ബോഡിയിൽ നിന്ന് എടുക്കുന്നു, ലാബിൽ വെക്കുന്നു, സെയിം കണ്ടീഷൻസ് ഓഫ് ദ ബോഡി പ്രൊവൈഡ് ചെയ്യുന്നു, അവിടെ മെയിലും ഫീമെയിൽ ഗാമീറ്റും ഫെർട്ടിലൈസ് ചെയ്യുന്നു. ചിലപ്പോൾ അത് വെറും നോർമൽ ഫെർട്ടിലൈസേഷൻ ആവും, ചിലപ്പോൾ അത് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ ആവും. എങ്ങനെയായാലും ലാബിൽ നമ്മൾ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റിനെ ഫെർട്ടിലൈസ് ചെയ്യിപ്പിക്കുന്നു. അതിനുശേഷം അത് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന് നമ്മൾ സൈഗോട്ട് ചെയ്യില്ല ട്രാൻസ്ഫർ ചെയ്യുന്നെങ്കിൽ സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പറയും. സൈഗോട്ടിനെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് മാറ്റും. ഇനി അതിനെ കുറച്ച് ഡിവൈഡ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയും. സോ ഈ കപ്പിളിനെ സംബന്ധിച്ചിടത്തോളം ഫെർട്ടിലൈസേഷൻ ആണ് നടക്കാത്തത്, ബാക്കി ഗാമീറ്റ്സും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇംപ്ലാന്റേഷനും അവർക്ക് പറ്റും. സോ ഫെർട്ടിലൈസേഷൻ പ്രൊസീജിയർ മാത്രം നമ്മൾ എന്ത് ചെയ്യും? ലാബിൽ വെച്ച് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ സൈഗോട്ട് സ്റ്റേജ് അല്ലെങ്കിൽ എംബ്രിയോ സ്റ്റേജിൽ തിരിച്ചതിനെ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ട്രാക്കിലേക്ക് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സോ IVF പ്ലസ് ET, ദാറ്റ് ഇസ് IVF ആൻഡ് എംബ്രിയോ ട്രാൻസ്ഫർ, അല്ലെങ്കിൽ IVF പ്ലസ് സിഫ്റ്റ്, ദാറ്റ് ഇസ് സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ ചെയ്തു. ഇനി അടുത്തത്, ഈ പാർട്ട്ണറിനും അല്ലെങ്കിൽ ഈ രണ്ട് കപ്പിൾസിനും ഗാമീറ്റോജെനസിസ് നടക്കുന്നുണ്ട്, ഇൻസെമിനേഷൻ നടന്നു, ഫെർട്ടിലൈസേഷൻ നടന്നു. ഇപ്പൊ ഇവിടെ ഫീമെയിൽ പാർട്ട്ണർ ഇംപ്ലാന്റേഷൻ നടക്കുന്നില്ല. എന്തോ കാര്യം കൊണ്ട് ഫെർട്ടിലൈസ് ചെയ്ത് പോകും, അതായത് സൈഗോട്ട് തനിയെ മൂവ് ചെയ്ത് ആ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ട്രാക്കിലേക്ക് എത്തി യൂട്രസിന്റെ വാളിൽ ഇംപ്ലാന്റ് ആവുന്നില്ല. ഇംപ്ലാന്റേഷൻ ആണ് ബുദ്ധിമുട്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ തന്നെ പുറത്തെടുത്ത് ലാബ് കണ്ടീഷൻസിൽ IVF ചെയ്തതിനു ശേഷം എംബ്രിയോണിക് സ്റ്റേജിൽ നമുക്ക് അതിനെ ഡയറക്റ്റ് നമുക്ക് തന്നെ ഇംപ്ലാന്റ് ചെയ്യാം. അതിനാണ് ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ. അതായത് എംബ്രിയോ സ്റ്റേജിൽ എംബ്രിയോയെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് അതിനെ എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് വിളിക്കാം. യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ട് ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ എന്ന് വിളിക്കാം. സോ IVF ചെയ്തിട്ട് അതിന് നമുക്ക് ഡയറക്ട്ലി എംബ്രിയോ സ്റ്റേജിൽ ട്രാൻസ്ഫർ ചെയ്യാം യൂട്രസിലേക്ക്. സോ ഡയറക്ട്ലി നമ്മൾ തന്നെ ഇംപ്ലാന്റേഷൻ യൂസ് ചെയ്തു. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ടോ പ്രഗ്നൻസി സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതായത് ഗാമറ്റോജെനസിസ് നടക്കുന്നുണ്ട്, ഇൻസെമിനേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്, ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്, ഇംപ്ലാന്റേഷൻ നടക്കുന്നുണ്ട്, പ്രഗ്നന്റ് ആയി, പക്ഷെ അതിനുശേഷം റിപ്പീറ്റഡ് ആയിട്ട് അബോർഷൻ ആയി പോവാണ്. ഒരു സെക്കൻഡ് മന്തിലോ തേർഡ് മന്തിലോ ഫോർത്ത് മന്തിലോ ഒക്കെ അബോർഷൻ ആയി പോവാണ്. സോ അവിടെ ജസ്റ്റേഷൻ ആണ് ബുദ്ധിമുട്ട്. ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യും?
സറഗസിയിലേക്ക് പോകും. സറഗസി എന്ന് പറഞ്ഞാൽ surrogacy is an important method of assisted reproductive technology wherein a woman carries pregnancy for another couple. A woman carries pregnancy for another couple. മറ്റൊരു കപ്പിളിന്റെ പ്രഗ്നൻസി, മറ്റൊരു കപ്പിളിന്റെ കുട്ടിയെ വേറൊരു ലേഡി പ്രസവിക്കുന്നതിനാണ് നമ്മൾ സറഗസി. സറഗസി ഇത് വാക്കിനർത്ഥം സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. സോ സറഗേറ്റ് മദർ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് മദർ. സോ ഈ അടുത്തിടയ്ക്ക് ഫിലിം ആക്ടേഴ്സ് ഒക്കെ ചെയ്ത് കുറച്ച് പോപ്പുലർ ആയ കാര്യമാണ് അല്ലെ. അതിന് മലയാളത്തിൽ പറയുകയാണെങ്കിൽ വാടക ഗർഭധാരണം എന്ന് പറയുന്നത് ഗർഭപാത്രത്തിന് കുറച്ച് സമയത്തേക്ക്, അതായത് കുറച്ച് സമയത്തേക്ക് പ്രഗ്നൻസി തൊട്ട് ഡെലിവറി വരെ മറ്റേ ലേഡി ആയിരിക്കും കുട്ടിയുടെ മറ്റേ ലേഡി ആയിരിക്കും ആ കുട്ടിയെ നോക്കുന്നത്. അതിനുശേഷം ലാക്ടേഷൻ പീരീഡ് കഴിഞ്ഞ ശേഷം അതിന്റെ ബയോളജിക്കൽ പേരൻസിന് തന്നെ തിരിച്ചു കൊടുക്കുന്നതിനെയാണ് നമ്മൾ സറോഗേസ് എന്ന് പറയുന്നത്. സോ റീസൺസ് സ്ട്രക്ചറൽ അബ്നോർമാലിറ്റീസ് ഓഫ് യൂട്രസ്, റീപ്രൊഡക്റ്റീവ് ഡിസീസ് ആൻഡ് അതർ ഹെൽത്ത് റിസ്ക്. എന്തെങ്കിലും ഹെൽത്ത് റിസ്ക് ഉണ്ടോ, എന്തെങ്കിലും സ്ട്രക്ചറൽ അബ്നോർമാലിറ്റി ഉണ്ടോ, ആ സ്ത്രീക്ക് പ്രഗ്നന്റ് ആവാൻ സാധിക്കുന്നില്ല, അതായത് ജസ്റ്റേഷൻ ചെയ്യാൻ സാധിക്കുന്നില്ല. ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഫെർട്ടിലൈസേഷൻ നടക്കാം, എല്ലാം ചെയ്യാം, പക്ഷെ അവർക്ക് എന്തുകൊണ്ട് പ്രഗ്നന്റ് ആവാൻ സാധിക്കില്ല. യൂട്രസിന് കുട്ടിക്ക് വളരാനുള്ള സാഹചര്യം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ യൂട്രസിന് എന്തെങ്കിലും സ്ട്രക്ചറൽ ഡിഫക്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ യൂട്രസ് വളരെ വീക്ക് ആയിരിക്കും. ഒരു കുട്ടി വളരുന്നതിനെയോ ആ പ്ലാസന്റയുടെ ഫോർമേഷൻ അത്രയൊന്നും താങ്ങാൻ അതിന് പറ്റുന്നുണ്ടാവില്ല. സോ അങ്ങനെ. അതുപോലെ തന്നെ എന്തെങ്കിലും റീപ്രൊഡക്റ്റീവ് ഡിസീസ് ഉണ്ട്, അത് കാരണം ഈ സ്ത്രീക്ക് പ്രഗ്നന്റ് ആവാൻ സാധിക്കില്ല. അല്ലെങ്കിൽ മറ്റ് ഹെൽത്ത് റിസ്ക്, ചിലപ്പോൾ ഏജ് ആയിരിക്കാം ഹെൽത്ത് റിസ്ക്. ഈ ഏജിൽ ഈ ലേഡിക്ക് ഫെർട്ടിലൈസേഷൻ ഒക്കെ നടക്കും, പക്ഷേ പ്രഗ്നൻസി ഈ ഏജിൽ ഒരു ഡെലിവറി ഭയങ്കര റിസ്ക് ആയിരിക്കും. സോ അങ്ങനത്തെ കണ്ടീഷൻസിൽ എന്ത് ചെയ്യും, ആ ലേഡിയുടെ ബോഡിയിൽ ഫെർട്ടിലൈസ് ആയിട്ടുള്ള സൈഗോട്ടിനെ മറ്റൊരു ലേഡിയുടെ യൂട്രസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അല്ലെങ്കിൽ ബയോളജിക്കലി ആ കപ്പിൾസിന് കൺസീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കണ്ടീഷനിലും എന്ത് ചെയ്യും, സറഗസി അഡോപ്റ്റ് ചെയ്യും. സോ മെത്തേഡ് എന്ന് പറയുന്നത് IVF, എംബ്രിയോസ് ഫോംഡ് in vivo fertilization of gametes with females also should be used for such transfer to assist females who cannot conceive. ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് IVF ടെക്നിക്ക് ആണ്. അതായത് സോറി, ഇവിടെ ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ആയിരുന്നു. ഓക്കെ, IVF ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ആണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാദറിന്റെ സ്പേം മദറിന്റെ ഓവം എടുക്കുന്നു, ലാബിൽ അതിന് ഫെർട്ടിലൈസ് ചെയ്യാനുള്ള കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു, ഫ്യൂഷൻ ഓഫ് ഫീമെയിൽ ഗാമീറ്റ് സംഭവിക്കുന്നു, എന്നിട്ട് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്ത് അതിനെ തിരിച്ച് മദറിന്റെ യൂട്രസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ പറഞ്ഞ പോലെ മദറിന്റെ യൂട്രസ് എന്തെങ്കിലും കണ്ടീഷൻ കൊണ്ട് വീക്ക് ആയതുകൊണ്ടോ പ്രഗ്നൻസി പറ്റാത്തതിന് നമ്മൾ എന്ത് ചെയ്യും, സറഗേറ്റ് മദറിന്റെ യൂട്രസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. സോ ഇംപ്ലാന്റേഷൻ സറഗേറ്റിന്റെ ബോഡിയിലേക്ക് ചെയ്യും. അങ്ങനെ അവർ പ്രഗ്നന്റ് ആവുന്നു. ശേഷമുള്ള ബാക്കി എല്ലാ ഈവൻസും അവരുടെ ബോഡിയിൽ നടക്കുന്നു. അതിനുശേഷം കുട്ടിയെ തിരിച്ച് ഡെലിവറിക്ക് ശേഷം കുട്ടിയെ തിരിച്ച് പാരന്റ്സിന്റെ അടുത്ത് തന്നെ കൊടുക്കുന്നു. രണ്ടാമത്തെ മെത്തേഡ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, അതായത് ആരാണോ ഫാദർ, ആ ഫാദറിന്റെ സ്പേം ഈ സറഗേറ്റ് ആയിട്ടുള്ള ലേഡി, ആരാണോ സറഗേറ്റ് മദർ ആവാൻ തീരുമാനിക്കുന്നത് അവരുടെ ബോഡിയിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, അത് യൂട്രസിലേക്കാവാം വെജൈനയിലേക്കാവാം, എങ്ങനെയെങ്കിലും ആ സ്പേം സറഗേറ്റ് മദറിന്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്കിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സറഗേറ്റ് മദറിന്റെ ഓവുമായിട്ട് തന്നെ ഈ സ്പേം ഫ്യൂസ് ചെയ്യുന്നു. അങ്ങനെ പറ്റുന്നതാണ് സറഗസി. മൂന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് എംബ്രിയോസ് ഫോം ഇൻ വൈവോ ഫെർട്ടിലൈസേഷൻ ഓൾസോ കുഡ് ബി യൂസ് ആസ് ട്രാൻസ്ഫർ. അല്ലെങ്കിൽ നോർമലി ഇൻ വൈവോ, ഞാൻ നേരത്തെ പറഞ്ഞത് ഇൻ വൈവോ എന്ന് വെച്ചാൽ നോർമലി ബോഡിക്കകത്ത് നടക്കുന്ന ഫെർട്ടിലൈസേഷൻ, മദറിന്റെയും ഫാദറിന്റെയും എഗ്ഗും സ്പേമും നോർമലി ബോഡിക്കകത്ത് ഫെർട്ടിലൈസ് ചെയ്തിട്ട്, പക്ഷെ ആ മദറിന് ഇനിയും ഇംപ്ലാന്റേഷൻ നടക്കത്തില്ല. സോ സൈഗോട്ട് സ്റ്റേജിൽ നമ്മൾ മദറിന്റെ ബോഡിയിൽ നിന്ന് സൈഗോട്ടിനെ പുറത്തെടുത്തിട്ട് തിരിച്ചതിനെ സറഗേറ്റ് മദറിന്റെ ബോഡിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ 3 മെത്തേഡിലാണ് സറഗസി ചെയ്യുന്നത്. ഇവിടെ പെട്ടെന്ന് പറയാം, ഒന്നെങ്കിൽ മദറിന്റെ ഫാദറിന്റെ മെയിൽ ഫീമെയിൽ ഗാമീറ്റ്സ് എടുത്ത് ലാബിൽ ഫ്യൂസ് ചെയ്തിട്ട് എംബ്രിയോനെ സറഗേറ്റ് മദറിന്റെ ബോഡിയിലേക്ക് ഇൻജെക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫാദറിന്റെ സ്പേം മാത്രം എടുത്ത് സറഗേറ്റ് മദറിന്റെ ബോഡിയിലേക്ക് ഇൻസെമിനേറ്റ് ചെയ്യുന്നു, ഫർദർ സറഗേറ്റ് മദറിന്റെ ഓവുമായിട്ട് അത് ഫ്യൂസ് ചെയ്ത് അവിടെ ഇംപ്ലാന്റേഷൻ നടക്കുന്നു. അല്ലെങ്കിൽ നാച്ചുറലി മദറിന്റെയും ഫാദറിന്റെയും ബോഡിയിൽ ഫെർട്ടിലൈസ് ചെയ്ത സൈഗോട്ടിനെ അല്ലെങ്കിൽ എംബ്രിയോയിനെ എടുത്തിട്ട് ഫീമെയിൽ സറഗേറ്റിന്റെ ബോഡിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അവിടെ ഇംപ്ലാന്റേഷന് ഫർദർ ഡെവലപ്മെന്റ് നടക്കുന്നു. സോ ഇംപ്ലാന്റേഷൻ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് മോസ്റ്റ്ലി സറഗസി അഡോപ്റ്റ് ചെയ്യുന്നത്. അതിന് ഒരുപാട് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ സെലക്ഷൻ, ഒരു കപ്പിളിന് ഡിസൈഡ് ചെയ്യാം അവർക്ക് സറഗേറ്റ് മദറിനെ വേണോ എന്ന് ഡിസൈഡ് ചെയ്തിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫീമെയിലിനെ സെലക്ട് ചെയ്യും. അതിന് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. ആ ഫീമെയിൽ നല്ല ഹെൽത്തി ആയിരിക്കണം, ഈ പറയുന്ന ഏജ് ഗ്രൂപ്പിലായിരിക്കണം, അങ്ങനെയൊക്കെയുണ്ട്. അതുപോലെ സ്ക്രീനിങ്, അവർക്ക് മറ്റ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കുക. കൗൺസിലിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ലേഡി മറ്റൊരു കപ്പിളിന്റെ കുട്ടിയാണെങ്കിൽ പോലും അവരൊരു
9 months ആ കുട്ടിയെ കൺസീവ് ചെയ്യുകയും ആ കുട്ടിയുടെ ഡെവലപ്മെന്റും കെയറും എല്ലാം അവർ ചെയ്യുകയാണ്. അതിനുശേഷം ഡെലിവറിക്ക് ശേഷം ലാക്ടേഷൻ എല്ലാം ഇവരാണ് ചെയ്യുന്നത്. അതിനുശേഷം ചിലപ്പോൾ വിട്ടുകൊടുക്കാൻ ഇവർക്ക് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒക്കെ വന്നേക്കാം. സോ ആ പ്രൊസീജിയറിനെ പറ്റി പ്രോപ്പറായിട്ട് കൗൺസിൽ ചെയ്യണം. അതുപോലെ തന്നെ ലീഗൽ ആസ്പെക്ട്സ്, ഡോക്യുമെന്റ്സ് ഒക്കെ സൈൻ ചെയ്ത് എല്ലാം പെർമിഷനോടുകൂടി കൺസെന്റോടുകൂടി ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് സറഗസി. സോ നമ്മൾ നേരത്തെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞു വന്നപ്പോൾ ബാക്കി എല്ലാ കണ്ടീഷൻസും പറ്റും, ജസ്റ്റേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻസിലാണ് സറഗസി ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അബോവ് ഓൾ മെത്തേഡ്സ് ഫെയിൽ അഡോപ്ഷൻ. ഈ പറഞ്ഞ എല്ലാ മെത്തേഡ്സും ഫെയിൽ ചെയ്യുന്ന സാഹചര്യത്തിലാണ് അഡോപ്ഷൻ അഡോപ്റ്റ് ചെയ്യുന്നത്. അഡോപ്ഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് എന്താണ്? ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യുക, ഓഫൻ ആയിട്ടുള്ള കുട്ടി അല്ലെങ്കിൽ ഗാർഡിയൻസ് ഇല്ലാത്ത ഒരു കുട്ടിയെ കുട്ടിയുടെ കൺസെന്റോടുകൂടി ലീഗൽ പ്രൊസീജിയേഴ്സ് വഴി അഡോപ്റ്റ് ചെയ്യും. ദോ ഓപ്ഷൻസ് ആർ മെനി. ഓൾ ദീസ് ടെക്നിക്സ് റിക്വയർ എക്സ്ട്രീംലി ഹൈ പ്രിസിഷൻ, ഹാൻഡ്ലിംഗ് ബൈ സ്പെഷ്യലൈസ്ഡ് പ്രൊഫഷണൽസ് ആൻഡ് എക്സ്പെൻസീവ് ഇൻസ്ട്രുമെന്റേഷൻ. അപ്പം ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ റീപ്രൊഡക്റ്റീവ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്സ് ART എന്ന് പറയുന്നതൊക്കെ എക്സ്ട്രീംലി ഹൈ പ്രിസിഷൻ വേണം. അതായത് ഒരുപാട് ആക്യുറസി വേണ്ട പ്രൊസീജിയറാണ്, ഒരുപാട് സൂക്ഷ്മതയോടെ ചെയ്യണം, ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്, ഒരുപാട് എക്സ്പെൻസീവ് ആണ്. IVF ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. അതിൽ റിപ്പീറ്റഡ്ലി ചെയ്താലേ സക്സസ്ഫുൾ ആവുള്ളൂ. പലർക്കും ആദ്യത്തെ IVF സക്സസ് ആയില്ല, രണ്ടാമത് ചെയ്തു ആയില്ല, മൂന്നാമതൊക്കെ ആയിരിക്കും കാണിച്ചു തന്നത്. സോ അങ്ങനെ ഒരുപാട് എക്സ്പെൻസീവ് ഇൻസ്ട്രുമെന്റേഷൻ ഒക്കെ വരണം. Therefore, these facilities are available only in few centers in the country. അതുകൊണ്ട് തന്നെ എല്ലാ ഹോസ്പിറ്റലിലൊന്നും ഇതിന്റെ ഫെസിലിറ്റീസ് ഉണ്ടാകണമെന്നില്ല, ഉണ്ടെങ്കിൽ തന്നെ എല്ലാവർക്കും അഫോർഡബിൾ ആവണമെന്നില്ല. Obviously, the benefit is affordable only to limited number of people. Emotional, religious and social factors are also deterrents in adoption of these methods. അതുപോലെ തന്നെ ചില കപ്പിൾസിനും ഈ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി വഴി കുട്ടി ഉണ്ടാകുന്ന അവർ ഇമോഷണലി അത് വില്ലിങ് ആയിരിക്കത്തില്ല ലാബിൽ ഫ്യൂസ് ചെയ്യാനും പിന്നെ അത് ബോഡിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അല്ലെങ്കിൽ സറോഗസിക്കൊന്നും അവർ ഇമോഷണലി ഒന്നും വില്ലിങ് ആവത്തില്ല. അങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെ adoption ചെയ്യാവുന്നതാണ്. Since the ultimate aim of all the procedures to have children in India, we have so many orphaned and destitute children who would probably not live till maturity unless taken care of. Our laws permit legal adoption and it is as yet one of the best methods for couples looking for parenthood. So ഇങ്ങനെ ബാക്കി എല്ലാ മെത്തേഡ്സും ഫെയിൽ ആയി അല്ലെങ്കിൽ ബാക്കി മെത്തേഡ്സ് ഒന്നും നമുക്ക് ചെയ്യാൻ താല്പര്യമില്ല അല്ലെങ്കിൽ ബാക്കി മെത്തേഡ്സ് അഫോർഡബിൾ അല്ല എന്നൊക്കെ വരുമ്പോൾ മറ്റ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസിലേക്ക് പോകാതെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ ഒരുപാട് ഓർഫൺ കുട്ടികളുണ്ട്. സോ ഒരാളുടെ കെയർ ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ കുട്ടികൾ സർവൈവ് പോലും ചെയ്യത്തില്ല, അല്ലെങ്കിൽ സർവൈവ് ചെയ്താലും പ്രോപ്പർ ആയിട്ടുള്ള കെയറോ ന്യൂട്രീഷനോ ഒന്നും കിട്ടത്തില്ല, ചിലപ്പോൾ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനൊക്കെ ഇരയായിപ്പം. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല മെത്തേഡ് അഡോപ്ഷൻ. അഡോപ്ഷനിൽ 2 പേർക്കാണ് അഡ്വാൻറ്റേജ്. ഒന്ന്, ആ കപ്പിളിനൊരു കുട്ടിയെ കിട്ടും, 2 ആ കുട്ടിക്കൊരു നല്ല ലൈഫ് കിട്ടും. അതുകൊണ്ട് അഡോപ്ഷൻ ലീഗലാണ്, ഗവൺമെന്റ് അതിനെ എൻകറേജ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഇൻഫെർട്ടിലിറ്റിയുടെ മറ്റെല്ലാ ഓപ്ഷൻസും ഫെയിൽ ആകുന്ന സാഹചര്യത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അഡോപ്ഷൻ. സോ ഗാമെറ്റോജെനിസിസ് ഫെയിൽ ആയാൽ ഗിഫ്റ്റ് ഓർ AI, ഇൻസെമിനേഷൻ ഫെയിൽ ആണെങ്കിൽ AI, ഫെർട്ടിലൈസേഷൻ ഫെയിൽ ആണെങ്കിൽ IVF പ്ലസ് ET ഓർ IVF പ്ലസ് സിഫ്റ്റ്, ഇംപ്ലാന്റേഷൻ ആണ് ഫെയിലിയർ എങ്കിൽ IVF പ്ലസ് ET, എല്ലാം നടക്കും. ജസ്റ്റേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ പ്രഗ്നൻസി റിസ്ക് ആണെങ്കിൽ സറഗസി. ഇഫ് ഓൾ അബവ് മെത്തേഡ്സ് ഫെയിൽ, അഡോപ്ഷൻ. In vitro fertilization followed by transfer of embryo into the female genital tract is one such method commonly known as test tube baby programs. നമ്മൾ നേരത്തെ പഠിച്ചു ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്താണത്? ഫെർട്ടിലൈസേഷൻ ഔട്ട്സൈഡ് ദ ബോഡി ഇൻ സിമിലർ കണ്ടീഷൻസ് ആസ് ദാറ്റ് ഇൻ ദ ബോഡി. അതിന് മറ്റൊരു പേരാണ് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം. ഓക്കെ, സോ ആ പേരൊന്ന് അറിഞ്ഞിരിക്കുക. ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാലും ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റ്സിനെ പുറത്ത് ലാബിൽ ഫെർട്ടിലൈസ് ചെയ്യിപ്പിക്കുന്നതാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. ബോഡിയിൽ തന്നെ ഫെർട്ടിലൈസ് നടക്കുന്നതാണ് ഇൻ വൈവോ ഫെർട്ടിലൈസേഷൻ. ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ തന്നെയാണ് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം എന്നും പറയുന്നത്. നെക്സ്റ്റ്, സിലബസിലില്ല, പക്ഷെ NCERT പറഞ്ഞേക്കുന്ന 2 വാക്കായതുകൊണ്ട് മാത്രം എന്താണ് മീനിങ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. IMR ആൻഡ് MMR. IMR എന്ന് വെച്ചാൽ ഇൻഫന്റ് മൊർട്ടാലിറ്റി റേറ്റ്, MMR എന്ന് വെച്ചാൽ മെറ്റേണൽ മൊർട്ടാലിറ്റി റേറ്റ്. IMR എന്ന് പറയുമ്പോൾ infant mortality rate is death of an infant before his or her first birthday. The infant mortality rate is the number of infant deaths for every 1000 live births. അതായത് 1000 കുട്ടികൾ ജനിക്കുകയാണെങ്കിൽ 1000 ലൈവ് ബേർഡ്സിൽ എത്ര കുട്ടികൾ ഒരു വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നു, അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഇൻഫന്റ് മൊർട്ടാലിറ്റി റേറ്റ്. അടുത്തത് മെറ്റേണൽ മൊർട്ടാലിറ്റി റേറ്റ്. മെറ്റേണൽ ഡെത്ത് ഇസ് ഡിഫൈൻഡ് ബൈ ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ as death of women while pregnant or within 42 days of termination of pregnancy. Number of maternal deaths per 1 lakh live birth ആണ് മെറ്റേണൽ മൊർട്ടാലിറ്റി റേറ്റ്. അതായത് 1,00,000 സ്ത്രീകളില് പ്രസവശേഷം അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത്, പ്രസവത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ പ്രസവിച്ച് 42 ദിവസത്തിനുള്ളിൽ എത്ര സ്ത്രീകൾ മരിക്കുന്നു, അതാണ് മെറ്റേണൽ മൊർട്ടാലിറ്റി റേറ്റ്. സോ
1000 കുട്ടികൾ ഉണ്ടാകുന്നതിൽ 1 വയസ്സിനുള്ളിൽ എത്ര കുട്ടികൾ മരിക്കുന്നതാണ് ഇൻഫന്റ് മൊർട്ടാലിറ്റി റേറ്റ്. 1,00,000 പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകളിൽ പ്രഗ്നൻസി ടൈമിലോ ഡെലിവറിയുടെ സമയത്തോ അതോ പ്രഗ്നൻസി കഴിഞ്ഞ് 42 ഡേയ്സിനുള്ളിലോ എത്ര സ്ത്രീകൾ മരിക്കുന്നതാണ് മെറ്റേണൽ മൊർട്ടാലിറ്റി റേറ്റ്. ഇതൊരു ഡിഫൈൻ ചെയ്യാൻ കാരണം പണ്ട് ഇന്ത്യയിൽ IMR MMRും ഭയങ്കര കൂടുതൽ, അതായത് ജനിക്കുന്ന മെജോറിറ്റി കുട്ടികൾ 1 വയസ്സെത്തുന്നതിന് മുമ്പ് പല അസുഖങ്ങൾ കാരണം, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കാരണം, പ്രോപ്പർ കെയർ കിട്ടാത്ത കാരണം, ഇൻഫെക്ഷൻ കാരണം ഒക്കെ പല അസുഖങ്ങൾ കാരണം 1 വയസ്സെത്തുന്നതിന് മുമ്പ് തന്നെ മരിക്കും. സോ അത് നമ്മുടെ പോപ്പുലേഷനെ നെഗറ്റീവ്ലി ബാധിക്കുന്ന ഒരു കാര്യമല്ലേ കുട്ടികൾ മരിച്ചു പോകുന്ന പറയുന്നത്. അതേപോലെ തന്നെ മെറ്റേണൽ മൊർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് മിക്ക ലേഡീസും പ്രഗ്നൻസി ടൈമിൽ പല കോംപ്ലിക്കേഷൻസ് കാരണം മരിക്കുന്നു, അല്ലെങ്കിൽ ഡെലിവറി ടൈമിൽ പ്രോപ്പർ കെയർ കിട്ടാതെ ഡെലിവറി ഡെത്ത് ആണ്. ചിലപ്പോൾ അമ്മ മരിക്കും, കുട്ടി ജീവിക്കും, ചിലപ്പോൾ അമ്മയും കുട്ടി രണ്ടുപേരും മരിക്കും. അതേപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ് 42 ഡേയ്സിനുള്ളിൽ ബ്ലീഡിങ്ങോ മറ്റ് ഇൻഫെക്ഷനോ മറ്റ് കോംപ്ലിക്കേഷനോ ഇഞ്ചറിയോ ഒക്കെ കാരണം മരിക്കുന്നു. അതേപോലെ തന്നെ ഈ പ്രീ ഡെലിവറി ഡെത്തിനകത്ത് അബോർഷൻ കാരണം ഉണ്ടാകുന്ന ഡെത്തും ഉണ്ട്. സോ ഇതും ഇന്ത്യയിൽ മുൻപ് ഭയങ്കര ഒരുപാട് കൂടുതലായിരുന്നു. 1,00,000 ലൈവ് ബർത്തിൽ ഒരുപാട് പേര് മരിക്കുന്നുണ്ടായിരുന്നു. സോ ഇതൊക്കെ കൂടി, അപ്പൊ ഇതൊക്കെ ഒരു ഹെൽത്തിന്റെ ഇൻഡിക്കേറ്റർ ആണ്. ഹെൽത്ത് വളരെ പുവർ ആണെന്നാണ് ഇതിന്റെ അർത്ഥം. ജനിക്കുന്ന മിക്ക കുട്ടികളും മരിക്കുന്നു, പ്രഗ്നന്റ് ആവുന്ന മിക്ക സ്ത്രീകളും മരിക്കും. സോ ഇതിനെയൊക്കെ ടാക്കിൾ ചെയ്യാനും കൂടിയാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, RCH റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് ഇൻട്രൊഡ്യൂസ്. അതിന്റെ ഒരു ലക്ഷ്യം MMR IMR കുറയ്ക്കുക, അതായത് ഇൻഫന്റ് മൊർട്ടാലിറ്റി അതുപോലെ തന്നെ മെറ്റേണൽ മൊർട്ടാലിറ്റിയും കുറയ്ക്കുക എന്നുള്ളതും കൂടിയാണ്. ഓക്കെ, സോ അത് ജസ്റ്റ് പറയുന്നുള്ളൂ, സിലബസിൽ ഇല്ലാത്ത പോയിന്റ് ആണ്. ഡിസ്കഷൻ കഴിഞ്ഞു. എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ചോദിക്കാം കേട്ടോ.